important കാരണം കൺസിഡറിങ് ജൂൺ 2024 അറ്റംപ്റ്റ് ആൻഡ് ദി സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ് ഈ രണ്ട് അറ്റംപ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത്, അതായത് ജൂൺ 2024 വന്ന ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓൾസോ സെപ്റ്റംബർ 2024 കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഫീൽ സർട്ടൺ ക്വസ്റ്റ്യൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഹാസ് ഹയർ ചാൻസസ് ഫോർ JAN 2025. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടാണ് ട്രിപ്പിൾ മോക്ക് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ മോക്ക് എക്സാം ഇന്ന് കണ്ടക്ട് ചെയ്തതിന് നമ്മൾ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സി ഫോർ യോർ എക്സാം ഡെഫിനറ്റ്ലി നമുക്കൊരു 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രെയിം ചെയ്തിടുക. അപ്പോൾ സർട്ടൻ ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഞാൻ തന്നെ പിക്കപ്പ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ സ്റ്റുഡൻസ് അത് കണ്ട് ആ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, സോ ദേ വിൽ ജസ്റ്റ് ഗോ റെഫർ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് എസ് എൻ ക്വസ്റ്റ്യൻ കൊടുക്കാം. സോ വെൻ യു ആർ ആക്ച്വലി റിവൈസിങ് ഫോർ യുവർ മെയിൻ എക്സാം, ഇപ്പോൾ കമ്മിങ് ഇൻ 5 or 6 days യു ഹാവ് യുവർ മെയിൻ എക്സാം. ആ മെയിൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദോസ് ക്വസ്റ്റ്യൻസ് ഓൾസോ. അതായത് നിങ്ങൾ ഇനി എഴുതി പഠിക്കണം എന്നൊന്നും അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ കണ്ടു, അതിൻ്റെ ആൻസർ എന്താണ്, അതിൻ്റെ ഒരു ഫെമിലിയാരിറ്റി വരുന്ന ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ജൂൺ 2024 ആണെങ്കിൽ മുസമിൽ സാർ ഡിസ്കസ് ചെയ്തു, സെപ്റ്റംബർ 2024 ഞാൻ ഡിസ്കസ് ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും. നോ അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ഓൾസോ നീഡ് ടു ഹാവ് familiarity with few other portions, few other important topics for JAN 2025. അതാണ് മോക്ക് എക്സാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് എ familiarity with the questions or familiarity with the questions also. Just മെയിൻ ക്വസ്റ്റ്യൻസ് എനിക്ക് ഈ ക്വസ്റ്റൻ അറിയാമെന്ന് ഞാൻ അതുകൊണ്ട് അത് അറ്റംപ്റ്റ് ചെയ്ത് ക്വസ്റ്റൻ ഞാൻ ഇനി നോക്കുന്നില്ല. ദാറ്റ് യു ഹാഡ് എ പ്രിവിലേജ് ഫോർ ടുഡേസ് എക്സാം, ബട്ട് ബിഫോർ ദ മെയിൻ എക്സാം you just have to brush up and go for the exam. കേട്ടോ, ഞാൻ ജസ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഐ ജസ്റ്റ് ഡിസ്കസ് ദ മെയിൻ പാർട്ട് ഓഫ് ഇറ്റ്. സോ ലെറ്റ് us go start with the main topic. Hope preparations are going well. ട്രെൻഡ് അനാലിസിസ് വീഡിയോ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ട്രെൻഡ് അനാലിസിസ് വീഡിയോ പോയി കാണണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഓഡിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. വിൽ സ്റ്റാർട്ട്. മിസ്റ്റർ രൂപേഷ്, മാനുഫാക്ചർ. ഇതൊരു പ്രീവിയസ് ഇയർ ഡിസംബർ 2022 മോക്ക് ടെസ്റ്റ് പേപ്പർ ഡിസംബർ 23 കിടന്ന ക്വസ്റ്റ് ആണ്, ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈസ് ചോദിച്ചു. Mr. Rupesh, a manufacturer of candles, approached Metro Private Limited for supply of the raw material worth 3,50,000. അപ്പോൾ 3,50,000 വർത്ത് ആയിട്ടുള്ള ക്യാൻഡിൽസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തു. മിസ്റ്റർ രൂപേഷ്, മാനുഫാക്ചർ ഓഫ് ക്യാൻഡിൽസ്, അപ്രോച്ച് മെട്രോ പ്രൈവറ്റ് ലിമിറ്റഡ്. മെട്രോ പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് അപ്രോച്ച് ചെയ്തത്. മിസ്റ്റർ രൂപേഷ് വാസ് ഓഫേർഡ് എ ക്രെഡിറ്റ് പീരിയഡ് ഓഫ് 2 months. ക്രെഡിറ്റ് പീരിയഡ് കിട്ടി 2 months. മിസ്റ്റർ രൂപേഷ് വെന്റ് ടു ദ കമ്പനി പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ആൻഡ് മെറ്റ് മിസ്റ്റർ പീറ്റർ ആൻഡ് എംപ്ലോയ് അറ്റ് ദ ബില്ലിംഗ് കൗണ്ടർ. സോ ഡ്യൂ ഡേറ്റ് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ കമ്പനിയിൽ പോയി മിസ്റ്റർ പീറ്റർ എന്ന് പറയുന്ന ഒരാളെയാണ് മീറ്റ് ചെയ്തത്. മിസ്റ്റർ പീറ്റർ എന്ന് പറയുന്നത് അതേ ആ മെട്രോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ എംപ്ലോയി ആണ്. who convinced the former that the payment can be made to him as the billing cashier is on leave. പേയ്മെൻറ്റ് അയാൾക്ക് കൊടുത്താൽ മതി, കാരണം ആ ബില്ല് ചെയ്യുന്ന കാഷ്യർ ലീവിലാണ്. മിസ്റ്റർ രൂപേഷ് പെയ്ഡ് ദ മണി ആൻഡ് വാസ് ഇഷ്യൂഡ് എ സൈൻഡ് ആൻഡ് സീൽഡ് റെസിപ്റ്റ് ബൈ മിസ്റ്റർ പീറ്റർ. അപ്പോൾ മിസ്റ്റർ പീറ്റർ ആ പൈസ മേടിക്കുന്നു, ആ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് റെസിപ്റ്റ് സീൽ വെച്ചിട്ട് കൊടുക്കുന്നു. ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് ദ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ രൂപേഷ് റിസീവ്ഡ് എ റിക്കവറി നോട്ടീസ് ഫ്രം ദ കമ്പനി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് 3,50,000. സോ ഡ്യൂ ഡേറ്റിന് ശേഷം കമ്പനിയുടെ അടുത്തു നിന്ന് ഒരു റിക്കവറി നോട്ടീസ് കൊടുത്തിട്ട് പറയാണ് രൂപേഷ് പൈസ തന്നിട്ടില്ല. മിസ്റ്റർ രൂപേഷ് ഇൻഫോം ദ കമ്പനി ദാറ്റ് ഹി ഹസ് ഓൾറെഡി പെയ്ഡ് ദ എബവ് ആൻഡ് ബീങ് എൻ ഔട്ട്സൈഡർ ഹാഡ് ജെന്യൂൻ റീസൺ ടു ട്രസ്റ്റ് മിസ്റ്റർ പീറ്റർ ഹു ക്ലെയിം ടു ബി എൻ എംപ്ലോയ് ഹാഡ് ഇഷ്യൂഡ് ഹിം എ റെസിപ്റ്റ്. അപ്പോൾ പുറത്തായിട്ടുള്ള ഔട്ട്സൈഡർ പറഞ്ഞു, ഔട്ട്സൈഡർ എന്നൊരു പെർസ്പെക്റ്റീവ് അയാൾ എംപ്ലോയി ആണ്, അപ്പോൾ അയാൾ ഒരു റെസിപ്റ്റും എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഐ ബിലീവ് അയാൾ ഓതറൈസ്ഡ് ആണ് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ രൂപേഷ് ദ ഔട്ട്സൈഡർ മെയ്ഡ് എ ക്ലെയിം. ദ കമ്പനി ഫൈൽഡ് എ സ്യൂട്ട് against Mr. Rupesh for non-payment of the dues, discuss the fate of the suit and the liability of Mr. Rupesh. കമ്പനി പറയാണ്, നീ എന്താണെങ്കിലും പൈസ തന്നിട്ടില്ല, നോൺ പേയ്മെൻ്റ് ആണ് തന്നേക്കുന്നത്, അപ്പോൾ ഇങ്ങനെ രൂപേഷിനെതിരെ ഫയൽ ചെയ്ത സ്യൂട്ട് ശരിയാണോ തെറ്റാണോ, ലയബിലിറ്റി ഓഫ് മിസ്റ്റർ രൂപേഷ് സ്റ്റിൽ ലയബിൾ ആകുമോ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്? വുഡ് യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് എ റെസിപ്റ്റ് അണ്ടർ ദ കമ്പനി സീൽ വാസ് നോട്ട് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ പീറ്റർ ആഫ്റ്റർ റിസീവിംഗ് ദ പേയ്മെൻറ്റ്? നിങ്ങളുടെ ആൻസറിനകത്തൊരു ഡിഫറൻസ് വരുമോ? മിസ്റ്റർ പീറ്റർ ആ റെസിപ്റ്റ് കമ്പനി സീൽ അല്ല കൊടുത്തിരുന്നെങ്കിൽ
പറയുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, പൈസ വീണ്ടും കൊടുക്കേണ്ട ആവശ്യം വരുമോ മിസ്റ്റർ റൂപേഷ്. പിന്നെ സെക്കൻഡ് പാർട്ടിനകത്ത് ചോദിക്കുവാണ് അത് കമ്പനി സീലല്ല കൊടുത്തത് എങ്കിൽ ആ പറയുന്നതിനകത്ത് ആ ക്ലെയിം ശരിയാണോ, രൂപേഷ് പറയുന്ന ക്ലെയിം ശരിയാണോ തെറ്റാണോ എന്നുള്ള കണ്ടെക്സ്റ്റ് വേണം നിങ്ങൾ എഴുതാം, വിച്ച് ഇസ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. നോ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതാൻ നേരത്ത് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് എൻ ഇൻട്രോ പാരഗ്രാഫ്. സെക്ഷൻ 399 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. സോ എവ്രി വൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി മസ്റ്റ് ഹാവ് റെഡ് ദ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ബിഫോർ എൻറ്ററിങ് ഇൻ ടു എനി ട്രാൻസാക്ഷൻ വിത്ത് ദ കമ്പനി. ലോ ഒരു പ്രിസംപ്ഷൻ എടുക്കും, ഔട്ട്സൈഡർ അത് വായിച്ചിട്ടാണ് കമ്പനിയായിട്ടുള്ള ഡീലിംഗിലോട്ട് ഏർപ്പെടുന്നത്. ഒരു ജസ്റ്റ് ഇൻട്രോ പാരഗ്രാഫ് കൊടുക്കുക, എന്നിട്ട് വേണം ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിലോട്ട് വരാനായിട്ട്. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് പറയുന്നത് outsiders dealing with the company are not deemed to have notice of the internal affairs. അപ്പോൾ MOA AOA പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്, അവരത് വായിച്ചിട്ടേ കയറാവുള്ളൂ. എഗ്രീഡ്, അത് ഇൻട്രോ പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പറയുക ഇൻഡോർ മാനേജ്മെൻ്റ് അകത്ത് പറയുന്നത് ഇൻറ്റേർണൽ അഫയേഴ്സ്, MOA AOA ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും ഇൻറ്റേർണൽ അഫയേഴ്സിൻ്റെ കാര്യം ആര് നോക്കേണ്ട ആവശ്യമില്ല, ഔട്ട്സൈഡർ എൻക്വയറി നടത്തേണ്ട ആവശ്യമില്ല. ഔട്ട്സൈഡറിന് പ്രിസ്യൂം ചെയ്യാം എവറിത്തിങ് ഹാസ് ബീൻ പ്രോപ്പർലി ഡൺ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Everything has been properly done, everything was within the authority. An act is valid under the articles if it is done in a particular manner. Outsider dealing with the company is entitled to assume that it has been done in the manner required. Assumption കൊടുക്കാൻ വേണ്ടി പറ്റും. Now, this rule has been laid down in റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് തുർക്കണ്ട്. അപ്പോൾ തുർക്കണ്ട് റൂൾ എന്നും ഈ പറയുന്ന ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് റൂളിനെ പറയാറുണ്ട്. ഈ പറയുന്ന കേസിൻ്റെ ഇത് കൊടുക്കുക, അതായത് മറ്റേ റൂപേഷ് കൊണ്ടേ കൊടുത്തത് അവിടെ എംപ്ലോയി ആയിട്ടുള്ള മിസ്റ്റർ പീറ്ററിനാണ്, അസ്യൂമിങ് ദാറ്റ് ഹി വാസ് ഓതറൈസ് ടു കളക്ട് ഇറ്റ്. ആ ഒരു കഥ കൊടുക്കുക. ലയബിലിറ്റി ഓഫ് മിസ്റ്റർ റൂപേഷ് ഇൻ കേസ് നോ റെസിപ്റ്റ് ഇസ് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ പീറ്റർ. അതായത് ഇവിടെ പറയേണ്ടത് മിസ്റ്റർ റൂപേഷ് ലയബിൾ ആകില്ല, കാരണം അത് ഓൾറെഡി കൊടുത്തത് കമ്പനി സീലിലാണ്. സോ അത് ഇൻറ്റേർണൽ അഫയേഴ്സ് ആണ്, അയാൾക്ക് ഓതറൈസേഷൻ ഇല്ല എന്നുള്ളൊരു പ്രിസംപ്ഷനൊന്നും രൂപേഷ് എടുക്കേണ്ട ആവശ്യമില്ല. ഹി ഹാഡ് ജെന്യുവൻ റീസൺസ് ടു ബിലീവ് ദാറ്റ് മിസ്റ്റർ പീറ്റർ ബീങ് an employee of a company had issued and signed the sealed receipt, so he was authorized to do it. അതായത് മിസ്റ്റർ പീറ്റർ അത് ഇഷ്യൂ ചെയ്തത് കമ്പനി സീലായതുകൊണ്ട് മിസ്റ്റർ പീറ്ററിന് അത് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട് എന്നൊരു പ്രിസംപ്ഷൻ ഔട്ട്സൈഡറിന് എടുക്കാം. അയാൾക്ക് അതോറിറ്റി ഇല്ലായിരുന്നു, കോമൺ സീൽ വെക്കാനുള്ള അതോറിറ്റി ഇല്ലായിരുന്നു. ഇതൊക്കെ ഇൻറ്റേർണൽ അഫയേഴ്സിലുള്ളൊരു സംഭവമാണ്. ഇൻറ്റേർണൽ കാര്യം ആര് നോക്കേണ്ട ആവശ്യമില്ല, ആര് എൻക്വയറി നടത്തേണ്ട ആവശ്യമില്ല, ഔട്ട്സൈഡർ നടത്തേണ്ട ആവശ്യമില്ല. വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ്? പീറ്റർ കൊടുത്തത് ആ പൈസ പീറ്റർ ആ പറയുന്ന സംഭവം മേടിച്ചു, രൂപേഷിന് കോമൺ സീൽ വെക്കാതെയാണ് കൊടുത്തത്, കമ്പനി സീൽ വെക്കാതെയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ്? അതാണ് ചോദിക്കുന്നത്. നൗ പറയുന്നുണ്ട് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ രൂപേഷ് ഇൻ കേസ് നോ റെസിപ്റ്റ് ഇസ് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ പീറ്റർ. അത് നോക്കാം ക്ലിയർ ആയിട്ട്. ആ ഒരു നല്ലൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റൻ ആണ്. എക്സെപ്ഷൻസ് ടു ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, സസ്പെക്ഷൻ ഓഫ് ഇറഗുലാരിറ്റി ഈസ് എൻ എക്സെപ്ഷൻ ടു ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒന്ന് എഫേർട്ട് എടുക്കുവായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയേനെ. ഇഫ് യു ഹാഡ് ടേക്കൺ എൻ എഫേർട്ട് ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ഫൈൻഡ് ഔട്ട്. അതായത് കമ്പനി സീലല്ല, കമ്പനി ആ റെസിപ്റ്റ് തന്നപ്പോൾ കമ്പനി സീൽ അവിടെ വെച്ചിട്ടില്ല. സോ സസ്പെക്ഷൻ ഓഫ് എന്തോ ഒരു ഇറഗുലാരിറ്റി അവിടെ ഉണ്ടെന്ന് ഔട്ട്സൈഡറിന് വേണം എന്നുണ്ടെങ്കിൽ ഊഹിച്ചെടുക്കാമായിരുന്നു. സോ ദ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ management in no way rewards those behave negligently. So negligence കാണിക്കുന്ന കേസിൽ ഒരിക്കലും ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് വരില്ല. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡറിന് പ്രൊട്ടക്ഷൻ കിട്ടും, കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല. ഞാൻ പുതിയതായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കാൻ ഒരു ടിപ്പ് പറയാറുണ്ടായിരുന്നു. ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്ട് നോട്ടീസ് ആൽഫബറ്റ് C, സോ കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡറിന് പ്രൊട്ടക്ഷൻ കിട്ടും, കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല. സോ ഒരെണ്ണം ഓർത്താൽ മതി, കൺസ്ട്രക്ട് നോട്ടീസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡോർ മാനേജ്മെൻറ്റ്. സോ ഈ പറയുന്നതിനകത്ത് സസ്പെക്ഷൻ ഓഫ് ഇറഗുലാരിറ്റി, ഔട്ട്സൈഡർ ഒരു നെഗ്ലിജൻസ് കാണിച്ചു, അപ്പോൾ ആർക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല, ഔട്ട്സൈഡറിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. സോ ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ ഔട്ട്സൈഡർ ടു മേക്ക് നെസസറി ഇൻക്വയറി ഇഫ് ദ ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ കോമൺ സീലൊക്കെ വെക്കാതെയാണ് തന്നത്, അപ്പോൾ അയാൾക്കൊരു എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കാമായിരുന്നു. ഇഫ് എ റെസിപ്റ്റ് അണ്ടർ ദ കമ്പനി സീൽ വാസ് നോട്ട് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ പീറ്റർ ആഫ്റ്റർ റിസീവിംഗ് ദ പേയ്മെന്റ്, മിസ്റ്റർ രൂപേഷ് is liable to pay the said amount as this will be deemed to be a negligence on the part of Mr.
Mr. Rupesh, and it was his duty to make the necessary enquiry and check whether Mr. Peter was eligible to take the payment. അപ്പോൾ കോമൺ സീൽ വെക്കാതെയാണ് തരുന്നതെങ്കിൽ ആ പറയുന്ന ഒരു എഫേർട്ട് എടുക്കണമായിരുന്നു, ഔട്ട്സൈഡർ എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കണമായിരുന്നു, എൻക്വയറി നടത്തണമായിരുന്നു വെദർ ഹി വാസ് എലിജിബിൾ, അയാൾക്ക് അതോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ പേയ്മെൻ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് കേസിൽ രൂപേഷ് ലയബിൾ ഒന്നും ആകില്ല, കമ്പനി സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കമ്പനിക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡ് കേസിൽ പീറ്റർ കോമൺ സീൽ വെക്കാതെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ യെസ്, ആ പറയുന്ന പൈസ ആര് കൊടുക്കേണ്ടി വരും? രൂപേഷ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. One of the exceptions of doctrine of indoor management. See, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ട്രൈൻ ഓഫ് അൾട്രാവൈസ് ആണ്. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ. ഫോർജറിയെ ബേസ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈവൻ ദോ ഐ എം ഡിസ്കസിങ് ദ മോക്ക്, ഐ എം ടെല്ലിങ് യു ഇത് നെഗ്ലിജൻസിനെ ബേസ് ചെയ്ത് വന്നതാണ്. ഫോർജറി ഈസ് ഓൾസോ വൺ അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇഫ് യു വോണ്ട് യു ക്യാൻ ഗോ ത്രൂ ദ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. Going for the next one. Doubt ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതണം. If you have any doubt, please write it in the chat box. Next one. Pioneer and Company is registered as a partnership firm in 2018 with Tom, John and Sam as partners dealing in sale and purchase of electronic gadgets. So Pioneer and Company partnership firm ആയിട്ട് registered ആയിരുന്നു. These were the partners, Tom, John and Sam as partners. Sale and purchase of electronic gadgets. In April 2020, Tom dies. Now only John and Sam continue the firm and the same business with the same firm name, Pioneer and Company. ഒരേ പേരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. In the month of December 2020, firm felt the need of expansion of the business and sharing the burden of expenditure and investment. So December 2020 ഫേമിന് തോന്നി എക്സ്പാൻഷൻ നടത്തണം, എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഷെയർ ചെയ്യണം. ദേ തോട്ട് ഓഫ് ഹയറിംഗ് എ ന്യൂ പാർട്ട്ണർ വിത്ത് എ മ്യൂച്വൽ കൺസെൻറ്റ് വിത്ത് ഈച്ച് അതർ. സോ പുതിയ പാർട്ട്ണറിനെ അവർ ഹയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, അതായത് JAN'25. Hence in December 2020, the firm took a new partner, Don, in the firm Pioneer and Company. പുതിയ ആളെ എടുക്കുന്നു. The firm has supplied large amount of material to one of the clients, Mr. Khan. So third party പിക്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഫേം ഒരു ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മിസ്റ്റർ ഖാൻ ഓൾറെഡി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് റെഗുലർ റിമൈൻഡർ, ഖാൻ ഫെയിൽ ടു പേ ദ ഡെറ്റ്സ് ഡ്യൂ ടു ദ ഫേം. റെഗുലർ റിമൈൻഡർ കൊടുത്തിട്ടും തേർഡ് പാർട്ടി പൈസ ഫേമിന് കൊടുത്ത് തീർത്തിട്ടില്ല. ഇൻ January 2021, firm filed a case against Khan in the name and on behalf of Pioneer and Company. സോ പയർ ആൻഡ് കമ്പനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുവാണ്, ഒരു കേസ് ഫയൽ ചെയ്യാണ് വിത്തൗട്ട് എ ഫ്രഷ് രജിസ്ട്രേഷൻ. അതായത് പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഫ്രഷ് രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല. വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ഡിസ്കസ് ഇഫ് ദ സ്യൂട്ട് ഫയൽ ബൈ ദ ഫേം ഇസ് മെയിൻറ്റൈനബിൾ. ഇങ്ങനെ ഫയൽ ചെയ്യുന്ന സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണോ അല്ലയോ എന്നാണ്. അഗൈൻ ഐ ഹവ് ടോൾഡ് ദിസ് പാർട്ട് ആസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Non-registration of partnership give rise to a number of disabilities. So registration of firm compulsory ഒന്നുമല്ല, കുറേ കോൺസിക്വൻസസും ഡിസബിലിറ്റീസും ഒക്കെ വന്നേക്കാം. ഫോളോയിങ് ആയ ദ കോൺസിക്വൻസസ്, ഒരിക്കലും ഫേമിന് തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കി കോ പാർട്ട്നേഴ്സിനും അങ്ങനെ തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ടൊന്നും ഫയൽ ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 1. റിലേറ്റഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ തേർഡ് പാർട്ടിക്ക് നമുക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ചെയ്യാം. അടുത്തത്, ഒരു തരത്തിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഓൾറെഡി നമുക്ക് ക്ലെയിം തരാൻ വേണ്ടി കിടപ്പുണ്ട്, നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി പൈസ കൊടുത്ത് തീർത്താൽ മതിയോ? അങ്ങനെ സെറ്റിംഗ് ഓഫ് ഓപ്ഷൻ ഇല്ല, ബിക്കോസ് എ ഫേം ഇസ് അൺരജിസ്റ്റേർഡ്. തേർഡ് വൺ, എഗ്രീവ്ഡ് പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പാർട്ട്ണറിന് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല. അൺരജിസ്റ്റേർഡ് ഫേമിന് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. തേർഡ് പാർട്ടിക്ക് ഫേമിനെതിരെ വേണമെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം, ഈവൻ ഇഫ് ദ ഫേം ഇസ് അൺരജിസ്റ്റേർഡ്. സോ 4 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് അനാലിസിസ് കൊടുത്തിട്ട് പറയാണ്, സിൻസ് എ ഫ്രഷ് രജിസ്ട്രേഷൻ ഹാസ് നോട്ട് ബീൻ ടേക്കൺ വിച്ച് ഇസ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ പാർട്ട്ണർ, ദ ഫേം പയനിയർ ആൻഡ് കമ്പനി വിൽ ബി കൺസിഡർഡ് ആസ് എൻ അൺരജിസ്റ്റേർഡ് ഫേം. ഹെൻസ് എ നോൺ രജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ കേസ് അഗേൻസ്റ്റ് എ തേർഡ് പാർട്ടി. ഹെൻസ് എ ഫേം പയനിയർ ആൻഡ് കമ്പനി കനോട്ട് സ്യൂ ദ ഖാൻ. സോ പുതിയൊരു പാർട്ട്ണറിനെ, പഴയ ഒരു പാർട്ട്ണറെ തട്ടിപ്പോയി, പുതിയൊരു പാർട്ട്ണർ വന്നു, ഫ്രഷ് രജിസ്ട്രേഷൻ അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ പാർട്ട്നേഴ്സിനോട് കൂടിയിട്ട് തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? തേർഡ് പാർട്ടിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ കോൺസിക്വൻസസ്. ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഇഫ് യു ഹവ് റിട്ടൺ ഫോർ ടുഡേയ്സ് എക്സാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര റിലേറ്റഡ് ആയിട്ടൊരു സംഭവം വരാറുണ്ട്. അതായത് സ്യൂട്ട് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്യൂട്ട് വിഡ്രോ ചെയ്യുക, ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തുക, എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്യണോ? സ്യൂട്ട് ഫയൽ ചെയ്യാം. സോ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ചെയ്യാം. സോ ദാറ്റ് പോയിന്റ് ഐ ഡോണ്ട് നോ ഇഫ് യു ഹവ് റിട്ടൺ ഫോർ ദി എക്സാം. ഇഫ് യു ഹവ് റിട്ടൺ, ദാറ്റ് ഇസ് കറക്റ്റ് ഓൺലി. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ?
This part is also clear. Non-registration base ചെയ്തിട്ടാണ് അടുത്തത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെബി RBI IBBI ജൂൺ 2024 വന്നൊരു ക്വസ്റ്റൻ തന്നെയാണ്. ബട്ട് അഗെയിൻ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണം, ഈ രണ്ട് ഭാഗം കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, ഹയർ ചാൻസസ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചെറിയ ഷോർട്ട് നോട്ട് യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് സെബിനെ പറ്റിയിട്ട് വെരി ഒരു എല്ലാം 2 മാർക്സ് വെച്ചിട്ടല്ലേ പോവുക. സോ വെരി സ്മോൾ നോട്ട്സ് പോയച്ചാൽ മതി. സെക്യൂരിറ്റീസ് കമോഡിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് അത് ഓൺ ചെയ്യുന്നത്. 1988 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻ കേസ് ഇഫ് യു ഫൊഗോട്ടൺ ദ ഡേറ്റ് ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് റൈറ്റ് ദ ഇയർ. ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് അതിന് കിട്ടിയത് 1992. ഇഫ് യു ഹാവ് ഫൊഗോട്ടൺ ദ ഡേറ്റ് ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് മെൻഷൻ ദ ഇയർ. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് റൈറ്റ് 3 to 4 points. ദാറ്റ്സ് ഇറ്റ്. റിസർവ് ബാങ്ക് 3 points എഴുതിയാലും മതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ആണ്. റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ ഇന്ത്യൻ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ റെഗുലേഷൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് RBI ആണ്. ഈ പറയുന്ന പോയിന്റ്സ് വന്നാൽ തന്നെ ഇറ്റ്സ് ഡൺ. മോർ ദൻ ഇനഫ്, നോ പ്രോബ്ലം. ഐ ഹോപ്പ് യു ഹവ് റിട്ടൺ. ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഓൾസോ മാനേജസ് കൺട്രീസ് മെയിൻ പേയ്മെന്റ് സിസ്റ്റം ആൻഡ് വർക്ക്സ് ടു പ്രൊമോട്ട് ദ എക്കണോമിക് ഡെവലപ്മെന്റ്. കൺട്രിയുടെ മെയിൻ പേയ്മെന്റ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതും RBI ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇന്ത്യ കീ വേർഡ്സ് വന്നിട്ടുണ്ടാവണം. ഇന്ത്യ സെൻട്രൽ ബാങ്ക്, റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഓൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. കൺട്രോളിംഗ്, ഇഷ്യൂയിങ്, മെയിൻറ്റെയിനിങ് സപ്ലൈ ഓഫ് ഇന്ത്യൻ റുപ്പി, അതുപോലെ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെന്റ് സിസ്റ്റം. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വന്നിരിക്കണം. 3 points മാക്സ്, 2 marks അല്ലേ ഉള്ളൂ. Insolvency and Bankruptcy Board of India IBBI established in 2016. Statutory powers Insolvency Bankruptcy Code IBC code വഴിയാണ് കിട്ടുന്നത്. It is a regulator for overseeing insolvency proceedings. ഒരു ഇൻസോൾവൻസി ഇൻസോൾവെൻ്റ് ആകുമ്പോൾ അതിന് പ്രൊസീഡിങ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇവരാണ്. ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് കവേർഡ് ആയിട്ട് വരിക? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ടാകാം, IP ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ടാകാം, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഉണ്ടാകാം. ആരുടെയൊക്കെ ഇൻസോൾവൻസിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ, കമ്പനി, LLP, പാർട്ട്ണർഷിപ്പ്. ഈ പറയുന്ന കോഡ് ഇറ്റ് ഇസ് ഫോർ ദ റെസൊല്യൂഷൻ പ്രോസസ് ഓഫ് സ്ട്രെസ് അസറ്റ്സ് ഇൻ ദ കൺട്രി. മോർ ദൻ ഇനഫ്. അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രോസസ്സ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഈ ബോർഡ് വന്നത്. റൈറ്റ് ഓൺലി 3 points. ആരെയൊക്കെ കവർ ചെയ്തു എന്നുള്ള പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. യു ക്യാൻ റൈറ്റ് സ്പെസിഫിക്കലി റൈറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഇതിനകത്ത് ഏതൊക്കെ എൻറ്റിറ്റീസ് വരുന്നുണ്ട്, ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തു. മോർ ദൻ ഇനഫ് 3 points, യു ഗെറ്റ് ഫുൾ മാർക്സ്. ഇറ്റ്സ് ഓൺലി 2 mark ക്വസ്റ്റ്യൻ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. ക്ലിയർ അല്ലേ? Going for the next one. Hari bought 750 kg chia seeds from Ajit for 1,25,000 on 3 months credit. For this purpose, Hari issued a promissory note to Ajit on the same date payable after 2 months. So 750 kg chia seeds കൊണ്ടുവന്നു, അജിത്തിൻ്റെ അടുത്തുനിന്ന് 1,25,000 ആണ് 3 months ക്രെഡിറ്റിലാണ് കൊടുത്തത്. ഫോർ ദിസ് പർപ്പസ് ഹരി എന്ത് ഇഷ്യൂ ചെയ്തു? പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്തു അജിത്തിന്. സെയിം ഡേറ്റിലാണ് പേയബിൾ ആഫ്റ്റർ 2 months. ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ദ പ്രോമിസറി നോട്ട് വാസ് ഡിസോണർഡ്. പ്രോമിസറി നോട്ട് എന്തായിപ്പോയി? ഡിസോണേർഡ് ആയിപ്പോയി. അജിത് ഫയൽഡ് എ സ്യൂട്ട് ഫോർ ദ റിക്കവറി ഓഫ് ദ എമൗണ്ട്. ആ പറയുന്ന പ്രോമിസറി നോട്ടിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്ത് വേണം. ഐ പ്രോമിസ് ടു പേ, ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? പ്രോമിസറി നോട്ടിൻ്റെ പൈസ റിക്കവർ ചെയ്യുന്ന സംഭവം പ്ലസ് ഫീസ് ഓഫ് ദ അഡ്വക്കേറ്റ് പെയ്ഡ് ബൈ ഹിം. സോ അഡ്വക്കേറ്റിന് ഫീസ്, ലീഗൽ ഫീസ് പേ ചെയ്തിട്ടുണ്ടാകും. സോ ആ പറയുന്നതിൻ്റെയും കൂടെ പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, വാട്ട് എമൗണ്ട് കുഡ് ബി റിക്കവേർഡ് ബൈ അജിത് ഫ്രം ഹരി. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പം മറ്റേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഏരിയ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കോമ്പൻസേഷൻ്റെ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ ഏരിയ. According to section 117 of the Negotiable Instruments Act, the compensation payable in case of dishonor of promissory note, bills of exchange check by any party liable to the holder or any endorsee shall be determined by the following rules. അതായത് സെക്ഷൻ 117 ഓഫ് NI ആക്ട് പ്രകാരം പ്രോമിസറി നോട്ടോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ ഒക്കെ ഡിസോണർഡ് ആയി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന രീതിയിലായിരിക്കും കോമ്പൻസേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെയാണ്? നമ്പർ 1, ദ ഹോൾഡർ ഇസ് എൻടൈറ്റിൽഡ് ടു ദ എമൗണ്ട് ഡ്യൂ അപ്പോൺ ദ ഇൻസ്ട്രുമെന്റ്. എത്ര പൈസയാണോ ഇൻസ്ട്രുമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ പൈസ റിക്കവർ ചെയ്തെടുക്കാം. ടുഗെദർ വിത്ത് ദ എക്സ്പെൻസസ് പ്രോപ്പർലി ഇൻകേർഡ് ഇൻ പ്രസൻറ്റിംഗ്, നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് ഇറ്റ്. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്
പ്രസൻറ്റ് ചെയ്യാനായിട്ടും നോട്ട് ചെയ്യാനായിട്ട് നോട്ടറി നോട്ട് ചെയ്യൂലേ. സോ നോട്ടിങ് പ്രൊട്ടസ്റ്റിംഗ് അത് വന്ന എക്സ്പെൻസ് അതും റിക്കവർ ചെയ്യാം. സോ വാട്ട് എവർ എമൗണ്ട് ഇസ് മെൻഷൻ ഇൻ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അതും റിക്കവർ ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് വാട്ട് എവർ എക്സ്പെൻസസ് ഇസ് ഇൻകേർഡ് ഫോർ നോട്ടിങ് പ്രൊട്ടസ്റ്റിംഗ് പ്രസൻറ്റിംഗ് ആ പറയുന്ന പൈസയെല്ലാം റിക്കവർ ചെയ്തെടുക്കാം. സെക്കൻഡ് തിങ്, വെൻ ദ പേഴ്സൺ ചാർജ് റിസൈഡ്സ് അറ്റ് എ ഡിഫറെൻറ്റ് പ്ലേസ് ഫ്രം അറ്റ് വിച്ച് ദ ഇൻസ്ട്രുമെന്റ് വാസ് പേയബിൾ. സോ പേഴ്സൺ ചാർജ് അതായത് ഹൂഎവർ വാസ് സപ്പോസ് ടു മേക്ക് ദ പേയ്മെന്റ് പുള്ളിക്കാരനൊരു ഡിഫറെൻറ്റ് പ്ലേസിലാണ് റിസൈഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇൻസ്ട്രുമെന്റ് പേയബിൾ ആകുന്നത് ഡിഫറെൻ്റ് ആണ്. ദ ഹോൾഡർ ഇസ് എൻറ്റൈറ്റിൽ ടു റിസീവ് സച്ച് സം അറ്റ് ദ കറന്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു പ്ലേസസ്. രണ്ടാൾക്കാരും രണ്ട് സ്ഥലത്താണ്. സോ കറന്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എത്രയാണോ ഇപ്പോഴത്തെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് പൈസ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ ക്ലെയിം ചെയ്തെടുക്കുക. ആൻഡ് എൻഡോസർ ഹൂ ബീങ് ലയബിൾ ഹാസ് മെയ്ഡ് ദ എമൗണ്ട് ഡ്യൂ ഓൺ ദ സെയിം. അതായത് ഇപ്പോൾ ഒരു എൻഡോസർ ആ പൈസ കൊടുത്തു തീർത്തു എന്ന് വിചാരിക്കുക. ആൻഡ് എൻഡോസർ ഹൂ ബീങ് ലയബിൾ ഹാസ് പെയ്ഡ് ദ എമൗണ്ട് ഡ്യൂ ഓൺ ദ സെയിം ഇസ് എൻറ്റൈറ്റിൽഡ് ടു ദ എമൗണ്ട് സോ പെയ്ഡ് വിത്ത് എൻ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% per annum from the date of payment until the tender or realization thereof together with all expenses caused by the dishonour and payment. Dishonour കാരണം ആ പേയ്മെൻറ്റ് നടക്കാത്തത് കാരണം ഡിസോണർ വന്നു. എക്സ്പെൻസസ് എന്തൊക്കെ വന്നാലും വാട്ട് എവർ ഇസ് ബീൻ പെയ്ഡ് ബൈ ദ എൻഡോസർ ഹി ക്യാൻ ക്ലെയിം ഇറ്റ് along with an interest at the rate of 18% per annum. So ABC, this is how you can claim compensation under 170. So on the basis of the above provision of law and facts, Ajit has a right to claim the price of chia seeds plus the fees of the advocate at the rate of 18% per annum from the date of payment until tender realization thereof. അത് കിട്ടുന്നിടം വരെ 18% per annum ഇൻട്രസ്റ്റും കൂടെ വരുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ യു ക്യാൻ ഗെറ്റ് ദ കോമ്പൻസേഷൻ. റൈറ്റ് ഓൾ ദ പ്രൊവിഷൻസ് മെൻഷൻ അണ്ടർ 117. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. I hope it's clear. ഇത് ഓർ ക്വസ്റ്റൻ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഹാഡ് അറ്റംപ്റ്റഡ് ദാറ്റ് ക്വസ്റ്റൻ ഓർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ. സോ ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ. എക്സാമിനേഷന് NIയും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അങ്ങനെ ആവണം എന്നല്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു വി ഹാവ് ക്ലബ്ഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ഓൾ ദീസ് ക്വസ്റ്റൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോഴും ഇറ്റ് വിൽ ബി ഈസി നോ. അതുകൊണ്ടാണ്. അടുത്തത്, Mrs. Singhania entered into a contract with Mr. Sonu to sing in the hotel for 6 weeks. ഇതൊരു കുറച്ച് ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ആണ്. സിംഗാനിയ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. മിസ്റ്റർ സോനു ആയിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. ടു സിങ് ഇൻ ഹിസ് ഹോട്ടൽ ഫോർ 6 weeks. 6 weeks വന്നിട്ട് ഹോട്ടലിൽ പാടിക്കോളാം ഫോർ എവറി സാറ്റർഡേ ആൻഡ് സൺഡേ. സോ 6 ആഴ്ച വന്ന് പാട്ട് പാടും ഓൺ സാറ്റർഡേസ് ആൻഡ് സൺഡേസ്. മിസ്റ്റർ സിംഗാനിയ പ്രോമിസ് ടു പേ. ഇതിന് പകരമായിട്ട് സിംഗാനിയ എന്ത് പറഞ്ഞു? 20,000 ഫോർ എവറി പെർഫോമൻസ്. ഓരോ തവണ വന്ന് നീ പെർഫോം ചെയ്യാൻ നേരത്തെ ഞാൻ നിനക്ക് 20,000 തരാം. മിസ്റ്റർ സോനു പെർഫോം for 2 weeks. 6 weeksലേക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. 2 weeks മാത്രമേ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ബ്രീച്ച് നടക്കുകയാണ്. ബട്ട് ഓൺ ദ തേർഡ് വീക്ക് ഹിസ് ഹെൽത്ത് കണ്ടീഷൻ വാസ് വെരി ബാഡ്. സോ ഹി ഡിഡ് നോട്ട് കം ടു സിംഗ്. മിസ്റ്റർ സിംഗാനിയ ടെർമിനേറ്റഡ് ദ കോൺട്രാക്ട്. സോ സെക്കൻഡ് വീക്ക് കഴിഞ്ഞു, അയാളുടെ ഹെൽത്ത് വളരെ മോശമായി. തേർഡ് വീക്ക് തൊട്ട് അയാൾ വരുന്നില്ല. സിംഗാനി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. സ്റ്റേറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ക്യാൻ മിസ്റ്റർ സിംഗാനിയ ടെർമിനേറ്റ് ദ കോൺട്രാക്ട് വിത്ത് മിസ്റ്റർ സോനു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സിംഗാനിയയ്ക്ക് സോനു ആയിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, വാട്ട് വുഡ് ബി യുവർ ആൻസർ? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ ഇൻ കേസ് മിസ്റ്റർ സോനു ടേൺസ് അപ്പ് ഇൻ ദ 4th week ആൻഡ് മിസ്റ്റർ സിംഗാനിയ allows him to perform without saying anything? സോ 2 ആഴ്ച കഴിഞ്ഞു, കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു പോയി. 4ാമത്തെ ആഴ്ച സോനു തിരിച്ചു വരുന്നു. സിംഗാനിയ ഒരു കുഴപ്പവും പറയുന്നില്ല. അങ്ങനെ ഒന്നും പറയാതെ തന്നെ അലൗ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി എന്ത്? The third one, what would be your answer in case Mr. Sonu sends Mr. Mika on his place in the 3rd week? അപ്പോൾ മിസ്റ്റർ സോനുവിന് 2nd വീക്ക് കഴിഞ്ഞ് ഹെൽത്ത് കണ്ടീഷൻ കാരണം വരാൻ പറ്റുന്നില്ല. സോ 3rd വീക്ക് തൊട്ട് മിസ്റ്റർ മിക്ക എന്ന് പറയുന്ന ഒരാളെ വിടുന്നു. ആൻഡ് മിസ്റ്റർ സിംഗാനിയ allows him to perform without saying anything. സോ മിസ്റ്റർ മിക്ക വന്നപ്പോഴും ഒന്നും പറയാതെ തന്നെ മിസ്റ്റർ സിംഗാനിയ allow ചെയ്യുന്നു. സോ എന്താണ് ഈ പറഞ്ഞ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി? സോ ഫസ്റ്റ് കേസിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. സോ ഫസ്റ്റ് യു വിൽ റൈറ്റ് റിഗാർഡിംഗ് സെക്ഷൻ 40. According to section 40 of the Indian Contract Act, if it appears in nature of the case that it was the intention of the party to any contract that any promise contained it should be performed by the promiser himself. അതായത് പേഴ്സണൽ സ്കില്ലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രോമിസർ തന്നെ ശരിക്കും പെർഫോം ചെയ്യണം എന്നാണ്. ദാറ്റ് എനി പ്രോമിസ് കണ്ടെയ്ൻ ഇറ്റ് ഷാൽ ബി പെർഫോം only by the promiser. Such promise must be performed by the promiser. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ പറയാം. സ്കില്ല് ഡെലിജൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ പ്രോമിസർ തന്നെ പെർഫോം ചെയ്യണം. സ്കില്ലൊന്നും ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ലീഗൽ
റെപ്രസെൻറ്റേറ്റീവ് പെർഫോം ചെയ്താൽ മതി. ഇവിടെ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ സ്കിൽ ഇൻവോൾവ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ശരിക്കും പ്രോമിസർ തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത്. Section 41 provides that when a promisee accepts performance of the promise from a third person, he cannot afterwards enforce it against the promiser. So ഇതേപോലെ തന്നെ 41 എടുത്തു പറയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. ശരിക്കും പ്രോമിസർ പെർഫോം ചെയ്യേണ്ട ഒരു സംഭവം പ്രോമിസർ തന്നെ പെർഫോം ചെയ്യണം. പാട്ട് പാടുക പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആണ്. പടം വരയ്ക്കുക, ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്ന ബേസിക്കലി പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും പ്രോമിസർ തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത്. ഒരു തേർഡ് പാർട്ടിയെ അവിടെ വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല. പക്ഷേ സെക്ഷൻ 41 പറയാണ്, എങ്ങാനും പ്രോമിസി അക്സെപ്റ്റ് ചെയ്തു പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തു നിന്ന്, വീണ്ടും അത് പ്രോമിസറിൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റും, നീ എനിക്ക് ഡാമേജ് തരണം, നീ അല്ലല്ലോ പെർഫോം ചെയ്തത്, തേർഡ് പേഴ്സൺ അല്ലേ, അങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 41 പറയുന്നുണ്ട്. സോ യു വിൽ ഹാവ് ടു കോട്ട് സെക്ഷൻ 40 ആൻഡ് സെക്ഷൻ 41. സോ ഫസ്റ്റ് കേസിൽ സെക്കൻഡ് വീക്ക് കഴിഞ്ഞു, ഹെൽത്ത് കണ്ടീഷൻ മോശമായി, മിസ്റ്റർ സോനു വരുന്നില്ല. ആ കേസിൽ സിംഗാനിക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. Yes, as Mr. Sonu could not perform as per the contract, Mr. Singhania can terminate the contract. നമ്മുടെ ലീഗൽ ലാംഗ്വേജ് എഴുതുവാണെങ്കിൽ we can write Mr. Singhania can't repudiate the contract. സെക്കൻഡ് കേസിൽ മറ്റേ ഫോർത്ത് വീക്കിൽ അയാൾ തിരിച്ചു വരുന്നു, സിംഗാനിയ ഒന്നും മിണ്ടുന്നില്ല. ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ സിംഗാനിയ allowed Mr. Sonu to perform in the fourth week without saying anything. Mr. Singhania had given his assent to continue the contract, cannot terminate the contract, but he can claim for damages. ഇനി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷേ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാം. തേർഡ് കേസിൽ സോനു അല്ല വരുന്നത്, തേർഡ് വീക്ക് തൊട്ട് വേറൊരാൾ, അത് തേർഡ് പേഴ്സണാണ് വരുന്നത്. ഇൻ ദിസ് കേസ് സിംഗാനിയ അലൗസ് മിസ്റ്റർ മിക്ക ടു പെർഫോം ഇൻ ദ തേർഡ് വീക്ക് വിത്തൗട്ട് സെയിങ് എനിത്തിങ്. സിംഗാനിയ ഹാഡ് ഗിവൺ എസ് assent for the performance by a third party. സിംഗാനിക്ക് ടെർമിനേറ്റും ചെയ്യാൻ പറ്റില്ല, ഡാമേജും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് കേസിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് കേസിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡാമേജ് ക്ലെയിം ചെയ്തെടുക്കാം. തേർഡ് കേസിൽ ടെർമിനേറ്റും ചെയ്യാൻ പറ്റില്ല, ഡാമേജും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 41 ആണ് തേർഡ് കേസിൽ ആപ്ലിക്കബിൾ ആവുന്നത്. ക്ലിയർ അല്ലേ? സോ the one who makes an offer to whom the offer is made, അങ്ങനെ നോക്കിയാൽ മതി. സൈലേഷ്, ആരാണോ ഓഫർ കൊടുക്കുന്നത്, ഓഫറർ ആർക്കാണോ ഓഫർ കൊടുക്കുന്നത്, ആ ഒരു കണ്ടെക്സ്റ്റിലാണ് യു വിൽ അണ്ടർസ്റ്റാൻഡ് പ്രോമിസർ പ്രോമിസി. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഓർത്തോണം, ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. പ്രോമിസർ ആരാണ്, പ്രോമിസി ആരാണ്. സോ അല്ലെ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചിട്ട് നമ്മുടെ കുറേ ടൈം പോകും. സോ യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. Okay, especially for Indian Contract Act. Other acts, I don't think that is a problem. Only for Indian Contract Act, I have seen students having doubts. Our question important aane. That question is very important. Going for the next one. Mr. Manu is one of the 4 partners in Measures Supreme Enterprises. Mr. Manu oru partner മാത്രമാണ്. He owes a sum of 9 crore to his friend Mr. Zayan, which he is unable to pay on the due time. So 9 crore ഫ്രണ്ടിന് സയാമിന് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഡ്യൂ ഡേറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റുന്നില്ല. He is already liable to pay. So he wants to sell his shares in the firm to Mr. Zayan for settling the amount. So അയാളുടെ ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഷെയർ അയാൾക്ക് വിൽക്കാൻ വേണ്ടി അയാൾ പോവുകയാണ്. In the light of the above provisions of the Indian Partnership Act, discuss each of the following. Very important rights of a transferee. Section 29, lot of time they have asked this question. Can Mr. Manu validly transfer his interest in the firm by way of sale? ഒരു പാർട്ട്ണറിന് അയാളുടെ ഷെയർ സെയിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? സെക്കൻഡ് പാർട്ട്, വാട്ട് വുഡ് ബി ദ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി? അതായത് ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമല്ലോ, ആരാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേര് ട്രാൻസ്ഫറർ, ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് അയാളെ വിളിക്കുന്ന പേര് ട്രാൻസ്ഫറി. ഇവിടെ പൈസ കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന സയാനാണ്. സോ സയാൻ ഇസ് ബേസിക്കലി കോൾഡ് ദ ട്രാൻസ്ഫറി, ഷെയർ കൊടുക്കുന്ന ആളാണ് ട്രാൻസ്ഫറർ. സോ വാട്ട് വുഡ് ബി ദ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി? അതായത് ഷെയർ കിട്ടുന്ന സയാൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഇൻ കേസ് മിസ്റ്റർ മനു വോണ്ട്സ് ടു റിട്ടയർ ഫ്രം ദ ഫേം ആഫ്റ്റർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിന് ശേഷം ഒരു 6 monthsനുള്ളിൽ പുള്ളിക്കാരന് റിട്ടയർ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർക്ക് കിട്ടാൻ പോകുന്ന റൈറ്റ് എന്തൊക്കെയാണ്? സോ യു വിൽ ഹാവ് ടു റൈറ്റ് സെക്ഷൻ 29. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഫ്രം യൂണിറ്റ് 2 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. So section 29 pragaram, a transfer by a partner of his interest in the firm, either absolute or by mortgage,
മോർഗേജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സെയിൽ നടത്തുന്നതോ ഡസ് നോട്ട് എൻടൈറ്റിൽ ദ ട്രാൻസ്ഫറി ഡ്യൂറിങ് ദ കണ്ടിന്യൂവൻസ് ഓഫ് ദ ഫേം. എന്ന് പറഞ്ഞാൽ ഫേം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? നമ്പർ 1, ടു ഇൻറ്റർഫെയർ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. എടാ, ഫേം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും ട്രാൻസ്ഫറിക്ക്, അതായത് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആൾക്ക് ബിസിനസ്സിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അക്കൗണ്ട്സ് ചോദിക്കാൻ പറ്റില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ട്രാൻസ്ഫർക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഹി ഈസ് ഓൺലി എൻടൈറ്റിൽ ടു റിസീവ് ദ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ ആൻഡ് ട്രാൻസ്ഫറി ഷാൽ അക്സെപ്റ്റ് ദ അക്കൗണ്ട്സ് ഓഫ് പ്രോഫിറ്റ് എഗ്രി ടു ബൈ ദ പാർട്ട്നേഴ്സ്. ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രം മേടിച്ചെടുക്കാം. ഞാൻ പറയുന്നത് ഫേം പൂട്ടിപ്പോകുന്നില്ല, ആ പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നില്ല. ആ കേസിൽ ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് ആ ട്രാൻസ്ഫറിക്ക് ഹി കനോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ഹി കനോട്ട് ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഹി കനോട്ട് റിക്വയർ ഫോർ ദി അക്കൗണ്ട്സ്. ഒരു രീതിയിൽ അക്കൗണ്ട്സ് ചോദിക്കാൻ പറ്റില്ല, അത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹി കനോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഹീസ് ഓൺലി എൻടൈറ്റിൽ ടു റിസീവ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്. എന്തായിരുന്നു ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ പാർട്ട്ണറിന് കിട്ടേണ്ടിയിരുന്ന പൈസ, ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ ട്രാൻസ്ഫർക്ക് മേടിച്ചെടുക്കാം. വാട്ട് ഇഫ് ദ ഫേം ഇസ് ഗോയിങ് ഫോർ ഡിസൊല്യൂഷൻ, അല്ലെങ്കിൽ ആ പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുവാണെങ്കിൽ ട്രാൻസ്ഫർക്ക് കിട്ടാൻ പോകുന്ന റൈറ്റ് എന്താണ്? സെക്കൻഡ് പാർട്ട്, ഇഫ് ദ ഫേം ഇസ് ഡിസോൾവ്ഡ്. If the firm is dissolved or if the transferring partner ceases to be a partner, the transferee is entitled as against the remaining partner to receive the share of assets of the firm to which the transferring partner is entitled and for the purpose of ascertaining the share to an account as from the date of dissolution. പൂട്ടി പോകുമ്പോൾ എന്താണോ ഷെയർ ഓഫ് അസറ്റ്സ് ആ റിട്ടയറിംഗ് പാർട്ട്ണറിന് കിട്ടേണ്ടതായിട്ടുള്ളത്, വാട്ട് എവർ ഇസ് ഹീസ് എൻടൈറ്റിൽ ടു, റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറിന് എന്തൊക്കെ അസറ്റ്സ് കിട്ടും ആ സെയിം സംഭവം ട്രാൻസ്ഫറിക്കും കിട്ടും. കാരണം ഇപ്പോൾ അയാൾ റിട്ടയർ ചെയ്ത് പോവാൻ, ഇനി അയാൾ പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ആ അസറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അയാൾക്ക് അക്കൗണ്ട്സ് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, നോ പ്രോബ്ലം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവർ എഴുതിയേക്കുക. ഫസ്റ്റ് കേസിൽ യെസ് മിസ്റ്റർ മനു ക്യാൻ വാലിഡ്ലി ട്രാൻസ്ഫർ ദ ഷെയർസ് ഇൻ ദ ഫേം. സോ സെയിൽ വഴി ഒരു ആൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. റിട്ടയർ ചെയ്യുമ്പോൾ എന്തൊക്കെ റൈറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്? ഷെയർ ഓഫ് അസറ്റ്സ് ഓഫ് ദ ഫേം കിട്ടും. ആ ഷെയർ ഓഫ് അസറ്റ്സ് അസർട്ടൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി അക്കൗണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂൻസിൻ്റെ സമയത്ത് കിട്ടൂല, റിട്ടയർമെൻറ്റ് സമയത്ത് മാത്രമേ യു ക്യാൻ ആസ്ക് ഫോർ ദ ഷെയർ ഓഫ് അസറ്റ്സ് ആൻഡ് ആസ്ക് ഫോർ അക്കൗണ്ട്സ്. ഇതൊക്കെ കറക്റ്റായിട്ടാണോ കിട്ടുന്നത് എന്നറിയാൻ വേണ്ടി അക്കൗണ്ട്സ് ചോദിച്ച് അവർക്ക് എൻക്വയറി ചെയ്തെടുക്കാം. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കിട്ടൂല. സോ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. കണ്ടിന്യൂൻസിനെ ബേസ് ചെയ്തിട്ടാണോ റിട്ടയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം? ക്ലിയർ? ഓക്കെ അല്ലേ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂൻസിനെ ബേസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്, റിട്ടയർമെൻറ്റിനെ ബേസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഓർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെയും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം പറഞ്ഞു. ഞാൻ മറ്റേ സെബി, RBI, IBBI വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, ഇത് 4 to 6 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, എന്തിനാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, അതിനെപ്പറ്റി ജസ്റ്റ് വൈ ദിസ് ജുഡീഷ്യൽ സിസ്റ്റം എന്നൊരു ചെറിയ ഇൻട്രോ കൊടുക്കാം. ഫങ്ഷൻസ് ഫോർ റെഗുലേഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആക്ട്. ആക്ടിനകത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, യു വോണ്ട് സം ക്ലാരിറ്റി, യു വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ്റർപ്രിറ്റഡ്, നിങ്ങൾക്ക് ജുഡീഷ്യൽ സിസ്റ്റം വേണം. അതുപോലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അടിയാണ്, ഓർഗനൈസേഷൻസ് തമ്മിൽ അടി, ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ തമ്മിൽ അടി. സോ ഇൻ ഓർഡർ ടു റിസോൾവ് യുവർ ഡിസ്പ്യൂട്ട്സ് യു നീഡ് എ ജുഡീഷ്യൽ സിസ്റ്റം. പ്രൊമോഷൻ ഓഫ് ഫെയർനെസ് among the citizens of the land. In order to have a fair decision making, you need to have a judicial system. So Indian judicial system's structure എങ്ങനെയാണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് is a Supreme Court. It is a apex body. Chief Justice of India is the highest authority. Writ petition നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും അണ്ടർ ആർട്ടിക്കിൾ 32. അണ്ടർ ആർട്ടിക്കിൾ 32-നകത്താണ് നിങ്ങൾക്ക് റിറ്റ് പെറ്റിഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇറ്റ്സ് ബേസിക്. റിറ്റ് പെറ്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫോർമൽ റിക്വസ്റ്റ്. നമ്മൾ സുപ്രീം കോർട്ടിന് കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ്. എനിക്ക് ഹൈക്കോർട്ടിൽ നിന്ന് കിട്ടിയ ഡിസിഷൻസ് ആയിട്ട് ഐ എം നോട്ട് ഹാപ്പി, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, സോ വി ആർ മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ് ടു ദ സുപ്രീം കോർട്ട്, ക്യാൻ യു കൺസിഡർ മൈ സ്യൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമൽ പെറ്റിഷനെ പറയുന്നതാണ്, ഫോർമൽ റിക്വസ്റ്റിനെ പറയുന്നതാണ് റിറ്റ് പെറ്റിഷൻ. സോ റിറ്റ് പെറ്റിഷൻ ഫയൽ ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 32 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. സുപ്രീം കോർട്ടിന് തൊട്ട് താഴെ വരുന്നതാണ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആൻഡ് UT, അതായത് എല്ലാ സ്റ്റേറ്റിനും
യുടിക്കും ഒരു ഹൈക്കോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ചില സ്റ്റേറ്റ്സ് ഹൈക്കോർട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ സീക്ക് റെമഡി അഗെയിൻസ്റ്റ് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഹൈക്കോർട്ട് ബൈ ഫയലിംഗ് എ റിട്ട് പെറ്റിഷൻ. സോ ഹൈക്കോർട്ടിനകത്തും നിങ്ങൾക്ക് റിട്ട് പെറ്റിഷൻ രീതിയിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ വേറെ ഒരു പോയിന്റും കൂടെ നിങ്ങൾക്ക് എഴുതാം, എങ്ങനെയൊക്കെ അവർക്ക് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ. അതായത് സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ ഉണ്ട് അവർക്ക്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പലൈറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. 3 രീതിയിലാണ് ഹൈക്കോർട്ട്സ് പ്രവർത്തിക്കുക. അതായത് നിങ്ങൾക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കേസിൻ്റെ സ്യൂട്ടിൻ്റെ വാല്യൂ ഇതിൽ എക്സീഡ് ചെയ്യുന്നതുകൊണ്ട് യു നീഡ് ടു ഫയൽ ഇറ്റ് ഇൻ ദ ഹൈക്കോർട്ട്. അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ ഡിസിഷൻ ഓഫ് ദ ലോവർ കോർട്ട് യു ക്യാൻ ഗോ ഫയൽ എൻ അപ്പീൽ ഇൻ ദ ഹൈക്കോർട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലോവർ കോർട്സിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള പവറും ഹൈക്കോർട്സിനുണ്ട്. സോ അതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുന്നതല്ല. ഓൾസോ യു ക്യാൻ ആഡ് എല്ലാ സ്റ്റേറ്റിനും യുടിക്കും ഹൈക്കോർട്ട്സ് ഉണ്ടായിരിക്കണം. ചില സ്റ്റേറ്റുകൾ മാത്രം ഹൈക്കോർട്ടിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസ്ട്രിക്ട് കോർട്ട്. ഹൈക്കോർട്ട് തൊട്ട് താഴെയുള്ളതാണ് ഡിസ്ട്രിക്ട് കോർട്ട്. The court of district judge deals with civil law matters. All civil law matters will be dealt in the district court. Avade sessions court undu which deals with the criminal matters, and it is based on the local limits in which the parties reside or the property under dispute is situated. So district court il poduve povunathu സിവിൽ ലോ മാറ്റേഴ്സും സെഷൻസ് കോർട്സിൽ പൊതുവേ പോകുന്നത് ക്രിമിനൽ മാറ്റേഴ്സുമാണ്. സോ ക്രിമിനൽ മാറ്റേഴ്സ് ഇസ് ബീൻ ഡെൽറ്റ് ഇൻ ദ സെഷൻസ് കോർട്ട് ആൻഡ് ഓൾ സിവിൽ മാറ്റേഴ്സ് വിൽ ബി ഡെൽറ്റ് ഇൻ ദ ഡിസ്ട്രിക്ട് കോർട്ട്. മെട്രോപൊളിറ്റൻ കോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവത്തില്ല. പോപ്പുലേഷൻ സൈസ് കൂടുതലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് മെട്രോപൊളിറ്റൻ കോർട്സ് ഉണ്ടാവുക. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഇൻ മെട്രോപൊളിറ്റൻ സിറ്റി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടുമായിട്ട് ഒരു ഹൈക്കോർട്ടാണ് അതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് മാത്രം മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ നമുക്ക് എന്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം, മെട്രോപൊളിറ്റൻ കോർട്സ് സെറ്റപ്പ് ചെയ്തെടുക്കാം. സോ ഏറ്റവും അപ്പെക്സ് ബോഡി, ഏറ്റവും ദ ടോപ്പ് ബോഡി ദ സുപ്രീം കോർട്ടാണ്, അതിനുശേഷം ഹൈക്കോർട്ടാണ്, അതിനുശേഷം ഡിസ്ട്രിക്ട് കോർട്ടാണ്. പിന്നെ മെട്രോപൊളിറ്റൻ കോർട്സ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഹൈക്കോർട്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ അല്ലേ? റിട്ട് പെറ്റിഷൻ ഒക്കെ എഴുതുന്നത് ഇംപ്രസീവ് ആണ്. റൈറ്റ് ദോസ് ലീഗൽ വേർഡ്സ്. സുപ്രീം കോർട്ട് ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ആയിക്കോട്ടെ, write all those key words or the legal words. Okay le? ഓക്കെ, നൗ ഇതിൻ്റെ ഒരു സജസ്റ്റഡ് ആൻസറിനകത്ത് ചില സെക്ഷൻസ് ഒന്നും നിങ്ങൾക്ക്, അതായത് സെക്ഷൻ 30 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ക്വസ്റ്റ്യൻ യു മേ നോട്ട് ഫൈൻഡ് ഇൻ യുവർ വർക്ക് ബുക്ക് ഓർ ഇൻ യുവർ study material, but this question was asked by ICA. That's why we have put in the mock exam. So just go through the section 30 adonnu quote cheyanda. It's basically part of your intermediate, but you can write the other points, the main points you can write. So we'll just go through the question. Mr. The important questions are LLP nathu tekkunilla. All questions are important, but I'm telling you this question you might not find in your workbook or anything. Now nammal class solve cheyidittunde. Mr. Manshad is a creditor of Sky Valley LLP. So Mr. Manshad oru creditor aanu Sky Valley LLP ennu parayna LLP ide. He has a claim of 12 lakh against the LLP, but worth of the assets of the LLP are only 1,80,000 ആണ് ഉദ്ദേശിച്ചേക്കണേ, അതോ വെറും 8 lakh ആണോ? Let us assume it is 8 lakh. No, Mr. Manshad wants to, അത് എന്തായാലും കുറവായിട്ടാണ്. സോ 12 lakh ആണ് ടോട്ടൽ. ഇത് 8 lakh ആണ് അവരുടെ അസറ്റ്സ് എന്ന് വിചാരിക്കുക. സോ 12 lakh ഇസ് എ ലയബിലിറ്റി, 8 lakh ഇസ് എ അസറ്റ്, അങ്ങനെ അസ്യൂം ചെയ്യാം. നൗ മിസ്റ്റർ മൻഷാദ് വോണ്ട്സ് ടു മേക്ക് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ LLP പേഴ്സണലി ലയബിൾ ഫോർ ദ ഡെഫിഷ്യൻസി ഓഫ് ദ 4 lakh. സോ 4 lakhന്റെ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിനെ പേഴ്സണലി ലയബിൾ ആക്കണം. ആ കറക്റ്റ്, 8 lakh അവർ ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ ലയബിലിറ്റി ഈസ് 12 lakh, 8 lakh ആണ് ഫേമിന് ആകെയുള്ളൊരു അസറ്റ്. ബാക്കി 4 ലക്ഷം രൂപ കൊടുത്തു തീർക്കാനില്ല. സോ പാർട്ട്നേഴ്സ് പേഴ്സണലി കൊടുക്കണമെന്നാണ് പറയുന്നത്. വെദർ ബൈ വിർച്യൂ ഓഫ് പ്രൊവിഷൻസ് ഓഫ് the LLP Act 2008, Mr. Manshad can claim the deficiency from the partners of Sky Valley LLP. So partners ne liable aaki edukkan patto illiyo ennulla reethiyilana. So you will have to recollect it from your characteristics of LLP or features of an LLP. adine base cheyidittu ningal answer cheyda madi. So under the LLP Act, LLP ഒരു separate legal entity, separate from the partners ആണ്. Liability of the LLP limited to their agreed contribution ആണ്. എത്രയാണോ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ
മാത്രമേ അവർ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇൻ ദിസ് കേസ് the personal assets of the partners cannot be used to satisfy the debts of the LLP. കാരണം പാർട്ട്ണറിൻ്റെ ലയബിലിറ്റി വേറെ, LLPയുടെ ലയബിലിറ്റി വേറെ. However, if a partner has acted in a fraudulent intention or with improper use, then such a partner may be held personally liable. ഒരു fraudulent purpose ഒരു പാർട്ട്ണർ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറിനെ നമുക്ക് പേഴ്സണലി ലയബിൾ ആക്കാം. നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിക്കകത്ത് എപ്പോഴും പറയുന്നതുവാ. സോ ഈ പറയുന്ന കേസിൽ 12 lakh ആണ് ടോട്ടൽ ലയബിലിറ്റി, 8 lakh വർത്ത് അസറ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഡെഫിഷ്യൻസി ഓഫ് 4 lakh ഉണ്ട്. പാർട്ട്നേഴ്സിനെ ലയബിൾ ആക്കാൻ പറ്റുമെന്നാണോ ചോദിക്കുന്നത്? സോ സിൻസ് LLP പ്രൊവൈഡ്സ് LLP പ്രൊട്ടക്ഷൻ, മിസ്റ്റർ മൻഷാദ് കനോട്ട് ഹോൾഡ് ദ പാർട്ട്നേഴ്സ് പേഴ്സണലി ലയബിൾ ഫോർ ദ ഷോർട്ട് ഫോൾ പ്രൊവൈഡഡ് ദർ ഇസ് നോ എവിഡൻസ് ഓഫ് ഫ്രോഡലന്റ് ആക്ടിവിറ്റി ഓർ റോങ്ഫുൾ ആക്ഷൻ. ഫ്രോഡലന്റ് ആക്ടിവിറ്റി നടന്നിട്ടില്ല, റോങ്ഫുൾ ആക്ഷൻ നടന്ന കാര്യം ക്വസ്റ്റിൽ പറയുന്നില്ല. സോ യു ക്യാൻ സേ ദാറ്റ് പാർട്ട്നേഴ്സ് cannot be held personally liable. If the partners conducted the business of the LLP fraudulently in order to defraud the creditors, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിനെ പേഴ്സണലി ലയബിൾ ആക്കാമായിരുന്നു. അല്ലാത്ത രീതിയിൽ ഒരിക്കലും മിസ്റ്റർ മൻഷാദ് cannot claim the 4 lakh deficiency from the partners of Sky Valley LLP. So fraudulent ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ലയബിൾ ആക്കാം. അല്ലാത്ത രീതിയിൽ ഒരിക്കലും പാർട്ട്നേഴ്സിനെ പേഴ്സണലി ലയബിൾ ആക്കാൻ പറ്റില്ല. You have to explain from separate legal entity perspective. If you have not written about fraudulent or the improper use, you can mention that also in your answer. Sections ഒന്നും quote I mean section 30 and all, ignore all that, but write about separate legal entity. That is one of the main feature of LLP എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആൻസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. And you also have to mention about the fraudulent purpose and everything you have to mention. I hope that's clear. ബാക്കിയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റനിൽ ഫ്രോഡലന്റ് പർപ്പസിനോ ഇംപ്രോപ്പർ യൂസ് നടത്തിയെന്നോ ഒക്കെ പറയുമായിരുന്നു എങ്കിൽ അവിടെ പേഴ്സണലി ലയബിൾ ആക്കാമായിരുന്നു. അല്ലാത്ത രീതിയിൽ ഒരിക്കലും പാർട്ട്നേഴ്സിനെ പേഴ്സണലി ലയബിൾ ആക്കാൻ പറ്റില്ല. പാർട്ട്ണറുടെ ലയബിലിറ്റി വേറെ, LLPയുടെ ലയബിലിറ്റി വേറെ. ഓക്കെ, ഗോയിങ് അഹെഡ്. അടുത്തത്, Mr. Kelvin is a principal in McFest SB College. He needs 2,000 packets of brownies to be distributed to the students in his school on the occasion of the Republic Day celebration. For this purpose, he contracted with Vedika Brownie Company. Mr. Kelvin visited the workshop of Vedika Brownie Company and he was very much satisfied with the quality of the brownies. So Mr. Kelvin SB College in the principal ആണ്. 2,000 packets of brownies വേണം Republic Day celebration വേണ്ടിയിട്ട്. Mr. Kelvin എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഓൾറെഡി ഈ വേദിക ബ്രൗണി കമ്പനിയുടെ വർക്ക്ഷോപ്പ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ആയിരുന്നു. ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് ബ്രൗണീസ് ആർ മാനുഫാക്ചർഡ് ഇൻ ദ വർക്ക്ഷോപ്പ്. അവരുടെ വർക്ക്ഷോപ്പിൽ കുറേ ടൈപ്പ് ഓഫ് ബ്രൗണീസ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഹി ഓർഡേർഡ് 2,000 packs of brownies and gave the token money but did not specify the categories of the brownies. ഏത് ബ്രൗണി വേണമെന്ന് പറയുന്നില്ല. അവിടെ കുറേ ബ്രൗണീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. വേദിക ബ്രൗണി കമ്പനി ഡിഡ് നോട്ട് സപ്ലൈ ദ ബ്രൗണീസ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ വേദിക ബ്രൗണി കമ്പനി ബ്രൗണീസ് സപ്ലൈ ചെയ്തിട്ടില്ല. Mr. Kelvin filed the suit against Vedika Brownie Company for compensation. So due date il perform cheyathadu kondu suit file ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് compensation വേണം because you did not perform the contract. State with reasons whether Vedika Brownie is liable under the Indian Contract Act. So Vedika Brownie ഇത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ്. Now ഇവിടെ agreement നമ്മൾ മറ്റേ എസെൻഷ്യൽ സെക്ഷൻ 10 അതർ വാട്ട് എവർ ഇസ് നോട്ട് കവേർഡ് അണ്ടർ സെക്ഷൻ 10 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ടായിരുന്നു. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ എഴുതിയേക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദ മീനിങ് ഓഫ് എഗ്രിമെന്റ് മസ്റ്റ് ബി സർട്ടൻ ആൻഡ് നോട്ട് വേഗ് ഓർ ഇൻഡെഫിനിറ്റ്. മീനിങ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലിയർ ആയിട്ട് എഗ്രിമെന്റിനകത്ത് ആ പറയുന്ന സബ്ജക്ട് മാറ്ററിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സർട്ടൻ ആയിരിക്കണം, വേഗ് ആകാൻ പാടില്ല, ഇൻഡെഫിനിറ്റ് ആകാൻ പാടില്ല. ഇഫ് ദ മീനിങ് ഓഫ് ദ എഗ്രിമെന്റ് ഇസ് നോട്ട് സർട്ടൻ അല്ലെങ്കിൽ അത് അൺസർട്ടൻ ആണ് the agreement is not enforceable by the law. Agreement enforceable ആവില്ല. എസെൻഷ്യൽസിനകത്ത് സെക്ഷൻ 10 അല്ലാതെ പിന്നീട് വാട്ട് എവർ ഇസ് നോട്ട് കവേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് മറ്റേ സർട്ടനിറ്റി ഓഫ് മീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇൻ ദ ഗിവൺ കേസ് മിസ്റ്റർ കെൽവിൻ അത് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ടോക്കൺ മണി കൊടുത്തു. പക്ഷേ ഏത് കാറ്റഗറി ഓഫ് ബ്രൗണിയാണ് അവൈലബിൾ ആയിട്ട്, ഏത് കാറ്റഗറി ഓഫ് ബ്രൗണിയാണ് വേണ്ടത് എന്ന് പറയുന്നില്ല. വേദിക ബ്രൗണി ഡിഡ് നോട്ട് സപ്ലൈ ദ ബ്രൗണി ഓൺ ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ഫൈൽഡ് എ സ്യൂട്ട്. ഓൺ ദ
the basis of above provision, the want of certainty of meaning, as Mr. Kelvin did not specify the category of brownie, hence Vedika brownie is not liable to pay any compensation to Mr. Kelvin. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഓഫ് ബ്രൗണിയാണ് വേണ്ടത്. ഐ ഗിവ് യു ഹൗ ദിസ് ഇസ് പ്രസൻറ്റഡ് ഇൻ ദ ICS സ്റ്റഡി മെറ്റീരിയൽ. ഒരു ഓയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? ഓയിൽ സപ്ലൈ ചെയ്യണം, ഏത് ഓയിലാണെന്ന് പറയുന്നില്ല. ഇറ്റ് കുഡ് ബി കോക്കനട്ട് ഓയിൽ, ഇറ്റ് കുഡ് ബി സൺഫ്ലവർ ഓയിൽ, ഇറ്റ് കുഡ് ബി സെസമി ഓയിൽ, ഇറ്റ് കുഡ് ബി ഒലിവ് ഓയിൽ, ഇറ്റ് കുഡ് ബി എനി ഓയിൽ. ഏത് ഓയിലാണെന്ന് പറയുന്നില്ല. സെർട്ടനിറ്റി ഓഫ് മീനിങ് അവിടെ ഇല്ല, അത് വേഗാണ്. ആ കേസിൽ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സബിൾ ബൈ ലോ അല്ല. ആ സെയിം സംഭവം പറയുന്നതാണ്. അയാൾ വർക്ക്ഷോപ്പിൽ പോകുന്നു, പല കാറ്റഗറീസ് ഓഫ് ബ്രൗണി ഇരിക്കുന്നു, ഏത് ബ്രൗണി വേണമെന്ന് പറയുന്നില്ല. അവിടെ സെർട്ടനിറ്റി ഓഫ് മീനിങ് ഇല്ലാത്തത് കൊണ്ട് ഈ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ അല്ല, അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എക്സാക്ട്ലി അവിടെ ഓയിൽ പറയുന്നു, ഇവിടെ ബ്രൗണി പറയുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗെയിൻ. മാർക്സ് ഒക്കെ ഞാൻ കുറച്ച് കുറവായിട്ടാണ് ഇട്ടേക്കുന്നത്, കുറച്ചധികം എഴുതാനായിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് സെപ്റ്റംബർ 2024 അതേ പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്തത്. ചിലയിടത്തൊക്കെ മാർക്ക് കൂട്ടി, പക്ഷെ എന്നാലും ഞാൻ കുറച്ചായിട്ടിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടി. ഓക്കെ, going for the next question. Acharya went to Bishop's shop and selected some jewelry select ചെയ്തു. He falsely represented himself to be a man of credit and thereby persuaded Bishop to take the payment by check. Falsely represent ചെയ്തു, ഒരു ക്രെഡിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി to be a man of credit വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട്, and thereby persuaded, ആ ബിഷപ്പിനെ അയാൾ കൺവിൻസ് ചെയ്തു, എന്നിട്ട് പേയ്മെൻറ്റ് ചെക്കായിട്ട് മേടിച്ചു. He further requested him to hand over the particular type of ring immediately. പെട്ടെന്ന് തന്നെ ആ റിങ് തരാൻ വേണ്ടി അയാളോട് റിക്വസ്റ്റ് ചെയ്തു. ഓൺ ദ ഡ്യൂ ഡേറ്റ് വെൻ ദ സെല്ലർ ബിഷപ്പ് പ്രസൻറ്റഡ് ദ ചെക്ക് ഫോർ ദ പേയ്മെൻറ്റ്, ദ ചെക്ക് വാസ് ഫൗണ്ട് ടു ബി ഡിസോണേഡ്. സോ ചെക്ക് അയാൾ കറക്റ്റ് ഡ്യൂ ഡേറ്റ് ചെന്ന് ആ ചെക്ക് പ്രസൻറ്റ് ചെയ്ത ദിവസം ചെയ്യുന്നു, ചെക്ക് ഡിസോണേഡ് ആയിപ്പോയി. ബിഫോർ ബിഷപ്പ് കുഡ് അവോയ്ഡ് ദ കോൺട്രാക്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഫ്രോഡ് ബൈ ആചാര്യ, ഹി ഹാഡ് സോൾഡ് ദ റിംഗ് ടു കാർലിൻ. അപ്പോൾ വേറൊരാൾക്ക് ആ പറയുന്ന കോൺട്രാക്ട്, അതായത് ഈ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണമല്ലോ, അവോയ്ഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറൊരാൾക്ക്, ഈ പറയുന്നത് കാർലിൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഓൾറെഡി ഇത് മറച്ചു വിറ്റിരുന്നു. കാർലിൻ ഹാഡ് ടേക്കൺ ദ റിംഗ് ഇൻ ഗുഡ് ഫെയ്ത്ത്. പാവം തേർഡ് പാർട്ടി അത് ഗുഡ് ഫെയ്ത്തിനാണ് accept ചെയ്തത്. ആൻഡ് വിത്തൗട്ട് എനി നോട്ടീസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഗുഡ്സ് വിത്ത് ആചാര്യ വെയർ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. സോ ആ ആചാര്യ തന്നത് വോയിഡബിൾ കോൺട്രാക്ടിനകത്തുള്ളൊരു സംഭവമാണെന്ന് അറിയില്ലായിരുന്നു. ഡിസ്കസ് ഇഫ് സച്ച് എ സെയിൽ മെയ്ഡ് ബൈ എ നോൺ ഓണർ ഇസ് വാലിഡ് ഓർ ഇസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. നിങ്ങൾ ഇതൊക്കെ നോക്കാതെ പോകുന്ന ഏരിയാസ് ആണ്, ബാക്കിയെല്ലാം നോക്കിയിട്ട് പോകും. അപ്പോൾ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ. സെക്ഷൻ 27 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. നോ മാൻ ക്യാൻ സെൽ ദ ഗുഡ്സ് ആൻഡ് ഹാവ് എ ഗുഡ് ടൈറ്റിൽ അൺലെസ് ഹീ ഈസ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ്. നിങ്ങൾ ഓണർ അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങൾ ഓണർ ആണെങ്കിലേ നിങ്ങൾക്ക് ഗുഡ്സ് വിൽക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ, പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല എന്നാണ് സെക്ഷൻ 27 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയുന്നത്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഹൗഎവർ ദർ ആർ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ ഓർ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. One of the exception is that sale by person in possession under a voidable contract. Section 29 പറയുന്നുണ്ട്, voidable contractനകത്ത് ഒരാൾ ഗുഡ്സ് വിൽക്കുന്നു. If a person has possession of goods under a voidable contract, voidable contract എങ്ങനെ ആയെന്ന് ഞാൻ പറയാം. fraudulent mannerൽ റെപ്രസെൻറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്. Acharya went to Bishop's shop and selected some jewelry. He falsely represented himself to be a man of credit. എനിക്കിത് വിൽക്കാൻ അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് അയാളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തത്. സോ അവിടെ ഫ്രോഡ് കാണിച്ചു എന്നല്ലേ പറയുക. ഫ്രോഡ് ആയിക്കോട്ടെ, മിസ്റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ, കൊയേഷൻ ആയിക്കോട്ടെ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, എല്ലാം വോയിഡബിൾ അല്ലേ കോൺട്രാക്റ്റ്. സോ അതാണ് ഇവിടെ പറയുന്ന എക്സ്പ്ലനേഷൻ. ഇഫ് എ പേഴ്സൺ ഹാസ് പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്, ഇത് ഫ്രോഡ് വഴി ഒപ്റ്റെയിൻ ചെയ്തതാണ്. സോ വോയിഡബിൾ കോൺട്രാക്ട് വഴി ഒപ്റ്റെയിൻ ചെയ്ത പൊസഷനാണ്. ദ കോൺട്രാക്ട് ഹാസ് നോട്ട് ബീൻ റിസൈൻഡ് ഓർ അവോയ്ഡഡ്. കോൺട്രാക്ട് റിസൈൻ ചെയ്തിട്ടുമില്ല, അവോയ്ഡ് ചെയ്തിട്ടുമില്ല. ദ പേഴ്സൺ ഹാവിംഗ് പൊസഷൻ സെൽസ് ഇറ്റ് ടു എ ബയർ. ആ കോൺട്രാക്ട് അവോയ്ഡഡ് ആകുന്നതിന് മുന്നേ തന്നെ വേറൊരാൾക്ക് അത് മറിച്ച് വെക്കുന്നു. ഇവിടെ ബയർ എന്ന് ഉദ്ദേശിക്കുന്ന തേർഡ് പാർട്ടിയാണ്. ദ ബയർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ആ തേർഡ് പാർട്ടി അത് ഗുഡ് ഫെയ്ത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. ബയർ ഹാസ് നോ നോളജ് ദാറ്റ് സെല്ലർ ഹാസ് നോ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അയാൾക്ക് വിറ്റ ആൾക്ക് അത് വിൽക്കാനായിട്ടുള്ള പവർ ഇല്ലാത്ത കാര്യം തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾക്ക് അറിയില്ല. ദെൻ സച്ച് എ സെയിൽ ബൈ എ പേഴ്സൺ ഹു ഹാസ് പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട് ഷാൽ എമൗണ്ട് ടു എ വാലിഡ് സെയിൽ ആൻഡ് ദ ബയർ ഷാൽ ഗെറ്റ് എ വാലിഡ് ടൈറ്റിൽ. ശരിക്കും 27 പറയുന്നത് ഇഫ് യു ആർ നോട്ട് എ സെല്ലർ യു ഹാവ് നോ അതോറിറ്റി ടു സെൽ ദ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ടൈറ്റിൽ പാസ് ഓൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് സെക്ഷൻ 29 പറയുന്നതാണ് നിങ്ങൾക്കൊരു ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടി അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്, എന്നിട്ട് ആ കോൺട്രാക്ട് റിസൈൻ ചെയ്യുന്നതിന് മുന്നോ അവോയ്ഡ് ചെയ്യുന്നതിന് മുന്നോ തന്നെ നിങ്ങൾ വേറൊരാൾക്ക്
കൊടുക്കുന്നു. ആ ബയർ ഇതൊന്നും അറിയാതെ ഗുഡ് ഫെയ്ത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ ആ ബയറിന് അതൊരു വാലിഡ് സെയിലാണ്. ബയറിന് എന്ത് ടൈറ്റിൽ കിട്ടും എന്നാണ് പറയുന്നത്? ഗുഡ് ടൈറ്റിൽ കിട്ടും എന്നാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ എബവ് പ്രൊവിഷൻ ആചാര്യ ആ റിങ്ങിൻ്റെ പൊസഷൻ ഒബ്റ്റെയിൻ ചെയ്തത് ഒരു വോയിഡബിൾ കോൺട്രാക്ട്, ഒരു ഫ്രോഡുലന്റ് രീതിയിലാണ്. ബിഷപ്പ് കോൺട്രാക്ട് റിസൈൻഡോ അവോയ്ഡോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആചാര്യ അത് കാരലിന് വിറ്റിരുന്നു. കാരലൻ അത് ഗുഡ് ഫെയ്ത്തിലാണ് അക്സെപ്റ്റ് ചെയ്തത്. ഒരു തരത്തിലുള്ള നോളജും മറ്റേ കാരലിന് ഉണ്ടായിരുന്നില്ല ദറ്റ് ആചാര്യ ഇസ് നോട്ട് ദ റിയൽ ഓണർ, അയാൾ ഫ്രോഡുലന്റ് രീതിയിലാണ് ഒബ്റ്റെയിൻ ചെയ്തത്. അങ്ങനെ ഒന്നും കാരലിന് അറിയില്ലായിരുന്നു. സിൻസ് ഓൾ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 29 ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്, സെയിൽ ഓഫ് റിംഗ് മെയ്ഡ് ബൈ മിസ്റ്റർ ആചാര്യ ടു മിസ്റ്റർ കാരലൻ ഇസ് എ വാലിഡ് സെയിൽ. അതൊരു വാലിഡ് സെയിലാണോ? അതെ. ഗുഡ് ടൈറ്റിൽ കിട്ടുമോ? ഗുഡ് ടൈറ്റിൽ കിട്ടും. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇതൊക്കെ നിങ്ങൾ നോക്കാതെ പോകും. അപ്പോൾ ആദ്യം ഒരു ഇൻട്രോ കൊടുക്കണേ. സെക്ഷൻ 27 ബേസ് ചെയ്യുന്ന ഒരു ഇൻട്രോ കൊടുക്കണം. ദെൻ ഉള്ളി യു വിൽ കം ടു സെക്ഷൻ 29. പൊതുവേ നിങ്ങൾ പറയണം സെയിൽ നടത്തണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി എൻ ഓണർ. യു കനോട്ട് സെൽ വെർ യു ആർ നോട്ട് എൻ ഓണർ. ഹൗഎവർ ദർ ആർ എക്സെപ്ഷൻ. എക്സെപ്ഷനിൽ ഒരു കാര്യമാണിത്, സെയിൽ ബൈ എ നോൺ ഓണർ. അതിനകത്ത് ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ അതർ പോയിന്റ്സ് ഓൾസോ, ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദോസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. Okay, so let us continue. അടുത്തത്, മനോഹർ ഓസ് മണി ടു നത്താൻ, ദെയർഫോർ ഹി മേക്സ് എ പ്രോമിസറി നോട്ട് ഫോർ ദ എമൗണ്ട് ഇൻ ഫേവർ ഓഫ് നത്താൻ. സോ മനോഹർ കുറച്ച് പൈസ നത്താന് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, അതുകൊണ്ട് അവനൊരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്തു ഫോർ ദ എമൗണ്ട് ഇൻ ഫേവർ ഓഫ് നത്താൻ. സോ നത്താൻ ഇൻ ഫേവർ ആയിട്ട് ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്തു. ഫോർ ദ സേഫ്റ്റി ഓഫ് ട്രാൻസ്മിഷൻ ഹി കട്ട്സ് ദ നോട്ട് ഇൻ ഹാഫ്. സോ ആ പ്രോമിസറി നോട്ടിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ആൻഡ് പോസ്റ്റ് 1/2 ടു നത്താൻ. ഒരു പാർട്ട് മാത്രം നത്താൻ അയച്ചു കൊടുക്കുന്നു. സോ കുറച്ച് പൈസ മനോഹർ നത്താന് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. സോ അതിനുവേണ്ടി പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പ്രോമിസ് നോട്ട് കയറിയിട്ട് ഒരു ഭാഗം മാത്രം നത്താന് കൊടുക്കുന്നു. ഹി ദെൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് ആൻഡ് കോൾസ് അപ്പോൺ നത്താൻ ടു റിട്ടേൺ ദ ഹാഫ് ഓഫ് ദ നോട്ട് വിച്ച് ഹി ഹാഡ് സെൻഡ്. സോ നത്താൻ അയാളുടെ മനസ്സ് മാറുന്നു. നത്താനെ വിളിച്ച് പറയുന്നു, ഞാൻ നിനക്ക് അയച്ച പ്രോമിസ് നോട്ടിൻ്റെ പകുതിയിൽ നീ എനിക്കത് തിരിച്ചയക്കണം. നത്താൻ റിക്വയർസ് മനോഹർ ടു സെൻഡ് ദ അതർ ഹാഫ് ഓഫ് ദ പ്രോമിസറി നോട്ട്. പക്ഷേ നത്താൻ പറയാണ്, നീ എനിക്ക് ബാക്കിയുള്ള പ്രോമിസറി നോട്ട്, ആ ബാക്കി ഭാഗം കൂടെ നീ എനിക്ക് അയച്ച. ഡിസൈഡ് ഹൗ ദ റൈറ്റ്സ് ഓഫ് ദ പാർട്ടീസ് ആർ ടു ബി അഡ്ജസ്റ്റഡ്. എങ്ങനെയാണ് മനോഹറിൻ്റെയും നത്താൻ്റെയും റൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. Section 46 of the Negotiable Instruments Act ആണ്. The making of a promissory note is completed by delivery. അത് ആക്ച്വൽ ഡെലിവറി ആകാം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. സോ ഒരു പ്രോമിസറി നോട്ടിൻ്റെ മേക്കിംഗ് കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ പ്രോമിസറി നോട്ട് കൊണ്ട് ഡെലിവറി ചെയ്യണം. അപ്പോൾ അതൊന്നെങ്കിൽ ആക്ച്വൽ ഡെലിവറി, അയാൾക്ക് ഫിസിക്കലി കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി, അയാളോ അയാളുടെ ഏജൻറ്റിനോ അത് കൊടുത്തു. അതായത് someone is holding on behalf of that person. അങ്ങനെയാണെന്നുണ്ടെങ്കിലും കൺസ്ട്രക്റ്റീവ് ഡെലിവറി നടന്നു. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കണം, അല്ലാതെ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുക എന്നല്ല. സോ ഇവിടെ ഒരു പ്രോമിസറി നോട്ട് ഉണ്ടായിരുന്നു, ആ ഹോൾ ഇൻസ്ട്രുമെൻ്റ് അല്ല കൊടുത്തത്, പകുതി കീറിയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഡെലിവറി ഓഫ് ഹാഫ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കെൻ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓഫ് ദ ഹോൾ. അപ്പോൾ പകുതി സാധനം കൊടുക്കുന്നു എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി അല്ല. അടുത്തത്, ദ ക്വസ്റ്റ്യൻ അറൈസിംഗ് ഇൻ ദിസ് പ്രോബ്ലം ഇസ് വെദർ മേക്കിംഗ് ഓഫ് പ്രോമിസ് നോട്ട് ഇസ് കംപ്ലീറ്റ് വെൻ 1/2 ഓഫ് ദ നോട്ട് ഇസ് ഡെലിവേർഡ് ടു നത്താൻ. അപ്പോൾ ഈ ക്വസ്റ്റിൽ ചോദിക്കുന്നത് പ്രോമിസ് നോട്ടിൻ്റെ പകുതി അയക്കുമ്പോൾ ആ പറയുന്ന ഡെലിവറി കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നാണ്. മനോഹർ ഇസ് ജസ്റ്റിഫൈഡ് ഇൻ ഡിമാൻഡിങ് ദ റിട്ടേൺ ഓഫ് ദ ഫസ്റ്റ് ഹാഫ് സെൻഡ് ബൈ ഹിം. സോ മനോഹറിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് ജസ്റ്റിഫൈഡ് ആണ്, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം. ഹി ക്യാൻ ചേഞ്ച് ഹിസ് മൈൻഡ് ആൻഡ് റിഫ്യൂസ് ടു സെൻഡ് ദ അതർ ഹാഫ് ഓഫ് ദ പ്രോമിസറി നോട്ട്. സോ ദ ക്ലെയിം ഓഫ് നത്താൻ ടു ഹാവ് ദ അതർ ഹാഫ് ഓഫ് ദ പ്രോമിസറി നോട്ട് സെൻഡ് ടു ഹിം ഇസ് നോട്ട് മെയിൻറ്റൈനബിൾ. സോ നത്താൻ പറഞ്ഞ ക്ലെയിം അവിടെ ശരിയല്ല, കാരണം അവിടെ ഡെലിവറിയെ കംപ്ലീറ്റഡ് അല്ല. ഇവിടെ ഡെലിവറി കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഹോൾ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കൊണ്ടേ കൊടുക്കണം. അതിന് പാർട്ട്, ആ ഡെലിവറി കുഡ് ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ്. ഹാഫ് കൊടുക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി നടന്നു എന്ന് പറയരുത്. സോ ക്ലെയിം ഓഫ് നത്താൻ ഇസ് നോട്ട് മെയിൻറ്റൈനബിൾ. പക്ഷെ മറ്റേ ആൾക്ക് മനോഹറിന് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിമാൻഡ് ബാക്ക് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് 46. അഗെയിൻ ഇറ്റ് വാസ് ദെയർ ന്യൂ വർക്ക് ബുക്ക്, ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസോണർ ചോദിച്ചില്ലേ? സോ കോമ്പൻസേഷൻ, ഈ ഭാഗമൊക്കെ ഇന്നത്തെ ഡെലിവറിയുടെ ഒരു ഭാഗവും വരുന്നുണ്ട്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ അല്ലേ?
Okay, so going for the next one. The Kerala state government is holding 43 lakh shares of Star Private Power Limited. So Kerala state government 43 lakh shares ഹോൾഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർ പവർ ലിമിറ്റഡിൻ്റെ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സ്റ്റാർ പവർ ലിമിറ്റഡ് എന്ന് പറയുന്നത് 85 lakh ആണ്. അത് മാത്രം നോക്കിയാൽ മതി. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ടു മെനി ഇൻഫർമേഷൻ. 85 lakh ആണ്. ഓക്കെ, സോ കേരള ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നത് 43 lakh ആണ്. സ്റ്റാർ പവർ ലിമിറ്റഡ് directly holds 5,01,200 shares of Energy Private Limited. So wait, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ വർക്കിംഗ് നോട്ട് പോലെ നോട്ട് ചെയ്തോണം. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നത് 43 ആണ് ഓഫ് സ്റ്റാറിൻ്റെ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സ്റ്റാറിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 85 lakh ആണ്. ഓക്കെ, നൗ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്റ്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നത്? എനർജി പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് ഇത്ര ഷെയർസ് വെച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എനർജിക്കകത്ത്. ഓക്കെ, എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലെയിം ദ സ്റ്റേറ്റസ് ഓഫ് സബ്സിഡിയറി കമ്പനി. സോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പറയാണ് ഐ എം എ സബ്സിഡിയറി കമ്പനി. എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലെയിം ദ സ്റ്റേറ്റസ് ഓഫ് എ സബ്സിഡിയറി കമ്പനി ഓഫ് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരുടെ സബ്സിഡറി ആണെന്നാണ് ഒരു ക്ലെയിം കൊടുക്കുന്നത്. ആസ് വെൽ ആസ് എ ഗവൺമെൻറ് കമ്പനി. ഞങ്ങൾ സബ്സിഡറി കമ്പനിയാണ്, ഗവൺമെൻറ് കമ്പനിയാണ്, ഡീം ടു ബി ഗവൺമെൻറ് എന്നുള്ളൊരു ബന്ധവും അവർ പറയുകയാണ്. ആസ് എ ആസ് എ ലീഗൽ അഡ്വൈസർ വെദർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് എ സബ്സിഡറി ഓഫ് സ്റ്റാർ. എനർജി എന്ന് പറയുന്നത് സബ്സിഡറി ആണോ അല്ലയോ എന്ന് നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഗവൺമെൻറ് കമ്പനി ആണോ ഇല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇതിനകത്ത് കോമ്പിനേഷൻ ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി ആൻഡ് ഗവൺമെൻറ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ വീൽ സ്റ്റാർട്ട് വിത്ത് ഗവൺമെൻറ് കമ്പനി. So according to 2 clause 45 of the Companies Act 2013, government company means a company in which not less than minimum 51%, എപ്പോഴും ഞാൻ റിമൈൻഡ് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ 51% സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പാർട്ട്ലി ബൈ സെൻട്രലോ പാർട്ട്ലി ബൈ സ്റ്റേറ്റോ ഹോൾഡ് ചെയ്തിരിക്കണം. ആൻഡ് വിച്ച് ഇസ് ആൻഡ് ഇൻക്ലൂഡ്സ് എ സബ്സിഡിയറി ഓഫ് സച്ച് ഗവൺമെൻറ് കമ്പനി. നിങ്ങളൊരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറി ആണ്, ഈവൻ ഇഫ് യു ആർ എ പബ്ലിക് കമ്പനി ഓർ ഈവൻ ഇഫ് യു ആർ എ പ്രൈവറ്റ് കമ്പനി ബൈ സ്റ്റേറ്റസ്, യു ഷൽ ബി ഡീം ടു ബി എ ഗവൺമെൻറ് കമ്പനി. സോ 51% സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഹോൾഡ് ചെയ്യണം. അതുകൂടാതെ ഇഫ് യു ആർ എ സബ്സിഡിയറി കമ്പനി ഓഫ് എ ഗവൺമെൻറ് കമ്പനി, യു ഷൽ ബി ഡീം ടു ബി എ ഗവൺമെൻറ് കമ്പനി. അതാണ് പറയുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം. നോ 2 clause 87 പ്രകാരം സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺട്രോൾ ചെയ്യണം. ഒരു കമ്പനി മറ്റേ കമ്പനിയുടെ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെ ഹോൾഡിംഗ് എന്നും മറ്റേ കമ്പനീനെ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കും. അല്ലെങ്കിൽ യു മസ്റ്റ് എക്സസൈസ് മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ, മോർ ദൻ 50%, 50.5, 50.6, 50.7 എല്ലാം മോർ ദൻ 1/2 ആണ്. 51 തന്നെ വരണം നിർബന്ധമില്ല. സോ സബ്സിഡിയറി കമ്പനിക്കകത്ത് മോർ ദൻ 50% വന്നാൽ യു വിൽ ബി ട്രീറ്റഡ് ആസ് എ സബ്സിഡിയറി കമ്പനി. സോ ഈ ഗിവൺ കേസിൽ നമുക്ക് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് 43 lakh ആണ് സ്റ്റാറിൽ ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 85 lakh ആണ്. ഈ സ്റ്റാർ എനർജിയിൽ ഹോൾഡ് ചെയ്യുന്നത് 5,01,200 ആണ്. സോ നിങ്ങൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് വർക്കിംഗ് നോട്ട് കമ്പ്യൂട്ട് ചെയ്യണം. അതായത് നമ്മളോടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇസ് ദിസ്. വലിച്ചു വാരി എല്ലാത്തിനും നിങ്ങൾ കൺക്ലൂഷൻ എഴുതേണ്ട ആവശ്യമില്ല. എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് സബ്സിഡിയറി ഓഫ് സ്റ്റാർ ആണോ എന്നുള്ള ചോദ്യവും ഗവൺമെൻറ് കമ്പനി ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം. സോ ഗവൺമെൻറ് കമ്പനി ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഗവൺമെൻറ് കമ്പനി ഡെഫിനേഷൻ എഴുതണ്ടേ? സോ സീ ദിസ് ഇൻ ദ ഗിവൺ കേസ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ മറ്റേ എഴുതി വെച്ചേക്കുന്ന വർക്കിനോട് നോക്കണേ. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നത് 43 lakh ആണ് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ്, വിച്ച് ഇസ് ബിലോ ദ 51% ആണ്. 50% ഇട്ട് കമ്പ്യൂട്ട് ചെയ്ത ആൾക്കാരാണ് അത് തെറ്റിപ്പോയിട്ടുണ്ട്. 51%-ൽ താഴെയാണ്. It is that is 43.35. 51% ഓഫ് 85 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43.35. എത്ര മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ? 43 lakh മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ വിച്ച് ഇസ് ബിലോ. സോ 51% ഇസ് 43.35. അതിന് താഴെയാണ് 43 വന്നേക്കുന്നത്. സോ യു കനോട്ട് ക്ലെയിം ദാറ്റ് ആസ് എ ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിയുടെ സ്റ്റേറ്റസ് കിട്ടൂല. ഹെൻസ് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് നോട്ട് എ ഗവൺമെൻറ് കമ്പനി. കുട്ടികൾ ഇവിടെ തെറ്റിക്കുന്നത് എന്തായിരിക്കും? 50% എബവ് എന്നാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ മോർ ദൻ 50 എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് കമ്പനി ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ തെറ്റി. യു വിൽ റൈറ്റ് ഇറ്റ് യെസ് മോർ ദൻ 50% വന്നു എന്ന് പറയും. 51% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43.35 ആണ്. അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് വി സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഗവൺമെൻറ് കമ്പനി. ഇനി സബ്സിഡിയറി ആണോ അല്ലയോ നോക്കണ്ടേ. ഫർദർ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ട്ലി ഹോൾഡ്സ് 5,01,200 ഷെയർസ് ഇൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. സ്റ്റാർ എനർജിൻ്റെ മുകളിൽ ഇത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് മോർ ദൻ 1/2, 50%-ൽ മുകളിലാണ്. ദാറ്റ് ഇസ്
5 lakh ഷെയർസ്, അതായത് 10 ലാഖിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 lakh ഷെയർസ് ആണ്. എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്? 5,01,200 ആണ്. സോ ഡെഫിനറ്റ്ലി എബോവ് 50% വന്നു. ദാറ്റ് ഇസ് മോർ ദൻ 1/2 വന്നു. Therefore, it can be treated as a subsidiary company. This company controls more than 1/2 of the total voting power. Energy Private Limited is a subsidiary of Star Private Limited. We can conclude that Energy Private Limited ഒരു subsidiary ആണ്, കാരണം ഒരു ഗവൺമെൻറ് കമ്പനി അല്ല. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് കമ്പനി അല്ലാത്ത? സ്റ്റാറേ ഗവൺമെൻറ് അല്ല. സ്റ്റാർ ഗവൺമെൻറ് അല്ലാത്തപ്പോൾ എനർജി ഡീം ടു ബി ഗവൺമെൻറ് കമ്പനി ബന്ധം വരില്ലല്ലോ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. സോ ഗവൺമെൻറ് കമ്പനി ബന്ധമാണെങ്കിൽ 51% വേണം. സബ്സിഡിയറി കമ്പനി ബന്ധം വരണമെങ്കിൽ മോർ ദൻ 50% വന്നാൽ മതി. ക്ലിയർ അല്ലേ? Very similar question again we have sorted out in the class. Computation working note clear ആയിട്ട് കാണിക്കണേ. Let us continue again. Mr. C sold 1,500 kg chia seeds to Mr. G on credit of 3 months. Chia seeds was to be delivered after 10 days of contract. Chia seeds കൊടുക്കേണ്ടത് after 10 days ആണ്. After 5 days of the contract, a friend of Mr. C secretly informed him that Mr. G may default in the payment. So Mr. G default വരുത്തും എന്നൊരു secret information പുള്ളിക്കാരന് കിട്ടി. On the information of the friend, Mr. C applied the right of lien and withheld the delivery. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തു. ആ പറയുന്ന ഗുഡ്സിൻ്റെ പൊസഷൻ കൊടുത്തിട്ടില്ല, ഗുഡ്സ് പിടിച്ചു വെച്ചു, എന്നിട്ട് ഡെലിവറി നടത്തിയിട്ടില്ല. വിത്ത് റെഫറിങ് to the provisions of the Sale of Goods Act, state whether Mr. C was right in the decision. Right of lien exercise ചെയ്തത് ശരിയാണോ തെറ്റാണോ? What would be your answer if Mr. G became insolvent within 5 days of contract? നിങ്ങളുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. മിസ്റ്റർ ജി പേയ്മെൻറ്റ് തരേണ്ട ആൾ ഇൻസോൾവൻ്റ് ആയി പോകുവാണെങ്കിൽ ഇവിടെ സെക്ഷൻ 45 സ്റ്റാർട്ട് ചെയ്യുവാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 45 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ദ സെല്ലർ ഓഫ് ഗുഡ്സ് ഇസ് ഡീം ടു ബി ആൻ അൺപെയ്ഡ് സെല്ലർ. നിങ്ങളെ അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ വെൻ ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, നിങ്ങൾക്ക് മൊത്തവും പൈസ കിട്ടിയിട്ടില്ല, a bill of exchange or other negotiable instrument was given but the same has been dishonored. നിങ്ങൾക്കൊരു bill of exchange അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള NI കിട്ടി, പക്ഷെ ആ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഡിസോണേർഡ് ആയിപ്പോയി. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള മൊത്തം പൈസ കൊടുത്ത് നിങ്ങൾക്ക് തന്നിട്ടില്ല, നിങ്ങൾ അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കാം 45 പ്രകാരം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു bill of exchange നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റോ കിട്ടി, ആ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഡിസോണേർഡ് ആയിപ്പോയി. ഫർദർ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിക്കാൻ വേണ്ടി പോകുന്ന പേര് അൺപെയ്ഡ് സെല്ലർ. ഫർദർ സെക്ഷൻ 47 പറയുന്നത് റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലറിന് എന്ത് റൈറ്റ് എക്സസൈസ് ചെയ്യാം? റൈറ്റ് ഓഫ് ലീൻ. പൈസ കിട്ടുന്നിടം വരെ അയാൾക്ക് അയാളുടെ ഗുഡ്സ് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കാം. അക്കോർഡിംഗ്ലി അൺപെയ്ഡ് സെല്ലർ ക്യാൻ റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് റെഫ്യൂസൽ ടു ഡെലിവർ ദം ടു ദ ബയർ അണ്ടിൽ ദ പ്രൈസ് ഡ്യൂ ഇൻ റെസ്പെക്ട് ദെയർ ഓഫ് ഇസ് പെയ്ഡ്. പൈസ തരുന്നിടം വരെ അയാൾക്ക് റൈറ്റ് ഓഫ് ലീൻ വേണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാമെന്നാണ് 47 പറയുന്നത്. ഇഫ് യു ആർ എൻ അൺപെയ്ഡ് സെല്ലർ, ഇഫ് യു ഹവ് നോട്ട് റിസീവ് ദ ഹോൾ ഓഫ് ദി എമൗണ്ട്, യു മേ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ. ദാറ്റ് ഇസ് പൊസഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യും. ദിസ് റൈറ്റ് ക്യാൻ ബി എക്സസൈസ് in the following cases only. തോന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, താഴെ പറയുന്ന സിറ്റുവേഷൻസ് പ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് 47 പറയുന്നത്. നമ്പർ 1, where the goods have been sold without any stipulation of credit. വളരെ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് ആയിരിക്കണം. ക്രെഡിറ്റ് സെയിൽസ് നിങ്ങൾ നടത്തി എന്നിട്ട് ഗുഡ്സ് പിടിച്ചു വെക്കുക. ക്രെഡിറ്റ് സെയിൽസ് പറയുന്നു പൈസ തന്നിട്ടില്ല ഞാൻ തരൂല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ക്യാഷ് സെയിൽസ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നിങ്ങൾ പൈസ കിട്ടിയിട്ട് മാത്രം ഗുഡ്സിന് ഡെലിവറി നടത്തിയാൽ മതി. സോ ക്യാഷ് സെയിൽസ് ആയിരിക്കണം. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്രെഡിറ്റ് സെയിൽസ് തന്നെയായിരുന്നു, പക്ഷേ ക്രെഡിറ്റ് പീരീഡ് എക്സ്പയർഡ് ആയിപ്പോയി. ക്രെഡിറ്റ് പീരീഡിനുള്ളിൽ പറഞ്ഞ പീരീഡിനുള്ളിൽ പൈസ തരുന്നില്ല, റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം. ബയർ ഇൻസോൾവെൻ്റ് ആയിപ്പോയി. സോ ക്യാഷ് സെയിൽസ് ആണ്, നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം. ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു, പക്ഷേ ക്രെഡിറ്റ് പീരീഡ് എക്സ്പയർഡ് ആയിപ്പോയി. ബയർ ഇൻസോൾവെൻ്റ് ആയിപ്പോയി. ഈ പറയുന്ന കേസുകളിലൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം എന്നാണ് 47 പ്രകാരം. സോ അൺപെയ്ഡ് സെല്ലർ ആവണം. അൺപെയ്ഡ് സെല്ലറിനെ പറ്റി 45 ഒരു ചെറിയ മെൻഷൻ കൊടുക്കണം പ്രൊവിഷനകത്ത്. 47 റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം ഒരു അൺപെയ്ഡ് സെല്ലറിന്. ഏതൊക്കെ കേസിൽ ചെയ്യാം? യു വിൽ എക്സ്പ്ലെയിൻ 3 പോയിന്റ്സ്. എന്നിട്ട് ഗിവൺ കേസിൽ മിസ്റ്റർ ജി പർച്ചേസ് ചെയ്ത കഥയെല്ലാം പറയുക. സീക്രട്ട്ലി ആണ് ഇൻഫർമേഷൻ കിട്ടിയത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് ഇൻഫർമേഷൻ it can be said that Mr. G was an unpaid seller until the term of credit has expired. Mr. C had to perform his promise of supplying 1,500 kg of chia seeds. അത് കൊടുത്തേ പറ്റുള്ളൂ. Mr. C had to perform his promise. പെർഫോം ചെയ്തേ പറ്റുള്ളൂ. ഇൻ കേസ് മിസ്റ്റർ ജി ബിക്കേം ഇൻസോൾവെൻ്റ് ആകുവാണ് ബിഫോർ ദ ഡെലിവറി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ അപ്ലൈ ചെയ്യാം. കാരണം 47 ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്. മറ്റേതൊരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ പ്രകാരം പറയാണ് നിനക്ക് പൈസ കിട്ടില്ല കേട്ടോ എന്ന് പറയാണ്. ആ കേസിൽ ക്യാൻ യു ജസ്റ്റ് സേ ഐ വിൽ നോട്ട് പെർഫോം ദ കോൺട്രാക്ട്? നോ, യു കനോട്ട് സേ. അറ്റ് ദ സെയിം ടൈം ഇഫ് ആ 5 days ഓഫ് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഇൻസോൾവെൻ്റ് ആയി പോകുവാണ് ബയർ എന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ എക്സസൈസ് right of lien. You can retain the possession of the goods. I hope that's also clear.
റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും കേട്ട ഓർമ്മയിലൊക്കെ എഴുതാൻ പറ്റൂ കേട്ടോ സിമിലർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ? സോ നോമിനൽ പാർട്ട്ണർ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ലേ? അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ജനറൽ പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ്, പാർട്ട്ണർഷിപ്പ് ആയിട്ട് വിൽ എന്താണ്, പിന്നെ മ്യൂച്വൽ ഏജൻസി, കാർഡിനൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടില്ലേ? അത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് മാൻഡേറ്ററി ആണോ, ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാം. ഞാൻ അങ്ങ് പറഞ്ഞു പോവാണ്. നമ്മൾ ആ ചാപ്റ്റർ വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ടോപ്പിക്സ് പറയുകയാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റീവ്, യുവാൻ ആൻഡ് റോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ ഫേം മെഷേഴ്സ് ഫോർച്യൂൺ ആൻഡ് കമ്പനി. അപ്പോൾ ഇവർ 3 പേരുമാണ് പാർട്ട്നേഴ്സ്. they admitted Akhil as a nominal partner. Akhil a nominal partner ആയിട്ട് admit ചെയ്തു. And on agreement between all the partners, എല്ലാവരും എഗ്രി ചെയ്തു Akhil is not entitled to share the profits in the firm. എല്ലാ പാർട്ട്നേഴ്സും പറഞ്ഞു അഖിലിന് നമ്മൾ പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. After some time a creditor Cyril filed a suit to Akhil for recovery of his debt. So Cyril എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി അഖിലിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഡെറ്റ് നീ തരാനുള്ള ഡെറ്റ് തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അഖിൽ ഡിനൈഡ്, അതായത് ഫേമിൻ്റെ ഡെറ്റ് Akhil denied for the same as he is just a nominal partner, he is not liable for the debts of the firm. ഞാൻ ജസ്റ്റ് നോമിനൽ പാർട്ട്ണറാണ്, ഞാൻ ഫേമിൻ്റെ ഡെറ്റിനൊന്നും ലൈബിലിറ്റി എടുക്കില്ല. ആൻഡ് സിറിൽ ഷുഡ് ക്ലെയിം ഇസ് ഡ്യൂസ് ഫ്രം ദ അതർ പാർട്ട്നേഴ്സ്. എനിക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് നോമിനൽ പാർട്ട്ണറാണ്, എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട, ബാക്കി പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചോളൂ. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വെദർ അഖിൽ ഇസ് ലൈബിൾ ഫോർ ദ ഡ്യൂസ് ഓഫ് സിറിൽ അഗേൻസ്റ്റ് ഫേം. തേർഡ് പാർട്ടി ലൈബിലിറ്റിക്ക് നോമിനൽ പാർട്ട്ണർ ലൈബിൾ ആകുമോ? അതുപോലെ സെക്കൻഡ് കേസ്, ഇൻ കേസ് സിറിൽ ഹാസ് ഫയൽ ദ സ്യൂട്ട് അഗേൻസ്റ്റ് ദ ഫേം വെദർ അഖിൽ വുഡ് ബി ലൈബിൾ. ഫേമിനെതിരെ ഇപ്പോൾ അഖിലിനെതിരെ നേരിട്ട് എന്ന് ചോദിച്ചതുകൊണ്ട് ആണോ അഖിൽ ഡിനൈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? സെക്കൻഡ്, ഫേമിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുമായിരുന്നെങ്കിൽ അഖിൽ പൈസ കൊടുക്കേണ്ട ഒരു ലൈബിലിറ്റി വരുമല്ലോ. സോ 2 കണ്ടെക്സ്റ്റിൽ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് യു വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ ബൈ നെയിം only. The person's name is used as if he were a partner of the firm. ആക്ച്വലി അയാൾക്ക് ഒരു താല്പര്യവുമില്ല, പേര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് ലയബിൾ ഫോർ ഓൾ ആക്ട്സ് ഓഫ് ദ ഫേം ആസ് ഹി വാസ് എ റിയൽ പാർട്ട്ണർ. ഹി മസ്റ്റ് ഗിവ് എ പബ്ലിക് നോട്ടീസ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ആൻഡ് ഹിസ് ഇൻസാനിറ്റി ഇസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ഡിസോൾവിംഗ് ഓഫ് ദ ഫേം. സോ ശരിക്കും നോമിനൽ പാർട്ട്ണറിന് വലിയ താല്പര്യമൊന്നുമില്ല, പാർട്ട്ണർ ബൈ നെയിം മാത്രമാണ്. അപ്പോൾ പക്ഷേ അതുപോലെ തന്നെ അയാൾക്ക് ഒരു പ്രോഫിറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഒരു റിയൽ പാർട്ട്ണറിനെ പോലെ തന്നെയാണ് അയാളെ കാണുന്നത്. ലോ അയാളെ കാണുന്നത് ഒരു റിയൽ പാർട്ട്ണറിനെ പോലെ തന്നെയാണ്. സോ ഏതൊരു ആക്ട് ഓഫ് ദ ഫേമിനും അയാൾ ലയബിൾ ആവും. സോ അയാളുടെ പേര് മാത്രമേ അയാൾ ലെൻഡ് ചെയ്യുന്നുള്ളൂ. അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. 2, അയാൾക്ക് ഒരു പ്രോഫിറ്റും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. 4ാമത്തെ കേസിൽ പറയാണ് അയാളെ ഒരു റിയൽ പാർട്ട്ണർ പോലെ കാണുന്നത് കൊണ്ട് അയാൾ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ഹി വിൽ ബി ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം. അയാൾ ഇൻസെയിൻ ആയതുകൊണ്ട് ഫേം ഡിസോൾവ് ആയി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഗിവൺ കേസിൽ അഖിൽ നോമിനൽ പാർട്ട്ണറായിട്ടാണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. സിറിൽ എന്ന് പറയുന്ന ആൾ അഖിലിൻ്റെ അടുത്ത് പോയി ചോദിച്ചു ആസ് ഹി വാസ് പാർട്ട്ണർ ഓഫ് ദ ഫേം. അഖിൽ അത് ഡിനേ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഉത്തരം അഖിൽ ലയബിൾ ആവും. അഖിൽ ഒരു നോമിനൽ പാർട്ട്ണറാണ്, അയാൾക്ക് പ്രോഫിറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഹി ഈസ് ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം ലൈക്ക് എ റിയൽ പാർട്ട്ണർ. അതുകൊണ്ട് സിറിൽ ആ പറയുന്ന ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ പോലെ ആർക്കാ പൈസ കൊടുത്തു തീർക്കേണ്ടി വരും? അഖിൽ സിറിലിന് കൊടുത്തു തീർക്കേണ്ടി വരും. സോ സെക്കൻഡ് കേസിൽ ഇൻ കേസ് സിറിൽ ഹാസ് ഫൈൽഡ് എ സ്യൂട്ട് അഗേൻസ്റ്റ് എ ഫേം ദ ആൻസർ വുഡ് റിമെയിൻ ദ സെയിം. അത് ഫേമിന് അഗേൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്താലും പാർട്ട്ണറായിട്ടുള്ള അഖിലിനോട് നേരിട്ട് എന്ന് ചോദിച്ചാലും സിറിലിന് ആ പൈസ മേടിച്ചെടുക്കാം. സോ ഞാൻ ഒന്നുകൂടെ പറയാം, നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പേര് കൊടുക്കുന്ന ഒരാളാണ്. അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിനകത്ത്. അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ്. പക്ഷേ ലോ അയാൾ പ്രിസ്യൂം ചെയ്യുന്ന റിയൽ പാർട്ട്ണർ പോലെയാണ്. സോ ഏതൊരു ആക്ട് ഓഫ് ദ ഫേമിനും അയാൾ ലയബിൾ ആകും. അയാൾ ഇറങ്ങി പോകാത്ത പബ്ലിക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ കേസിൽ സിറിൽ വന്ന് അഖിലിനോട് നേരിട്ട് ചോദിക്കുന്നു, അയാൾ എൻറ്റൈറ്റിൽഡ് പ്രോഫിറ്റ് ഒന്നുമല്ല, അയാൾ ജസ്റ്റ് പേര് മാത്രം കൊടുത്ത നോർമൽ പാർട്ട്ണറാണ്. പക്ഷേ ഹി വിൽ ബി ലയബിൾ ലൈക്ക് എനി അതർ പാർട്ട്നേഴ്സ് ബിക്കോസ് ഹി ഈസ് ട്രീറ്റഡ് ലൈക്ക് എനി അതർ പാർട്ട്ണർ ബൈ ദ ലോ. സോ അതിൻ്റെ ആൻസർ ഒരു തരത്തിലും മാറത്തില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ദ സ്യൂട്ട് ഇസ് ഫയൽ അഗേൻസ്റ്റ് ദ ഫേം. ഫേമിന് അഗേൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ ആൻസറിന് ഡിഫറൻസ് ഉണ്ടാകുമോ? ഇല്ല. അഖിൽ വിൽ ബി ഹെൽഡ് ലയബിൾ. നേരിട്ട് വന്ന തേർഡ് പാർട്ടി അയാളോട് ചോദിച്ചാലും ഫേമിൻ്റെ പേര് ചോദിച്ചാലും definitely nominal partner will be liable to the third party. Acts of the firm definitely nominal partner will be liable to the third party. I hope that's clear again.
very, 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 very important. Okay, so this particular maxim I had already said, nemo dat quid non habe. We need to study this particular, ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ കേസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കും, ഓർ ഇത് ഓൾറെഡി നമ്മൾ എൻ്റെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു പല സർക്കംസ്റ്റൻസസ് വരും, ഈ മാക്സിം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം. നോ വൺ ക്യാൻ ഗിവ് ഓർ ട്രാൻസ്ഫർ ഗുഡ്സ് വാട്ട് ഹി ഡസ് നോട്ട് ഹിംസെൽഫ് ഓൺ. നിനക്ക് ഇല്ലാത്ത ഒരു സംഭവം നിനക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ നോട്ട് എൻ ഓണർ യു കനോട്ട് സെൽ ദ ഗുഡ്സ്. ഇഫ് യു ആർ നോട്ട് എൻ ഓണർ യു കനോട്ട് പാസ് ഓൺ ദ ഗുഡ് ടൈറ്റിൽ. അങ്ങനെയാണ് ലോ പൊതുവെ പറയുന്നത്. അതാണ് ഈ മാക്സിമിൻ്റെ അർത്ഥം. എക്സ്പ്ലെയിൻ ദ റൂൾ ആൻഡ് സ്റ്റേറ്റ് ദ കേസസ് ഇൻ വിച്ച് ദിസ് റൂൾ ഡസ് നോട്ട് അപ്ലൈ. ഈ പറയുന്ന റൂൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ. ഈ റൂൾ അപ്ലൈ ചെയ്യാത്ത കേസുകൾ ഏതൊക്കെ, അതായത് നിങ്ങൾ ഓണർ അല്ലെങ്കിലും നിങ്ങൾ വിറ്റാലും ആ മേടിക്കുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുന്ന സിറ്റുവേഷൻ ഏതൊക്കെ. സോ ഈ മാക്സിം പറയുന്നത് നോ വൺ ക്യാൻ ഗിവ് ഓർ ട്രാൻസ്ഫർ ഗുഡ്സ് വാട്ട് ഹി ഡസ് നോട്ട് ഹിംസെൽഫ് ഓൺ. നിനക്ക് ഇല്ലാത്തൊരു ഗുഡ്സ് നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ വിൽക്കാനോ പറ്റില്ല. ഇതാണ് ഈ മാക്സിമിൻ്റെ അർത്ഥം. എക്സെപ്ഷൻസ് ടു ദ റൂൾ ഉണ്ട്. നമ്പർ 1, സെയിൽ ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്ഷണർ അല്ലെങ്കിൽ സോളിസിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് മെർക്കൻറ്റൈൽ ഏജൻറ്റ്. പ്രിൻസിപ്പലിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അത് ടെക്നിക്കലി അയാളായിരിക്കില്ല ഗുഡ്സിൻ്റെ ഓണർ, പക്ഷേ അയാൾ പ്രിൻസിപ്പലിന് വേണ്ടി അത് ആക്ട് ചെയ്യുവാണ്. സോ ഈവൻ ദോ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഇസ് നോട്ട് ദി ഓണർ, അയാൾ വിറ്റാലും ആ മേടിക്കുന്ന ആൾക്ക് എന്ത് ടൈറ്റിലേ കിട്ടുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ. സോ സെയിൽ ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഇസ് ആക്ച്വലി നോട്ട് ദി ട്രൂ ഓണർ. ആ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ട്രൂ ഓണർ അല്ല, നോൺ ഓണർ ആയിട്ട് പോലും അയാൾ വിൽക്കുന്ന ഗുഡ്സ് ബയർ മേടിക്കുമ്പോൾ ഗുഡ് ടൈറ്റിൽ കിട്ടുന്നതിൻ്റെ കാര്യം ബിക്കോസ് ഹീസ് acting on behalf of the principal. A sale made by a mercantile agent of the goods or document of title would pass a good title to the buyer. Good title തന്നെ കിട്ടുള്ളൂ. അടുത്തത് സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്. 2 ഓണേഴ്സ് ഉണ്ടായിരുന്നു, അതായത് 2 or 3 ഓണേഴ്സ് ഉണ്ട് ഒരു ഗുഡ്സിൻ്റെ മുകളിൽ. അതിൽ ഒരു ഓണറിൻ്റെ കയ്യിലാണ് പൊസഷൻ ഇരിക്കുന്നത്, അയാൾ അത് വിൽക്കുന്നു. മേടിക്കുന്ന ആൾക്ക് അറിയില്ലായിരുന്നു, വേറെ ആൾക്കാരും ഇതിനകത്ത് അവകാശപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു എന്ന് മേടിക്കുന്ന ആൾക്ക് അറിയില്ല. ആ കേസിൽ മേടിക്കുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്. ഇഫ് വൺ ഓഫ് ദ സെവറൽ ജോയിൻറ്റ് ഓണേഴ്സ് ഹാസ് എ സോൾ പൊസഷൻ ഓഫ് ദം. സോൾ പൊസഷൻ ഉള്ളത് ഒരു ഓണറിൻ്റെ കയ്യിലാണ്. വിത്ത് ദ പെർമിഷൻ ഓഫ് ദ അതേഴ്സ്, ബാക്കിയുള്ള ആൾക്കാരുടെ പെർമിഷൻ വെച്ചിട്ട് ഇയാളുടെ കയ്യിലെ പൊസഷൻ ഇരിക്കുന്നത്. ഇറ്റ് മേ ബി ട്രാൻസ്ഫർ ടു എനി പേഴ്സൺ ഹു ബൈസ് ദം ഫ്രം സച്ച് എ ജോയിൻറ്റ് ഓണർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഡസ് നോട്ട് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഹാവ് നോട്ടീസ് ദാറ്റ് ദ സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ. എനിക്ക് അവകാശം ഉണ്ടായിരുന്നു, മിസ്റ്റർ രാമൻ അവകാശം ഉണ്ടായിരുന്നു, മിസ്റ്റർ ശ്യാമൻ അവകാശം ഉണ്ടായിരുന്നു. 3 പേർക്ക് അവകാശമുള്ള ഗുഡ്സ് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ പൊസഷൻ ഇരിക്കുന്നത് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതേഴ്സ്. ഇങ്ങനെ ബാക്കിയുള്ള ഓണേഴ്സ് മിസ്റ്റർ രാമൻ ശ്യാമൻ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ളൊരു സംഭവം പുറത്തുനിന്ന് വരുന്ന അനഘ എന്ന് പറയുന്ന ആൾക്കറിയില്ല. അനഘ ഇസ് എ പേഴ്സൺ ഹു ഇസ് ബൈങ് ദ ഗുഡ്സ് ഫ്രം മീ. ജോയിൻറ്റ് ഓണേഴ്സ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു ഗുഡ്സാണ്, എൻ്റെ കയ്യിലാണ് പൊസഷൻ ഇരിക്കുന്നത് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതേഴ്സ്. ഞാനത് വിൽക്കുന്നു, അനഘ ഇത് ഗുഡ് ഫെയ്ത്തിൽ അക്സെപ്റ്റ് ചെയ്ത് മേടിക്കുന്നു. അനഘയ്ക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? ഗുഡ് ടൈറ്റിലും. ടെക്നിക്കലി എനിക്കത് ഒറ്റയ്ക്ക് വിൽക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. ഐ എം നോട്ട് ഓൺലി ദ ഓണർ, ദർ ആർ അതർ ഓണേഴ്സ് ഓൾസോ ഫോർ ദീസ് പെർട്ടിക്കുലർ ഗുഡ്സ്. സ്റ്റിൽ whoever is buying this particular goods, they will get a good title because they acquired that in a good faith. So sale made by a mercantile agent, even though mercantile agent is not a owner, the person who purchases the goods will get a good title. Sale made by one of the joint owner, any one of the joint owner had possession of the property with the consent of the other owners and he sells it and the buyer accepts the goods in good faith, the buyer shall get a good title. Buyer na good title e kittullൂ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാണ് സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. ഫ്രോഡലൻ്റ്ലി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ. സോ നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് കയ്യിലിരിക്കുന്നത്. ആ കേസിൽ ആ കോൺട്രാക്ട് റിസൈൻഡ് ആയിട്ടില്ല, അവോയ്ഡഡ് ആയിട്ടില്ല, വേറൊരു തേർഡ് പാർട്ടിക്ക് വിൽക്കുന്നു. ആ ബയർ അത് ഗുഡ് ഫെയ്ത്തിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബയറിന് ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ. ബയർ വുഡ് അക്വയർ എ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ് സോൾഡ് ടു ഹിം ബൈ ദ സെല്ലർ ഹു ഒബ്റ്റെയിൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. ഞാൻ ഒരു ഗുഡ്സ് ഒരു ജ്വല്ലറി പോയി പറ്റിച്ചിട്ടാണ് ഞാനത് അക്വയർ ചെയ്യുന്നത്. ഞാൻ അത് അനാമികയ്ക്ക് വിൽക്കുന്നു. അനാമിക അത് മേടിക്കുന്ന സമയത്ത് ഗുഡ് ഫെയ്ത്തിലാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അനാമികയ്ക്ക് ഒരു രീതിയിലും അറിയില്ല ഞാനത് ഒബ്റ്റെയിൻ ചെയ്തത് വോയിഡബിൾ രീതിയിലാണ്, ഫ്രോഡലൻ രീതിയിലാണ് ഞാൻ ഒബ്റ്റെയിൻ ചെയ്തതെന്ന് അറിയില്ല. ശരിക്കുള്ള ആൾ ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്തിട്ടുമില്ല, റിസൈൻ ചെയ്തിട്ടുമില്ല. അപ്പം ഞാനത് അനാമികയ്ക്ക് വിൽക്കുമ്പോൾ അനാമികയ്ക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? ഗുഡ് ടൈറ്റിൽ കിട്ടും. അടുത്തത് ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. സെയിൽ ബൈ വൺ ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദ ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ഇൻ പൊസഷൻ ദെയർ ഓഫ്. ഓൾറെഡി ഗുഡ്സ് വിറ്റതാണ്, പക്ഷേ ഇപ്പോഴും പൊസഷൻ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. If a person who has sold the goods but continues to be in possession
or the documents of title, he may sell them to a third person, and if such third person obtains a delivery in good faith without the notice of the previous sale, he would have a good title although the property in the goods has passed to the first buyer earlier. A pledge or other disposition of the goods or document of title by the seller in possession are equally valid. ഇതിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ആ എക്സാമ്പിളായിട്ട് ഞാനതങ്ങ് പറഞ്ഞുതരാം. ഒരു TV ഇപ്പോൾ IPL സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനൊരു TV ഷോപ്പിൽ പോകുന്നു, ഒരു TV കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനത് മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ അത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്താൽ മതി. ഞാൻ 55,000 റുപ്പീസാണ് ആ TVക്ക് മുടക്കിയത്. വേറൊരാൾ കയറി വരുന്നു, രാഹുൽ എന്ന് പറയുന്ന ഒരാളാണ് കയറി വരുന്നത്. രാഹുൽ അത് എനിക്ക് വിറ്റ കാര്യമൊന്നും അറിയില്ല, എനിക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ഓണറായി, പ്രോപ്പർട്ടിയായി, നാളെ കൊണ്ട് ഡെലിവറി ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ ഇന്ന് വീട്ടിലല്ല, ഐ പെയ്ഡ് 55,000 റുപ്പീസ് ഓൾസോ. അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ക്വസ്റ്റ് എങ്ങനെ ഫ്രെയിം ചെയ്താലും. അപ്പോൾ വേറൊരാൾ വരുന്നു, അത് 57,000 അവിടെ മറ്റേ ഓഫർ പ്രൈസിലായിരുന്നു കിടന്നത്, ഓഫർ കഴിഞ്ഞിരുന്നു, നോക്കുന്നു 57 കാണുന്നു, 57 കൊടുത്തിട്ട് അത് മേടിക്കുന്നു, അല്ലെങ്കിൽ 55,000 റുപ്പീസിനാണ് അത് മേടിച്ചിട്ട് പോകുന്നു. അപ്പോൾ പിന്നീട് വന്നിട്ട് ഞാൻ പറയണത് ഞാനല്ല ഇതിൻ്റെ ഓണർ, എനിക്ക് ഡാമേജ് ഒക്കെ എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതല്ല ചോദ്യം, മറ്റേ ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടുമല്ലോ എന്നാണ് സ്റ്റുഡൻസിന് എപ്പോഴുള്ള ഡൗട്ട്. അയ്യോ അപ്പോൾ എനിക്ക് മറ്റേ ആൾക്ക് ട്രൂ ഓണറിന് ഡാമേജ് ക്ലെയിം ചെയ്തെടുക്കാം. ഡാമേജിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ക്വസ്റ്റിൽ അവർ ചോദിക്കുന്നത് ഇതൊന്നും അറിയാതെ മേടിച്ച ഒരാളുണ്ട്, അയാൾക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? അയാൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. അയാൾക്ക് അറിയില്ലായിരുന്നു ഞാനാണ് ഓണർ, വേറൊരാൾക്ക് വിറ്റ ഗുഡ്സ് ആയിരുന്നു, എന്നിട്ട് ഇയാൾ എക്വയർ ചെയ്യാണ്, ഇങ്ങനത്തെ കാര്യം ഒന്നും അയാൾക്ക് അറിയില്ല. സോ അയാൾ ഗുഡ് ഫെയ്ത്തിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? ഗുഡ് ടൈറ്റിൽ കിട്ടും. ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സോ സെയിൽ ബൈ വൺ, ഓൾറെഡി സെയിൽ കംപ്ലീറ്റഡ് ആയി, ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദ ഗുഡ്സ്, ഓൾറെഡി ആ TV വിറ്റതായിരുന്നു, ബട്ട് കണ്ടിന്യൂസ് ടു ബി ഇൻ പൊസഷൻ ദെയർ ഓഫ്. ഇപ്പോഴും ആ TV വിൽക്കുന്ന ഇലക്ട്രോണിക് ഷോപ്പിൽ ആ ഗുഡ്സ് ഇരിക്കുകയാണ്, ആ TV ഇരിക്കുകയാണ്. വേറൊരാളത് വന്ന് മേടിക്കുന്നു, അയാൾക്ക് സെയിൽ കംപ്ലീറ്റ് ആയത് അറിയില്ല, അയാൾ ഗുഡ് ഫെയ്ത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടും. I can't pronounce your name, you've put a very different name. So ഇത്രയും കുറവ് മാർക്കിനാണോ നമ്മുടെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് യു ക്യാൻ ഗോ വാച്ച് ദ വീഡിയോ. June 24 എക്സാംസിൽ മാത്രമാണ് 7 മാർക്സ് 6 മാർക്സ് 3 മാർക്സിനൊക്കെ 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. യുവർ എൻറ്റയർ സെപ്റ്റംബർ 2024 3 മാർക്സ് 2 മാർക്സ് 1 മാർക്ക് 4 മാർക്ക് മാക്സിമം. ഒരു ക്വസ്റ്റ്യൻ എന്തോ 6 മാർക്സിനും 2 ക്വസ്റ്റ്യൻ എന്തോ 7 മാർക്സിനും ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കൂടുതലും മാർക്സ് ഭയങ്കര കുറവും. ജസ്റ്റ് വാച്ച് ദ ട്രെൻഡ് അനാലിസിസ്, ഓൺലി എ 40 minutes വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5x വേണമെങ്കിലും കാണാം. ജസ്റ്റ് വാച്ച് ദ വീഡിയോ, യു വിൽ ഗെറ്റ് എൻ ഐഡിയ. മാർക്സ് കുറവായിട്ടാണ് തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചത്. സോ ട്രെൻഡ് ക്യാൻ ഗെറ്റ് റിപ്പീറ്റഡ് കേട്ടോ. എന്നാൽ ഇത്ര എഴുതുകയും വേണം. The last one, sale by buyer obtaining possession before the property in the goods has vested in. Property എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് പാസ് ഓൺ ആകുന്നതിൻ്റെ മുന്നേ ആയിട്ട്. വേറെ ബയർ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ സെല്ലർ ഒബ്റ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് ബിഫോർ ദ പ്രോപ്പർട്ടി ഇൻ ദം ഹാസ് പാസ് ടു ദ ബയർ, ഹി മേ സെൽ, പ്ലെജ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓഫ് ദ ഗുഡ്സ് ടു എ തേർഡ് പേഴ്സൺ. അതായത് പ്രോപ്പർട്ടി പാസ് ഓൺ ആയിട്ടുള്ള, ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല, ആ പറയുന്ന ഗുഡ്സിൻ്റെ പൊസഷൻ കയ്യിലേ ഉള്ളൂ, എന്നിട്ട് ആ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തു, ആ പ്ലെഡ്ജ് ചെയ്ത് കിട്ടുന്ന പോണിക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? അയാൾ ഗുഡ് ഫെയ്ത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഗുഡ് ടൈറ്റിൽ കിട്ടും. ഞാൻ ആ TVയുടെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ആ TVക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ആ ഇലക്ട്രോണിക് ഷോപ്പിലെ ആളെ എനിക്കറിയാം. അയാൾ പറഞ്ഞു ധന്യ വീട്ടിൽ കൊണ്ടുപോയിക്കോ TV, നാളെ വരാൻ നേരത്തെ പൈസ തന്നാൽ മതി. പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ പ്രോപ്പർട്ടി പാസ് ഓൺ ആവുന്നുള്ളതാണ് വെച്ചേക്കുന്ന കണ്ടീഷൻ. പൈസ തരുന്നിടം വരെ ധന്യ ഓണറല്ല, ഇതാണ് കണ്ടീഷൻ. ഞാൻ പൈസ കൊടുത്തിട്ടില്ല, എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് TV വെക്കുന്നു. ഞാനത് വേറൊരാൾക്ക്, എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ വേറൊരാൾക്ക് ഞാനത് പണയം വെക്കുവാണ്. അത് ആ കിട്ടുന്ന പോണിക്ക് ഗുഡ് ടൈറ്റിലാണോ? അയാൾക്കറിയില്ല ഞാൻ ഓണറൊന്നും അല്ല, എന്നാൽ ഗുഡ് ഫെയ്ത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് എന്ത് ടൈറ്റിൽ തന്നെ കിട്ടും? ഗുഡ് ടൈറ്റിൽ കിട്ടും. സോ ഈവൻ ദോ എനിക്ക് ഓണർഷിപ്പ് പാസ് ഓൺ ആയിട്ടില്ല, I had the possession of the goods, I pledged the goods, the person who has obtained it will definitely get a good title. ക്ലിയർ ആയോ? ഈ പറയുന്ന മാക്സിമാണ്. അപ്പോൾ ഒരു ഓണർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഗുഡ് ടൈറ്റിൽ പാസ് ഓൺ ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് യു ആർ നോട്ട് എൻ ഓണർ, യു ക്യാൻ പാസ് ഓൺ എ ഗുഡ് ടൈറ്റിൽ. അതിതാണ് 5 points. ക്ലിയർ ആണല്ലോ? Okay, very related question ആണ്. Japan, the owner of a Thar wants to sell his car. For the purpose, he hand over the Thar to
Persia, a mercantile agent for sale at a price not less than 50,000 rupees. So ഒരു ഏജൻറ്റ് പിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, എത്രയിൽ കുറവായിട്ട് വിൽക്കാൻ പാടില്ല, 50,000 കുറവായിട്ട് വിൽക്കാൻ വേണ്ടി പാടില്ല. ഏജൻറ്റ് സെൽസ് താർ ആ വണ്ടി ഫോർ 40,000 ടു ആൻറ്റിക്ക, ഒരു എ എന്ന് പറയുന്ന ഒരാൾക്ക് വിൽക്കുന്നു, ഹു ബൈസ് എ താർ ഇൻ ഗുഡ് ഫെയ്ത്ത്, അയാൾ ആ വണ്ടി ഗുഡ് ഫെയ്ത്തിലാണ് മേടിക്കുന്നത്, വിത്തൗട്ട് എനി നോട്ടീസ് ഓഫ് ദ ഫ്രോഡ്. സോ 50,000 രൂപയ്ക്ക് വിൽക്കാൻ പറഞ്ഞ സാധനം 40,000 രൂപയ്ക്ക് വിൽക്കുന്നു. മേടിക്കുന്ന ആൾക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ ഉള്ളതിനെ പറ്റി ഒന്നും അറിയില്ല, നീ 50,000 വിൽക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്കാരൻ അറിയില്ല. Now, Persia misappropriated the money also. കിട്ടിയ പൈസ മിസ്അപ്രോപ്രിയേറ്റും ചെയ്തു. ജപ്പാൻസ് യൂസ് ആൻറ്റിക്ക ടു റിക്കവർ ദ താർ. എനിക്ക് എൻ്റെ വണ്ടി തിരിച്ചു വേണം, ഞാൻ 50,000 കൊടുക്കാൻ ഇവനോട് പറഞ്ഞാൽ 40,000 എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയോട് ചോദിക്കുവാണ്. ഡിസൈഡ് ഗിവിംഗ് റീസൺസ് വെദർ ജപ്പാൻ വുഡ് സക്സീഡ്. ആ പറയുന്ന ജപ്പാൻ സക്സീഡ് ആകുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആണ്. ദ പ്രോബ്ലം ഇൻ ദിസ് കേസ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 27, ദാറ്റ് ഇസ് സെയിൽ മെയ്ഡ് ബൈ എ മെർക്കൻറ്റൈൽ ഏജന്റ്. മെർക്കൻറ്റൈൽ ഏജന്റ് മീൻസ് എൻ ഏജന്റ് who in the customary course of business has such an agent authority to sell goods or consign the goods for the purpose of sale or to buy the goods or to raise the money on security. സാധാരണ ഒരു ഏജന്റിനെ പോലെ നിങ്ങൾക്ക് ഗുഡ്സ് കൺസൈൻ ചെയ്യാം, ഗുഡ്സ് വിൽക്കാം, ഗുഡ്സ് മേടിക്കാം, പൈസ റേസ് ചെയ്യാം, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റും മെർക്കൻറ്റൈൽ ഏജന്റിനുണ്ട് എന്ന് പുറത്തുള്ള ഒരാൾക്ക് പ്രിസംഷൻ എടുക്കാം. നോ, ദ ബയർ ഓഫ് ഗുഡ്സ് ഫ്രം എ മെർക്കൻറ്റൈൽ ഏജന്റ് ഹു ഹാസ് നോ അതോറിറ്റി ഫ്രം ദ സെല്ലർ ഫ്രം ദ പ്രിൻസിപ്പൽ ടു സെൽ gets a good title to the goods if the following conditions are satisfied. Following conditions satisfied ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബയറിന് ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടും. ഏജന്റ് ഷുഡ് ബി ഇൻ പൊസഷൻ. മെർക്കൻറ്റൈൽ ഏജന്റിന്റെ കയ്യിൽ പൊസഷൻ ഉണ്ടായിരിക്കണം. ഏജന്റ് ഷുഡ് സെൽ ദ ഗുഡ്സ് വൈൽ ആക്ടിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അവൻ ഏജന്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് അവൻ ആ ഗുഡ്സ് വിറ്റത്. ബയർ അത് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബയർ ഷുഡ് നോട്ട് ഹാവ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ നോട്ടീസ് ദാറ്റ് ഏജന്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. ഇവന് അതോറിറ്റി ഇല്ലാത്ത കാര്യം, 50,000 താഴെ വിൽക്കാൻ അതോറിറ്റി ഇല്ലാത്ത കാര്യം മറ്റേ അറിയില്ലാത്ത സിറ്റുവേഷൻ ആവണം. അതായത് ഏജന്റിന്റെ കയ്യിലായിരിക്കണം പൊസഷൻ, ഏജന്റ് മറ്റേ ഓർഡിനറി കോഴ്സിൽ ആക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ബയർ അത് അക്സെപ്റ്റ് ചെയ്തത്. ബയറിന് അറിയില്ലായിരുന്നു ഏജന്റ് ഇങ്ങനത്തെ അതോറിറ്റി ഇല്ലാത്തൊരു സംഭവം. ഈ പറയുന്ന കേസിൽ ഡെഫിനറ്റ്ലി ഏജന്റിന് ഇങ്ങനത്തെ ഒരു അതോറിറ്റി ഇല്ലാത്ത കാര്യം തേർഡ് പാർട്ടിക്ക് അറിയാമായിരുന്നു. അയാൾ ഗുഡ് ഫെയ്ത്തിലാണ് അക്സെപ്റ്റ് ചെയ്തത്. ഓൾറെഡി മെർക്കൻറ്റൈൽ ഏജന്റിന്റെ കയ്യിൽ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഉണ്ടായിരുന്നു. അയാൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആക്ട് ചെയ്യുന്ന ആളാണ്. Therefore, Antica, the buyer obtains a good title to the tar. Japan in this case cannot recover the tar from Antica. അത് ആരുടെ അടുത്തൊന്നും മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, തേർഡ് പാർട്ടിയുടെ അടുത്തൊന്നും മേടിച്ചെടുക്കാൻ പറ്റില്ല. ബിക്കോസ് തേർഡ് പാർട്ടി അത് ഗുഡ് ഫെയ്ത്തിൽ ആക്സെപ്റ്റ് ചെയ്തു, ഗുഡ് ടൈറ്റിൽ ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ മെർക്കൻറ്റൈൽ ഏജന്റിനെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റൻ നിങ്ങൾ കണ്ടു. അപ്പാർട്ട് ഫ്രം ദാറ്റ് 2 എക്സാമ്പിൾസ് ഐ സെഡ് വിച്ച് ഇസ് ആക്ച്വലി എ ക്വസ്റ്റൻ. അതുകൂടാതെ വി ഓൾസോ ഡിഡ് വൺ particular question regarding voidable contract. ഞാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ഇട്ടേക്കുന്നത്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻ്റ് ഏരിയ. യു ക്യാൻ എക്സ്പെക്ട് ദിസ് ആസ് എ ഡയറക്റ്റ് ക്വസ്റ്റൻ, ഓൾസോ ആസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ. വി ആർ എക്സ്പെക്ടിങ്, വി ഹോപ്പ്. ഓക്കെ അല്ലേ? So, before we move into the remaining part, we are having a very small break of 10 minutes. Exactly, we'll resume by 6. It's basically exactly 10 minutes we'll start. Exact 10 minutes. 10 minutes കഴിയുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.
So let us restart. Okay. അടുത്തത് Metro goes to supermarket to buy a dishwasher. He selects a branded dishwasher having a price tag of 35,000 after a discount of 5,000. Discount under 5,000 and he selects a dishwasher which had a price tag of 35,000. Metro preaches at the cash counter for making the payment, but cashier says, sorry sir, the discount was up to yesterday. ഇന്നലെ വരെ ആയിരുന്നു, there is no discount from today. ഇന്നോട്ട് ഡിസ്കൗണ്ട് ഇല്ല. Hence you have to pay 40,000. So 5,000 rupees discount you will have to pay the 40,000, the original price. Metro got angry and insists for 35,000 rupees. And 35,000 rupees 35,000 rupees na idu purchase cheyan pattullu ennullൊരു statement parayunu. State with reasons whether under the Indian Contract Act Metro can enforce a cashier to sell at a discounted price for 35,000 rupees. Ee question actually ഞാൻ very important ആയിട്ട് പറയാൻ വിട്ടുപോയതാണ് for your ട്രെൻഡ് അനാലിസിസ് വീഡിയോ. ഇൻവിറ്റേഷൻ ടു ഓഫർ ആൻഡ് ഓഫേഴ്സ് കുറച്ച് നാളായിട്ട് ചോദിച്ചിട്ട്, സോ പണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് പുതിയ സിലബസ് വന്നിട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ ദാറ്റ് ഏരിയ ഓൾസോ. ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ് ഇവിടെ പറയേണ്ടത്. ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഓഫർ. Quotations, menu card, price tags, advertisements in the newspaper for sale are not offer. ഇതൊന്നും ഓഫർ അല്ല. All these are invitations to offer. These are merely invitation to the public to make an offer. ഒരു ഓഫർ വരാൻ വേണ്ടിയിട്ട് യു ആർ ആക്ച്വലി മേക്കിംഗ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക്. ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഇസ് എൻ ആക്ട് പ്രിസിഡൻറ്റ് ടു മേക്കിംഗ് എൻ ഓഫർ. ഓഫറിന് മുന്നേ വരുന്ന ഒരു സംഭവമാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. അക്സെപ്റ്റൻസ് ഓഫ് എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഡസ് നോട്ട് റിസൾട്ട് ഇൻ എനി കോൺട്രാക്ട് ബട്ട് ഓൺലി ആൻ ഓഫർ എമർജസ്. ഒരിക്കലും ഇൻവിറ്റേഷൻ ടു ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ വരുന്നില്ല. അവിടെ ഒരു ഓഫർ മാത്രമേ വരുന്നുള്ളൂ. ഇൻ ദ ഗിവൺ കേസ് മെട്രോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, പ്രൈസ് ടാഗ് 35,000 ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 5,000 rupees. കാഷ്യർ പറയുന്നു ഫ്രം ടുഡേ ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്നു ഡിസ്കൗണ്ട് പ്രൈസ് വേണം. അവിടെ വഴക്കുണ്ടാവുന്നു. മുകളിലുള്ള ഇൻഫർമേഷൻ പ്രൊവിഷൻസ് പ്രകാരം ഇറ്റ് ഈസ് മിയർലി എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇറ്റ് ഈസ് മെട്രോ ഹൂ ഇസ് മേക്കിംഗ് ദ ഓഫർ, നോട്ട് ദ സൂപ്പർ മാർക്കറ്റ്. കാഷ്യർ ഹാസ് എ റൈറ്റ് ടു റിജക്ട് ദ മെട്രോബ്സ് ഓഫർ ഓഫ് ഗെറ്റിംഗ് ദ ഡിഷ് വാഷർ അറ്റ് 35,000 rupees. അവിടെ ഓഫർ വന്നിട്ടില്ല. ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അതിനകത്ത് വന്നിരിക്കണം. ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് എഴുതിയതിനകത്ത് നിങ്ങളത് എഴുതി വെച്ചിട്ടുണ്ടോ? ദ സെക്കൻഡ് പോയിന്റ് ഇസ് മാൻഡേറ്ററി ദറ്റ് യു ഹാവ് ടു റൈറ്റ്. Quotations, menu cards, price tags, advertisement in newspaper is for sale is not an offer. It is merely an invitation to offer. It is precedent to making a offer. Okay, that's an important area. ഒന്നെങ്കിൽ ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ. ഇങ്ങനെ ഇൻവിറ്റേഷൻ ടു ഓഫർ ക്വസ്റ്റൻ ചോദിക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ അക്സെപ്റ്റൻസ് വന്നല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്. എപ്പോഴാണ് ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടി? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിപ്പുലേഷൻ ആണ്. സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ടേം that it is essential to the main purpose of the contract. അത് കാരണമാണ് ആ കോൺട്രാക്റ്റ് വരുന്നത് തന്നെ. that is your main purpose. If I go to a car showroom and I say that എനിക്ക് ഇതൊരു പാസഞ്ചർ വെഹിക്കിൾ ആയിട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ I want it for a touring purpose, അങ്ങനെ ഞാൻ എൻ്റെ പേർപ്പസ് എടുത്തു പറഞ്ഞു. സോ what is the main purpose? That is basically what you call condition. Now ഈ വാറണ്ടി എന്ന് പറഞ്ഞാൽ it is collateral to the main purpose. അതായത് this is not the main condition, this is not the main term, it is only collateral to the main purpose. അതിനെ നമ്മൾ വാറണ്ടി എന്ന് പറയും. ബ്രീച്ച് ഇൻ കേസ് ദ അഗ്രീവ്ഡ് പാർട്ടി, ബ്രീച്ച് ഓഫ് കണ്ടീഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് റെപ്യൂഡേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പ്രൈസ്, ഇവിടെ ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്ന പ്രൈസ് കേട്ടോ, ആ കൊടുത്ത പ്രൈസ് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു മേടിച്ചെടുക്കാം. ഇവിടെ അഗ്രീവ്ഡ് പാർട്ടിക്ക് ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കൺവേർഷൻ ഓഫ് സ്റ്റിപ്പുലേഷൻ, ബ്രീച്ച് ഓഫ് കണ്ടീഷനെ വേണമെന്നുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ബ്രീച്ച് ഓഫ് വാറണ്ടീനെ ബ്രീച്ച് ഓഫ് കണ്ടീഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ബ്രീച്ച് ഓഫ് കണ്ടീഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? കോൺട്രാക്ട് റെപ്യൂഡേറ്റ് ചെയ്തിട്ട് അടച്ച പൈസ എന്താണെന്ന് വെച്ചാൽ റീഫണ്ട് ചെയ്യുക. പക്ഷേ ബ്രീച്ച് ഓഫ് വാറണ്ടിക്കകത്ത് നമുക്ക് ഡാമേജ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ ഹാവ് എൻ ഓപ്ഷൻ ടു റെപ്യൂഡേറ്റ് ദ കോൺട്രാക്ട്. ഇഫ് ഐ വോണ്ട് ഐ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. സ്റ്റിൽ ഞാനത് വേണ്ട, ഐ ഓൺലി വോണ്ട് ഡാമേജസ് എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറയാം? ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറയാം. സോ അതാണ് താഴെ കൊടുക്കുന്നത്. സോ
See, there is one part which is missing here. അവരത് ആൻസറിനകത്ത് എഴുതിയിട്ടില്ല. ഇത് മാത്രമല്ല, ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതൊരു വോളണ്ടറി ആക്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു 3-4 പോയിന്റ്സ് കിടപ്പുണ്ട്, വിച്ച് ദേ ഹാഡ് ആക്ച്വലി മിസ്ഡ് ഔട്ട്. ഇപ്പോൾ അക്കാഡമിക്സ് എനിക്ക് തന്ന ഇതിനകത്ത് ദാറ്റ് പെർട്ടിക്കുലർ പാർട്ട് ഇസ് മിസ്സിംഗ്. യു വിൽ ഹാവ് ടു റൈറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ട്രീറ്റഡ് ആസ് ബ്രീച്ച് ഓഫ് വാറണ്ടി. സർട്ടൻ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിവിടെ ആൻസർ കീക്കകത്ത് കിടപ്പില്ല. ഐ വിൽ ഇൻഫോം ദം, ബട്ട് പ്ലീസ് മേക്ക് ഷുവർ യു ടേക്ക് റൈറ്റ് ദാറ്റ് നോട്ട്സ് ആസ് വെൽ. അതായത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊരു വോളണ്ടറി ആക്ട് ആയിരിക്കണം, ഒരിക്കൽ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്തു പിന്നെ നമുക്ക് റെപ്യൂഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം. ഒരു 2 to 3 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ ദേ ഓൺലി റിട്ടൺ ഇവിടെ ആൻസർ കീക്കകത്ത് കണ്ടീഷനും വാറണ്ടിയും ഡിഫറൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. യു വിൽ ഹാവ് ടു റൈറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷനെ എപ്പോഴാണ് ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അത് എഴുതണം കേട്ടോ. പ്ലീസ് റൈറ്റ് ദാറ്റ്, മറക്കല്ലേ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കീ തരുന്നതിന് മുന്നേ ആയിട്ട് ഐ വിൽ ആസ്ക് ദെം ടു മേക്ക് ദ നെസസറി കറക്ഷൻസ്. Okay, going for the next one. Tejas purchased an iPad from Bennett. He issued a promissory note to Bennett which was payable on demand. So ഒരു iPad purchase ചെയ്തു, promissory note issue ചെയ്തു ബെനറ്റിന്, പിന്നീട് പൈസ തരാം, which was payable on demand, but no specific place for payment was mentioned. Specific place ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. മെച്യൂരിറ്റി ഡേറ്റ് വരുന്നു. ബെനറ്റ് did not present the promissory note. promissory note present ചെയ്തിട്ടില്ല. As promissory note was not duly presented for payment, whether Tejas would be discharged from the liability. promissory note present ചെയ്യാത്തത് കൊണ്ട് തേജസിന് ലൈബിലിറ്റി പോകുമല്ലോ. സെക്ഷൻ 64 ഓഫ് NI ആക്ട് ആണ്. പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഇറ്റ് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ടു ദ മേക്കർ, അക്സെപ്റ്റർ ഓർ ഡ്രോയി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ മേക്കർ, പ്രോമിസറി നോട്ട് ആണെങ്കിൽ മേക്കർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ അക്സെപ്റ്റർ, അങ്ങനെയാണ് പറയുന്നത്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. മേക്കർ ആയിക്കോട്ടെ, അക്സെപ്റ്റർ ആയിക്കോട്ടെ, ഡ്രോയി ആയിക്കോട്ടെ, അവർക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ദെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ഏതാണോ റെസ്പെക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് അതിനനുസരിച്ചുള്ള ആൾക്കാർക്ക് അത് പ്രസൻറ്റ് ചെയ്യുക. ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഓൾഡർ ആസ് എ ഹിയർ ഇൻ ആഫ്റ്റർ provided. In default of such presentment, അങ്ങനെ ആ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പ്രസന്റ് ചെയ്യാതിരിക്കുമ്പോൾ the other parties thereto are not liable thereon to such holder. ബാക്കിയുള്ള പാർട്ടീസ് ഹോൾഡറിന് ലയബിൾ ആയിരിക്കില്ല. provided that where a promissory note is payable on demand, ഡിമാൻഡിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്, and is not payable at a specified place, ഒരു സ്പെസിഫൈഡ് പ്ലേസ് മെൻഷൻഡ് അല്ല, no presentment is necessary in order to charge the maker thereof. ഒരു പ്രോമിസറി നോട്ട് പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, പൊതുവേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, മേക്കർ, ഡ്രോയി ഓർ എക്സെപ്റ്ററിന് അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ അതർ പാർട്ടീസ് വിൽ നോട്ട് ബി ഹെൽഡ് ലൈബിൾ, ഹോൾഡറിന് ലൈബിൾ ആവില്ല. പക്ഷേ എക്സെപ്ഷൻ പോലെ എടുത്തിട്ട് പറയാണ്, പ്രൊവൈഡഡ് ദാറ്റ് പ്രോമിസറി നോട്ട് പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്, അവിടെ പ്ലേസ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രസൻമെൻറ്റ് നെസസറി അല്ല ഇൻ ഓർഡർ ടു ചാർജ് ദ മേക്കർ. ഓൺ ദ ബേസിസ് ഓഫ് എബോവ് പ്രൊവിഷൻ, ഓൾദോ നോൺ പ്രസൻമെൻറ്റ് ഓഫ് പ്രോമിസറി നോട്ട് ഫോർ പേയ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ദ മേക്കർ ഫ്രം ലൈബിലിറ്റി, ബട്ട് ദ ഗിവൺ കേസ് ഇസ് കവേർഡ് അണ്ടർ ദ എക്സെപ്ഷൻ ടു സെക്ഷൻ 64. സെക്ഷൻ 64 എക്സെപ്ഷൻ ആയിട്ട് എടുത്തിട്ട് പറയാണ്, പ്രോമിസറി നോട്ട് പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്, അതുപോലെ പ്ലേസ് സ്പെസിഫൈഡ് അല്ലെങ്കിൽ പ്രസൻമെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ ചാർജ് ദ മേക്കർ. മേക്കറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലയബിൾ ആക്കാം. ഹെൻസ് തേജസ് വുഡ് നോട്ട് ബി ഡിസ്ചാർജ് ഫ്രം ദ ലയബിലിറ്റി ഈവൻ ഇഫ് ദ നോൺ പ്രസൻമെൻറ്റ് ബൈ ബെനറ്റ് ആസ് എ പ്രോമിസറി നോട്ട് വാസ് പേയബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് നോ സ്പെസിഫിക് പ്ലേസ് വാസ് കവേർഡ്. സെക്ഷൻ 64 ഇങ്ങനെ പറയുന്നത് കൊണ്ട് തേജസിന് ആ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇതിനകത്ത് 117 നമ്മൾ ആ NIക്കകത്ത് ഇത്തവണ വരാൻ ചാൻസ് ഉള്ള എല്ലാം തന്നെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Again, LLP did this question, you will not be able to find in your workbook or your സ്റ്റഡി മെറ്റീരിയൽ. ഇത് നമ്മൾ അല്ലാതെ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പോലെ. മിസ്റ്റർ അൽകേഷ് വോൺസ് ടു ഫോം എ LLP ഫോം ചെയ്യണം. അയാളുടെ വൈഫ് മിസ്സസ് ആലിയ ആൻഡ് അയാളുടെ വൈഫ് മിസ്സസ് ആലിയ. ഓക്കെ, അയാളുടെ വൈഫ് ആൻഡ് 1 HUF as partners for that. So partners ആയിട്ട് അയാളുടെ വൈഫ് HUF. Whether the LLP can be incorporated under the LLP Act 2008. So LLP ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഞാൻ കുറേ തവണ പറഞ്ഞതാണ്, സെക്ഷൻ 5 ഓഫ് ദി LLP ആക്ട് പ്രകാരം ഒരു ഇൻഡിവിജ്വലിനോ ഒരു ബോഡി കോർപ്പറേറ്റിനോ പാർട്ട്ണർ ആകാം. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരു പേഴ്സൺ. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ അതാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. സോ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. സോ
അയാൾ അതായത് മിസ്റ്റർ അൽകേഷ് ഇസ് എൻ ഇൻഡിവിജ്വൽ, വൈഫ് ഇസ് എൻ ഇൻഡിവിജ്വൽ. ആലിയ എന്ന് പറയുന്നത് HUF എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലും അല്ല, ഒരു ബോഡി കോർപ്പറേറ്റും അല്ല. സോ ഒരു ബോഡി എന്താ പറയുക, ബോഡി കോർപ്പറേറ്റ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കമ്പനി ഐദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻകോർപ്പറേറ്റഡ്, or LLP in India or outside India incorporate LLP. So ഇതൊരു HUF is not covered within the definition of body corporate. So അതായതുകൊണ്ട് ഈ HUFനെ വെച്ചുകൊണ്ട് ഇവർക്ക് LLP ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. So HUF cannot be a partner in a LLP. Section 7 mandates designated partners. അത് ജസ്റ്റ് ഒന്ന് എഴുതിയേ ഉള്ളൂ, അത് വേണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സോ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും ഉണ്ടായിരിക്കണം. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം. സോ ഇവിടെ അയാളും അയാളുടെ വൈഫിനും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാം, പക്ഷേ പാർട്ട്ണർ ആവണം എന്നുണ്ടെങ്കിൽ അയാൾ ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. സോ HUFനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. LLP cannot be incorporated with Alkesh, Mrs. Alia and HUF, as different structure or removal of HUL from partnership would be required to meet the LLP Act requirement. HUFനെ റിമൂവ് ചെയ്ത് അയാളും അയാളുടെ വൈഫിനും മാത്രമായിട്ട് LLP സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവർ തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എല്ലാ പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ് ആണ്, എന്ത് ചെയ്യണം, അവരുടെ നോമിനിക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആകാം. ഇൻഡിവിജ്വൽസേ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാൻ പാടുള്ളൂ. സോ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആകാം. HUF ഒരു ബോഡി കോർപ്പറേറ്റ് അല്ല, HUFനെ വെച്ച് LLP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ just try to recollect. All these questions were sorted out in the class workbook ഇല്ല കേട്ടോ. ഓർ ക്വസ്റ്റ്യനൂടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് ക്ലാസ്. ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. Phoenix Zero Limited Private Company is incorporated as an unlimited company having a share capital of 12 lakh. So Phoenix ഇതാണ് അവരുടെ unlimited കമ്പനിയാണ്, ഇതാണ് അവരുടെ ഷെയർ ക്യാപിറ്റൽ. One of its creditors, Mr. Rajkumar, filed a suit against a shareholder, Ms. Latika, for the recovery of the debt. ലതികയ്ക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുവാണ്. One of the creditors, Rajkumar, against shareholder ലതികയ്ക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മിസ് ലതിക ഹാസ് ഗിവൺ ഹിസ് പ്ലീ ഇൻ ദ കോർട്ട് ദാറ്റ് ഹീ ഈസ് നോട്ട് ലയബിൾ ആസ് ഹീ ഈസ് ജസ്റ്റ് എ ഷെയർ ഹോൾഡർ. ലയബിൾ ആകൂല, ജസ്റ്റ് ഷെയർ ഹോൾഡർ മാത്രമാണ്. എക്സ്പ്ലെയിൻ വെദർ മിസ്റ്റർ രാജ്കുമാർ വിൽ ബി സക്സസ്ഫുൾ. ഓൾവേസ് റിമെമ്പർ, അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിക്കോട്ടെ, കമ്പനിയുടെ എക്സിസ്റ്റൻസിൻ്റെ സമയത്ത് ഒരിക്കലും ചോദിക്കാൻ വേണ്ടി പറ്റില്ല. കമ്പനിയുടെ എക്സിസ്റ്റൻസിൻ്റെ സമയത്ത് ചോദിക്കാൻ പറ്റില്ല, കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. സോ ആസ് പെർ 2 clause 92 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ആൻ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി മീൻസ് എ കമ്പനി നോട്ട് having any limit on the liability of the members. Unlimited liability company എന്താണ് എഴുതുക? The liability of the member extends to the whole amount of the company's debts and liability. Whole amount ലോട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. In case a company has a share capital, articles must state the amount of share capital and the amount of each shares. പിന്നെ കമ്പനി ഒരു ഗോയിങ് കൺസേൺ ആകുമ്പോൾ the liability on the shares is only the liability which can be enforced by the company. So എന്തെങ്കിലും ലയബിലിറ്റി, ഷെയറിന് എന്തെങ്കിലും പൈസ കൊടുക്കാൻ കിടപ്പുണ്ടെങ്കിൽ അത് മാത്രമേ ചോദിച്ചെടുക്കാൻ പറ്റുള്ളൂ. Creditors can institute proceeding for winding up of a company. Official liquidator may call for the members for their contribution towards a liability and the debts of a company. ലിക്വിഡേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്ററിന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റർ ഇടപെട്ടിട്ട് മെമ്പേഴ്സിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഈ പറയുന്ന കേസിൽ രാജ്കുമാറിന് ഡയറക്റ്റ്ലി ക്ലെയിം ലതികയോട് പോയി ചോദിക്കാൻ പറ്റില്ല, കാരണം ഗോയിങ് കൺസേണിൻ്റെ ബേസിസിൽ അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല. സോ മിസ്സസ് ലതിക ഇസ് ഓൺലി ലയബിൾ അപ് ടു ഹിസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അത്ര മാത്രമേ ലയബിലിറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഹിസ് അൺലിമിറ്റഡ് ലയബിലിറ്റി വിൽ അറൈസ് വെൻ ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ കോൾസ് ഫോർ ദ മെമ്പേഴ്സ് ഫോർ ദർ കോൺട്രിബ്യൂഷൻ. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ലിക്വിഡേറ്റർ ചോദിക്കുമ്പോൾ മാത്രമേ അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആവുള്ളൂ. സോ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസിൻ്റെ സമയത്തില്ല, ദാറ്റ് ഇസ് ഓൺലി അപ് ടു ദ ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി വരുള്ളൂ. പൂട്ടിപ്പോകുന്ന സമയത്ത് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ലിക്വിഡേറ്റർ ചോദിക്കും, അപ്പോൾ മാത്രമേ അവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആവുന്നുള്ളൂ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യുന്ന സമയത്തും കുറേ സ്റ്റുഡൻസ് തെറ്റിച്ചിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു റിക്കലക്ട് ഇറ്റ്. Now, rights of an unpaid seller, എപ്പോഴും rights of an unpaid seller against the goods, against a buyer ആണ് നോക്കുക. അപ്പോൾ നോക്കുക, ദ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ബയർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. സ്യൂട്ട് ഫോർ പ്രൈസ് എത്രയാണോ ആ പറയുന്ന പ്രൈസ് തരാൻ വേണ്ടിയിട്ട് അൺപെയ്ഡ് സെല്ലറിന് സ്യൂട്ട് ഫയൽ ചെയ്യാം. വേർ ദർ ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ, പ്രൈസ് ഇസ് പേബിൾ ഓൺ എ സർട്ടൻ ഡേ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡെലിവറി. ദ ബയർ wrongfully neglects or refuse to pay the price, seller may sue him for the price although the property in the goods has not been passed. So although the property in the goods has not passed to the buyer. So ഇത്ര മാത്രം ഓർത്തേച്ചാൽ മതി. പ്രൈസ് എത്രയാണോ ആ പ്രൈസ് തരാത്തടത്തോളം ഈ പറയുന്ന സ്യൂട്ട്, ആ പ്രൈസിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ട് ഈ പറയുന്ന അൺപെയ്ഡ് സെല്ലറിന് ബയറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്യാം. പിന്നെ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്,
പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നു, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബയർ റോങ്ഫുള്ളി നെഗ്ലക്ട്സ്. ബയർ ഒരു രീതിയിലും ആ പറയുന്ന ഗുഡ്സ് സെല്ലർ കറക്റ്റായിട്ടുണ്ട് ഡെലിവർ ചെയ്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ നോൺ അക്സെപ്റ്റൻസ് കാരണം എന്തൊക്കെ നഷ്ടം വന്നോ ആ നഷ്ടം മൊത്തം സെല്ലറിന് ബയറിന് അഗൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാം. ഈ പറഞ്ഞ കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിട്ട് റെപ്യൂഡേറ്റ് ചെയ്യാം ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് നടത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. പ്രൈസ് കൂടാതെ എക്സ്ട്രാ പലിശ എന്തെങ്കിലും, അത് ഒന്നെങ്കിൽ ഓൾറെഡി എഗ്രീഡ് ബിറ്റ്വീൻ ദെം ആകാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട് ആകാം. സോ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റും അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാം. സോ പ്രൈസ് ക്ലെയിം ചെയ്തെടുക്കാം, ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തെടുക്കാം, ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് കോൺട്രാക്ട് റെപ്യൂഡേറ്റ് ചെയ്യണമെങ്കിൽ കോൺട്രാക്ട് റെപ്യൂഡേറ്റ് ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. Okay. Next one, Arnav, Bob and Catherine are partners in a partnership firm carrying on the business of manufacturing wood furniture. ഇവർ 3 പേരും പാർട്ട്നേഴ്സ് ആണ്. ബോബ്, who himself has a wholesale trader of teak woods, ബോബിന് teak wood സെയിൽ ഉണ്ട്, was entrusted with the work of selection of teak after examining its quality. അയാളായിരിക്കണം ഈ teak woodന്റെ ക്വാളിറ്റി എക്സാമിൻ ചെയ്യേണ്ട ആൾ. ആസ് എ ഹോൾസെയിലർ, ബോബ് ഇസ് വെൽ അവെയർ ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻ. ബോബിന് വളരെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് കണ്ടീഷൻസിനെ പറ്റി ഒരു അവയർനെസ്സും ഉണ്ട്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ടീക്ക് വുഡ് എന്ന് പറഞ്ഞാൽ 2500 ആണ് പെർ ക്യൂബിക് ഫുട്ടിന്. ബോബ് ഓൾറെഡി ഹാഡ് 1000 ക്യൂബിക് ഫുട്ട്. ബോബിൻ്റെ കയ്യിൽ ഓൾറെഡി പേഴ്സണലി 1000 ക്യൂബിക് ഫുട്ട് ഓഫ് ടീക്ക് വുഡ് ഉണ്ടായിരുന്നു, അയാളുടെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. വിച്ച് ഹി ഹാഡ് പർച്ചേസ് ബിഫോർ ദ പ്രൈസ് ഹൈക്ക്. 2500 ആണ് ഇപ്പോഴത്തെ വില. പ്രൈസ് ഹൈക്കിന് മുന്നേ അവൻ മേടിച്ചു വെച്ചതാണ് ബോബ്. ഇൻ ദ മാർക്കറ്റ് ഫോർ 2000. അവൻ 2000 മേടിച്ച് ഓൾറെഡി അവൻ്റെ കയ്യിലെടുപ്പുണ്ടായിരുന്നു. ഹി സപ്ലൈ ദ ടീക്ക് വുഡ് ടു ദ ഫേം വിത്തൗട്ട് ദ ഫേം റിയലൈസിംഗ് ദ പർച്ചേസ് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റ് അറിയാതെ ഫേമിന് ഇവനത് വിൽക്കുവാണ്. ഈസ് ബോബ് ലയബിൾ ടു പേ ദ ഫേം ദ എക്സ്ട്രാ മണി ഹി മെയ്ഡ്. എക്സ്ട്രാ പൈസ ഉണ്ടാക്കി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓർ ഡസൻ ഹാവ് ടു പെർഫോം ദ ഫേം ആസ് ഇറ്റ് ഇസ് ഹിസ് ഓൺ ബിസിനസ് ആൻഡ് ഹി ഹസ് നോട്ട് ടേക്കൺ എനി എമൗണ്ട് മോർ ദൻ ദ കറന്റ് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. അതോ അവൻ ഒന്നും കൊടുക്കണ്ട, കാരണം അത് അവൻ ബിസിനസ് പോലെയാണ് ചെയ്തത്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് തന്നെയാണ് അവൻ വിറ്റത്. അസ്യൂം ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല. സോ 2 രീതി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, അവൻ എക്സ്ട്രാ ഉണ്ടാക്കിയ പൈസ അവനത് ഫേമിന് ലയബിൾ ഫേമിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ കേസ്, അവൻ ലയബിൾ ആകൂല, ബിക്കോസ് അവൻ്റെ ബിസിനസ്സാണ്, അവൻ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് തന്നെയാണ് വിറ്റത്. വാട്ട് വിൽ ബി യുവർ ആൻസർ? സെക്ഷൻ 16 വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 16 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, സബ്ജക്ട് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടെങ്കിൽ, ഇഫ് എ പാർട്ട്ണർ ഡിറൈവ്സ് എനി പ്രോഫിറ്റ് ഫോർ ഹിംസെൽഫ്, ഒരു പാർട്ട്ണർ പ്രോഫിറ്റ് ഡിറൈവ് ചെയ്തു ഫ്രം എനി ട്രാൻസാക്ഷൻ ഓഫ് ദ ഫേം, ഫേമിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചോ, ഫേമിൻ്റെ ബിസിനസ് കണക്ഷൻ ഉപയോഗിച്ചോ, ഫേമിൻ്റെ പേര് ഉപയോഗിച്ചിട്ടോ, ഹി ഷാൽ അക്കൗണ്ട് ഫോർ ദറ്റ് പ്രോഫിറ്റ്. ഫേമിൻ്റെ പേരോ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ കണക്ഷനോ ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് ഫേമിന് തന്നെ കൊടുക്കണം. ഇഫ് എ പാർട്ട്ണർ ക്യാരീസ് ഓൺ എനി ബിസിനസ് ഓഫ് ദ സെയിം നേച്ചർ, ഒരേ നേച്ചറുള്ള ഒരു സംഭവം അവർ ക്യാരി ഓൺ ചെയ്യുവാണ്, കോമ്പീറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫേം, ഹി ഷാൽ അക്കൗണ്ട് ഫോർ ആൻഡ് പേ ടു ദ ഫേം. അതിനും അയാൾ അക്കൗണ്ട് ചെയ്തിട്ട് ഫേമിന് അത് പേ ഓഫ് ചെയ്യുക. ഈ ഗിവൺ സിനാരിയോയിൽ മാർക്കറ്റ് പ്രൈസ് 2500, അവൻ മേടിച്ചത് 2000, അവനൊരു എക്സ്ട്രാ പ്രോഫിറ്റ് ഓഫ് 500 ഉണ്ടാക്കിയിട്ടുണ്ട്. ദിസ് ഇസ് അറൈസിങ് പ്യൂർലി ഔട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ വിത്ത് ദ ഫേം. ഫേമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പ്രോഫിറ്റാണ്. അതുകൊണ്ട് ബോബ് ഡെഫിനറ്റ്ലി അക്കൗണ്ടബിൾ ആയിരിക്കും ടു ദ എക്സ്ട്രാ പ്രോഫിറ്റ്. അവരെടുത്ത് പറയുന്നുണ്ട് സബ്ജക്ട് ടു കോൺട്രാക്ട്. അവർ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ അവർ പറയുന്നുണ്ട് ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. തുടക്കത്തിൽ സെക്ഷനിൽ പറയുന്നുണ്ട് സബ്ജക്ട് ടു കോൺട്രാക്ട് ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയാണ്, സെയിം നേച്ചറിൽ ക്യാരി ഓൺ ചെയ്തു, ഫേമായിട്ട് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടു, അവൻ 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, ആ പ്രോഫിറ്റ് അവൻ ആർക്ക് തന്നെ കൊടുക്കണം? ഫേമിന് തന്നെ കൊടുക്കണം. ഓക്കെ അല്ലേ? അടുത്തത്, the Articles of Association of Avenue International Private Limited contained a clause that in case of insolvency of a member, his shares in the company should be sold to the other person and at the price fixed by the directors of a company. So ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് ഒരു ക്ലോസ് എഴുതി വെച്ചേക്കുവാണ്, ഒരു മെമ്പർ ഇൻസോൾവൻ്റ് ആയി പോകുവാണെങ്കിൽ അവൻ്റെ ഷെയർസ് മറ്റേ ആൾക്ക് കൊടുക്കണം. അതുപോലെ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള പ്രൈസ് തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സ് ആയിരിക്കും. മിസ്റ്റർ നീരജ്, എ ഷെയർ ഹോൾഡർ, വാസ് അഡ്ജുഡിക്കേറ്റഡ് ആസ് എൻ ഇൻസോൾവൻറ്റ്. അതിനകത്ത് ഒരു മെമ്പർ ഇൻസോൾവൻ്റ് ആയിട്ട് അവർ പറഞ്ഞു, അഡ്ജുഡിക്കേറ്റഡ് ആയി. ഹിസ് ഒഫീഷ്യൽ അസൈനി ഇൻ ദ ഇൻസോൾവൻസി ക്ലെയിം ദാറ്റ് ഹി വാസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് AOA. അവൻ പ്രൊവിഷൻസ് ഓഫ് AOA കംപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇസ് ഫ്രീ ടു സെൽ ദ ഷെയർസ് ദ ട്രൂ വാല്യൂവിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് വെദർ ഒഫീഷ്യൽ അസൈനി ഇസ് ബൗണ്ട് ബൈ AOA. സോ ഒഫീഷ്യൽ അസൈനി AOAയുടെ പ്രൊവിഷൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? സോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചേക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. ഇന്റേണൽ അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. മെമ്മോറാൻഡം എന്ന്
എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് ആണ്, കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ഫർദർ അക്കോർഡിംഗ് ടു ദ ഡിസിഷൻ ഓഫ് SS Rajkumar versus Perfect Casting, the document containing the AOA AOA of a company is Magna Carta, is a business document, hence it has to be construed strictly. അതൊരു ബിസിനസ് ഡോക്യുമെൻ്റ് ആണ്, അത് പ്രോപ്പറായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് റെഗുലേറ്റ്സ് ദ ഡൊമസ്റ്റിക് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി, അത് ക്രിയേറ്റ് സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ആണ്. മോളി പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഒഫീഷ്യൽ അസൈനി ഓഫ് മിസ്റ്റർ മാധവ് ഈസ് ബൗണ്ട് ബൈ AOA. ഞങ്ങൾ മറ്റേ AOA പറയുന്ന കേൾക്കില്ല, ഞങ്ങൾ അതിൻ്റെ ട്രൂ വാല്യൂവിൽ വിൽക്കും എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ദേ ഹാവ് ടു ഫോളോ വാട്ട് എവർ ഇസ് റിട്ടൺ ഇൻ ദി AOA. സോ AOAയിൽ പറഞ്ഞ പ്രകാരം തന്നെ ഒഫീഷ്യൽ അസൈനി ആക്ട് ചെയ്യണം. സോ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് അബൌട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു ചെറിയ ഇത്, ആൻഡ് ഇറ്റ് ഇസ് എ ബിസിനസ് ഡോക്യുമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രിക്ട്ലി തന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചേക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. ഡൊമസ്റ്റിക് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി എല്ലാം നടത്തുന്നത് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എഴുതി വെച്ചേക്കുന്ന റൂൾസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് പ്രകാരമാണ്. അതുകൊണ്ട് ഒഫീഷ്യൽ അസൈനി AOA കംപ്ലൈ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ. Going for the next one. Mridula reaches a sweet shop, asks for 1 kg of kulfi if the sweets are fresh. So, ഒരു ഷോപ്പിൽ പോകുന്നു, 1 kg of kulfi ചോദിക്കുന്നു. സെല്ലർ റിപ്ലൈസ്, സർ മൈ ഓൾ സ്വീറ്റ്സ് ആർ ഫ്രഷ് ആൻഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി. സെല്ലർ പറയുന്നു എൻ്റെ എല്ലാ സ്വീറ്റ്സും ഫ്രഷ് ആണ്, ഗുഡ് ക്വാളിറ്റിയാണ്. മൃദുല എഗ്രീസ് ടു ബൈ ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഫസ്റ്റ് ഹി ടേസ്റ്റഡ് 1 pieces ഓഫ് കുൾഫി ടു ചെക്ക് ദ ക്വാളിറ്റി. ആദ്യം ഞാനൊരു സാമ്പിൾ ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രമേ കുൾഫി മേടിക്കുള്ളൂ. സെല്ലർ ഗിവ്സ് ഹിം 1 piece ടു ടേസ്റ്റ്. ഒരു പീസ് കൊടുക്കുന്നു, ടേസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഒരു സാമ്പിൾ ഇസ് ബീൻ ഗിവൺ. മൃദുല ഓൺ ഫൈൻഡിങ് ദ ക്വാളിറ്റി ഇസ് ഗുഡ് ആസ് എ സെല്ലർ ടു പാക്ക്. ക്വാളിറ്റി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ മൃദുല അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഓൺ റീച്ചിങ് ദ ഹൗസ് മൃദുല ഫൈൻഡ്സ് ദാറ്റ് കുൾഫി ഈസ് സ്റ്റേൽ ആൻഡ് നോട്ട് ഫ്രഷ് വൈൽ ദ പീസ് സ്റ്റേറ്റഡ് വാസ് ഫ്രഷ്. ആ പുള്ളിക്കാരി ടേസ്റ്റ് ചെയ്ത പീസ് ഫ്രഷ് ആയിരുന്നു, പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ ആ പറയുന്ന മേടിച്ച കുൾഫി ഫ്രഷ് അല്ലാതെ സ്റ്റേലായി, അഴുക്കായിപ്പോയി. Now Mridula wants to avoid the contract and return the kulfi to the seller. So kulfi തിരിച്ചു കൊടുക്കണം, എന്നിട്ട് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണം, റെപ്യൂഡേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ മൃദുല ക്യാൻ അവോയ്ഡ് ദ കോൺട്രാക്ട്. മൃദുലയ്ക്ക് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് മൃദുല ഡസ് നോട്ട് ടേസ്റ്റ് ദ സ്വീറ്റ്സ്? അപ്പോൾ മറ്റേ സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. സെക്ഷൻ 17 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബൈ ദ വിർച്യൂ ഓഫ് സെക്ഷൻ 17 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ബൈ സാമ്പിൾ, ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. ദ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ ആൻഡ് ക്വാളിറ്റി. സാമ്പിൾ കാണിച്ചിട്ട് വിൽക്കുവാണെങ്കിൽ വിൽക്കുന്ന ബൾക്കും സാമ്പിളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം, ഒരു കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ബയർ ഷാൽ ഹാവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ ബൾക്ക്. കഴിച്ച സാമ്പിളും ബൾക്കും കൂടെ കമ്പയർ ചെയ്യാനായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുത്തിരിക്കണം. സെക്ഷൻ 15 വീണ്ടും പറയുകയാണ്, വെൻ ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ സെയിൽസ് ബൈ ഡിസ്ക്രിപ്ഷൻ പ്രകാരമാണ്. അതായത് ഫ്രഷ് ആണ്, ഞങ്ങളിവിടെ ഫ്രഷ് കുൾഫീസ് മാത്രമേ വിൽക്കുള്ളൂ, സോ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ഗുഡ് ഷാൽ കറസ്പോണ്ട് വിത്ത് ഡിസ്ക്രിപ്ഷനുമായിട്ട് കറസ്പോണ്ട് ചെയ്തിരിക്കണം. നൗ goods do not correspond with the implied condition, buyer can avoid the contract and reject the goods. ഈ പറയുന്ന സാമ്പിൾ ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഗുഡ്സ് ബയറിന് വേണം എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം, എന്നിട്ട് റെപ്യൂഡേറ്റ് ചെയ്യാം കോൺട്രാക്ട്. ഗിവൺ കേസിൽ അവർ സാമ്പിൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്, പക്ഷേ ക്വാളിറ്റി ഓഫ് ബൾക്ക് ഡിഡ് നോട്ട് കറസ്പോണ്ട് വിത്ത് ദാറ്റ് ഓഫ് ദ സാമ്പിൾ. അതുകൊണ്ട് റിട്ടേൺ ചെയ്തിട്ട് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനിയും തേർഡ് കേസിൽ സാമ്പിൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, എന്നാലും അയാൾ പറഞ്ഞിട്ടില്ലേ മറ്റേ ഇത് ഫ്രഷ് സാധനമാണ് നമ്മളിവിടെ വിൽക്കുന്നത്, എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ സ്റ്റെയിൽ സാധനമല്ലായിരുന്നു, സോ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, അതായിട്ട് അത് കംപ്ലൈ ചെയ്ത് പോയിട്ടില്ല. സോ ദ സെയിൽ ഓഫ് സ്വീറ്റ് ഇസ് എ കേസ്. ഇൻ ദ അതർ കേസ്, അതായത് സാമ്പിൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനുമായിട്ട് അത് കറസ്പോണ്ട് ചെയ്തിട്ടില്ല, ഹെൻസ് ആൻസർ വിൽ ബി ദ സെയിം. മൃദുല ക്യാൻ റിട്ടേൺ ദ ഗുഡ്സ് ആൻഡ് അവോയ്ഡ് ദ കോൺട്രാക്ട്. ഫസ്റ്റ് കേസിൽ സാമ്പിൾ കൊടുത്തു, ടേസ്റ്റ് ചെയ്തു, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സ്റ്റെയിലാണ്. സോ ബൾക്കും സാമ്പിളും തമ്മിൽ കറസ്പോണ്ട് ചെയ്യുന്നില്ല. ഐ മീൻ ദേ ആർ നോട്ട് ഇൻ ടേംസ്. അത് ബൾക്ക് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വട്ട് ദ സാമ്പിൾ വാസ് പ്രൊവൈഡഡ്, കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യും. സെക്കൻഡ് കേസിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, പക്ഷേ അയാൾ വാഗോണ്ട് പറയുന്നുണ്ട് വി ആർ സെല്ലിംഗ് ഫ്രഷ് കുൾഫീസ് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. സോ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ ബ്രീച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കേസിലും കോൺട്രാക്ട് അവോയ്ഡ് ചെയ്തിട്ട് ഗുഡ്സ് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം. Again, this was another question which I marked as very, very important, but I forgot to mention in the suggested answer. I think just important ഒക്കെ പറഞ്ഞു പോയിട്ടില്ലേ, അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് മാർക്ക് ദിസ് ക്വസ്റ്റൻ ഓൾസോ ആസ് ഇമ്പോർട്ടൻറ്റ്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ് ആണ്. Quest owes Jerome the following debts as per the table given below. ഇതാണ് ഡെറ്റ് കേട്ടോ. 5,000 ടൈം ബാർഡ് ആണ് ഫസ്റ്റ് ജൂലൈയിൽ, 3,000 ടൈം ബാർഡ് ആണ് ഫസ്റ്റ് ജൂലൈയിൽ, 12,500 1st April 2022, 10,000 15th July 2023,
7,500, 25th November 20, 1st July 20, എല്ലാം 2023 ആണ്. Okay, this is only 2022, 1st April. Okay. Jerome makes a payment on 1st April 2023, mentioned as without any notice regarding how to appropriate the payment. So clear ആയിട്ട് പറയുന്നില്ല കേട്ടോ എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. A check of 12,500 കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റ് 12,500 കിടപ്പില്ലേ? കറക്റ്റ് 12,500. A check of 4,000. സോ അത് നമുക്ക് ടൈം ബാർ ഡെറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതല്ലേ നല്ലത്. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? Appropriation of payment as against a debt, assuming that ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. സോ സെക്ഷൻ 59 പ്രകാരം വേറെ ഡെറ്റർ ഓ സെവറൽ ഡിസ്റ്റിങ് ഡെറ്റ്സ് ടു വൺ പേഴ്സൺ, ഒരു ഡെറ്റർ പല ഡെറ്റ് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, മേക്സ് എ പേയ്മെന്റ് ഐദർ വിത്ത് എക്സ്പ്രസ് ഇന്റിമേഷൻ ഓർ അണ്ടർ സർക്കംസ്റ്റാൻസസ് ഇംപ്ലൈങ് ദാറ്റ് പേയ്മെന്റ് ഇസ് ടു ബി അപ്ലൈഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് സം പെർട്ടിക്കുലർ ഡെറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു ഈ രീതിയിൽ വേണം അതിനെ അപ്ലൈ ചെയ്യാൻ, എങ്കിൽ ആ രീതിയിൽ വേണം അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. സെക്ഷൻ 61 പ്രകാരം നൈദർ പാർട്ടി ഒരു അപ്രോപ്രിയേഷനെ പറ്റി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. നോ ഈക്വൽ സ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. പ്രസൻറ്റ് കേസിൽ രണ്ട് പേയ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്, 12,500 4,000. വളരെ ക്ലിയർ ആയിട്ട് 12,500 ഒരു പേയ്മെൻറ്റ് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഇംപ്ലൈഡ് മീനിങ് ഉണ്ട്, അതിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വൺ ഓഫ് ദി ഇഷ്യൂ ചെക്ക് വാസ് എക്സാക്ട്ലി ദ എമൗണ്ട് ഡ്യൂ 12,500. 59 പ്രകാരം ഒരു സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഡെറ്റിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ആ ഡെറ്റിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ്പ്രസ്ലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എക്സാക്ട് 12,500 തന്നെയാണ് തിരിച്ചടയ്ക്കുന്നത്. സോ ആ മോളിൽ പറഞ്ഞ 12,500 തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. I'll show you. So 12,500 was the amount. 12,500 എമൗണ്ട് ഓൾറെഡി മേടിച്ചു, 12,500 എക്സ്പ്രസ്ലി പറയുന്നൊന്നുമില്ല എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്, പക്ഷേ സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് എമൗണ്ട് വന്നിട്ടില്ല, അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഒന്നും പറയുന്നില്ലെങ്കിൽ ഓർഡർ ഓഫ് ടൈം, അപ്പോൾ ടൈം ബാർ ഡെറ്റ് അല്ല അവിടെ കിടക്കുന്നത്, 4,000 ആണ് കിടക്കുന്നത്, ഈക്വൽ സ്റ്റാൻഡിംഗ് ആണ്, രണ്ടും ഒരേ ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ as per the scenario, the amount of 4,000 will be appropriate proportionately in the proportion of 5,000 and 3,000. എങ്ങനെയാണ് 5,000 3,000 വന്നത്? ഇങ്ങനെ രണ്ടും ടൈം ബാർഡാണ്, രണ്ട് 1st ജൂലൈ ഒരേ ഈക്വൽ സ്റ്റാൻഡിങ്ങിൽ കിടക്കുവാണ്. അപ്പോൾ ഇത് നിങ്ങൾ 5,000 ഈസ് ടു 3,000 നോക്കുന്ന 5:3 റേഷ്യോയിൽ നിങ്ങൾ ആ പറയുന്ന 4,000-നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ 12,500 കറക്റ്റ് സർക്കംസ്റ്റാൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിലോട്ട് തന്നെ കൊടുക്കുക. ബാക്കി വന്നേക്കുന്ന 4,000 രണ്ടും ഈക്വൽ സ്റ്റാൻഡിങ്ങിലിരിക്കുന്ന ഡെറ്റാണ്. സോ പ്രപ്പോർഷനേറ്റ്ലി 5,000 ഈസ് ടു 3,000, അതായത് 5:3 റേഷ്യോയിൽ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത്, Michael guarantees for Ranjan, a retail grocery merchant, for an amount of 1 lakh, for which Hakim, the supplier, may from time to time supply goods on credit basis to Ranjan during the next 3 months. Next 3 months guarantee കൊടുത്തേക്കോ കേട്ടോ Ranjan. Guarantees for Ranjan. Surety Michael ആണ്, for an amount of 1 lakh. For which Hakim, the supplier, may from time to time supply goods on credit ആണ് for the next 3 months. After 1 month, Michael revokes a guarantee. 3 months initially കൊടുക്കുന്നു, 1 month കഴിഞ്ഞിട്ട് റിവോക്കേഷൻ നടക്കുന്നു. When Hakim had supplied the goods on credit, goods ക്രെഡിറ്റിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ പോലും ഓൾറെഡി ഗുഡ്സ് ക്രെഡിറ്റിൽ സപ്ലൈ ചെയ്തു 40,000, അതിനുശേഷമാണത് റിവോക്ക് ചെയ്യുന്നത്. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, വെദർ മൈക്കിൾ ഇസ് ഡിസ്ചാർജ് ഫ്രം ഓൾ ദ ലൈബിലിറ്റീസ്. 3 monthsലേക്കാണ് ആദ്യം ഷുവറിറ്റി ഗ്യാരണ്ടി നിൽക്കുന്നത്, 1 monthന് ശേഷം റിവോക്ക് ചെയ്യുന്നു. പക്ഷേ ഓൾറെഡി 40,000 വർത്ത് ആയിട്ടുള്ളത് ക്രെഡിറ്റിന് സപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നോട്ടീസ് ഓഫ് റിവോക്കേഷൻ കൊടുത്തതിന് ശേഷം ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലേക്ക് ലയബിൾ ആവില്ല, പക്ഷേ ഓൾറെഡി ഇൻകേർഡിന് ഓൾറെഡി ലയബിൾ ആകും. So discharge of surety by revocation 130 of the provision പ്രകാരം continuing guarantee 3 months വന്നാൽ continuing guarantee ആണ് അവിടെ കൊടുത്തേക്കുന്നത്, can be revoked by surety as the future transaction by a notice, but the surety remains liable for the transactions already entered into. Already കൊടുത്ത കാര്യങ്ങൾക്ക് ട്രാൻസാക്ഷൻസിന് ലയബിൾ ആയിരിക്കും, ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് അത് റിവോക്ക് ചെയ്യും. As per the above provision, liability of Michael is discharged with relation to all subsequent credits applied made by Hakim after revocation of guarantee, because it is a case of continuing guarantee. Continuing guarantee എപ്പോൾ വേണമെങ്കിലും ഷുവറിറ്റിക്ക് റിവോക്ക് ചെയ്യാം, നോട്ടീസ് കൊടുത്താൽ മതി. ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് ഓൾറെഡി എൻറ്റേർഡ് ഇൻ ടു ഷുവറിറ്റി ലയബിൾ ആയിരിക്കും. സോ ലയബിലിറ്റി ഓഫ് മൈക്കിൾ ഫോർ പ്രീവിയസ് ട്രാൻസാക്ഷൻ ദാറ്റ് 40,000 വിൽ റിമെയിൻ ദ സെയിം. ഭാവിയിലുള്ളതിന് ഒന്നും ലയബിൾ ആവില്ല, അതായത് ഓൾറെഡി നോട്ടീസ് കൊടുത്തതിന് ശേഷം ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഒന്നും ലയബിൾ ആവില്ല, ഓൾറെഡി എൻറ്റേർഡ് ആയിട്ടുള്ള 40,000 ലയബിൾ ആകും. സോ നോട്ടീസ് കൊടുത്തിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവോക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. Going to the next one.
Manvir was in search of a second-hand car. For this purpose, he approached MITI Car 352, a dealer in pre-owned cars. So, Manvir ആണ് second-hand car വേണം ഒരു pre-owned കാർസിന് അടുത്തോട്ട് പോകുന്നു. The sales manager of MITI Car 352 showed him 3 cars, which were standing in the parking lane just outside the office. Parking lane ഉള്ളതായിരുന്നു. Manvir finalized a red WagonR car after completing the documenting formalities and receiving the price of the car. Sales manager of MITI Car 352 handed over the key to Manvir. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം കീ കൊടുക്കുന്നു. വാഗനർ കാറാണ് സെലക്ട് ചെയ്തത്. ബട്ട് വെൻ മാൻവർ വാസ് കമ്മിങ് ടു ദ പാർക്കിംഗ് ഏരിയ ഫോർ പിക്കിംഗ് ദ കാർ പിക്കപ്പ് ചെയ്ത സമയത്ത് ദ ഇലക്ട്രിക് പോൾ ഫെൽ ഓൺ ദ കാർ വിച്ച് ബാഡ്ലി ഡാമേജ് കാർ. സോ ഇലക്ട്രിക് പോൾ ആ കാറിൻ്റെ മുകളിലോട്ട് വീഴുന്നു. ആ കാർ ഡാമേജ്ഡ് ആയി പോയി. മാൻവർ ക്ലെയിം ദ റിപ്പയർ എക്സ്പെൻസസ് ഓഫ് ദ കാർ ഷുഡ് ബി ബോൺ ബൈ MITI Car 352 ആസ് എ കാർ വാസ് നോട്ട് ഡെലിവേർഡ് ടു ഹിം. ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ പ്രീ ഓൺ കാർ ഓണേഴ്സ് വേണം അത് ബെയർ ചെയ്യാനായിട്ട്, ഞാൻ ബെയർ ചെയ്യൂല. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഹു വിൽ ബി ലയബിൾ ടു ഗെറ്റ് ദ കാർ റിപ്പയർഡ്. അപ്പോൾ ഈ കേസിൽ ഡെലിവറിയുടെ കാര്യം ഓർക്കണം, പ്രോപ്പർട്ടിയുടെ കാര്യം ഓർക്കണം. സോ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 3 ടൈപ്പ് ഓഫ് ഡെലിവറി ഉണ്ട്. ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റഡ് ഡെലിവറി, സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടോക്കൺ കൊടുക്കുന്നു, സംതിങ് ലൈക്ക് ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നു. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ സിംബോളിക് ഡെലിവറി. സോ ഇവിടെ അയാൾക്ക് കാർ കീ കൊടുത്തിട്ടില്ല, അപ്പോൾ അവിടെ എന്ത് ഡെലിവറി നടന്നു എന്ന് പറയാം? സിംബോളിക് ഡെലിവറി നടന്നു എന്ന് പറയാം. അതായത് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു, വണ്ടിയുടെ കീ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു, പാർക്കിംഗ് ഏരിയയിലോട്ട് നടക്കുമ്പോഴാണ് വണ്ടിയുടെ മുകളിലോട്ട് ഒരു പോസ്റ്റ് വേണ്ടിയിട്ട് ആ വണ്ടി ഡാമേജ്ഡ് ആവുന്നത്. അപ്പോൾ പറയാണ് വണ്ടിയുടെ ഡെലിവറി കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. 3 ടൈപ്പ് ഓഫ് ഡെലിവറി: ആക്ച്വൽ, കൺസ്ട്രക്റ്റഡ്, സിംബോളിക്. സിംബോളിക് ഡെലിവറി കീ ഓൾറെഡി ഹാൻഡ് ഓവർ നടത്തി, അപ്പോൾ അവിടെ സിംബോളിക് ഡെലിവറി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇൻ ദ ഗിവൺ കേസ് മാൻവർ അത് പർച്ചേസ് ചെയ്തു, എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തു, അയാൾക്ക് കാർ കീ ഈ പറയുന്ന ആളുടെ അടുത്തുനിന്ന് കിട്ടുകയും ചെയ്തു. നൗ ഹി വാസ് കമ്മിങ് ടു ദ പാർക്കിംഗ് ഏരിയ, അപ്പോഴാണ് ബാഡ്ലി ഡാമേജ് ആയത്. ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഹാൻഡിങ് ഓവർ ദ കീ ഓഫ് ദ കാർ ഇസ് എ സിംബോളിക് ഡെലിവറി. ഹെൻസ് മാൻവർ ഹാസ് ബിക്കം ദി ഓണർ. അതായത് പ്രോപ്പർട്ടി ഓൾറെഡി പാസ് ഓൺ ആയിട്ടുണ്ട് ആൻഡ് ഹി മസ്റ്റ് ബെയർ ഫോർ ദ റിപ്പയർ എക്സ്പെൻസസ് ഓഫ് ദ കാർ. റിസ്ക് എപ്പോൾ പാസ് ഓൺ ആകും എന്നുള്ളൊരു സംഭവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ നോക്കണേ, റിസ്ക് പാസിംഗ് ഓൺ എന്നുള്ളൊരു സംഭവം. അപ്പോൾ റിമെമ്പർ, ഇവിടെ ഓൾറെഡി ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി അയാളുടെ കയ്യിൽ വണ്ടി കിട്ടിയെന്നല്ല, ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ആൻഡ് സിംബോളിക്. കീ കിട്ടുമ്പോൾ സിംബോളിക് ഡെലിവറി കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ അയാളുടെ കയ്യിലാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയായി അതിൻ്റെ ഓണർ. ഫോർമാലിറ്റീസും കംപ്ലീറ്റഡ് ആയി, ഡെലിവറിയും കംപ്ലീറ്റഡ് ആയി. ദെയർഫോർ ഡെഫിനറ്റ്ലി ആര് തന്നെ ബെയർ ചെയ്യണം? ആ ബയർ തന്നെ അതിൻ്റെ റിപ്പയറിംഗ് എക്സ്പെൻസസ്. അതായത് Manvir, who is being the owner, shall be liable to bear the repair expenses of the car. Next one, Monica and Rachel were partners in the firm, Messrs. Friends and Company. They admitted Phoebe as a partner in the firm and she is actively engaged in the day-to-day activities. So, ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് Phoebe-നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. There is a tradition in the firm that all active partners will get a monthly remuneration of 25,000. So, അതൊരു കസ്റ്റമറി ആക്ട് ആണ്. 25,000 എല്ലാ പാർട്ട്നേഴ്സിനും കിട്ടും. എക്സ്പ്രസ് എഗ്രിമെൻ്റ് ഒന്നും അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടില്ല. Phoebe അഡ്മിറ്റഡ് ആയി ഫേമിൽ. മോണിക്കയും റീച്ചലും ഓൾറെഡി റെമ്യൂണറേഷൻ വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സാലറിയും പുതിയ പാർട്ട്ണറായിട്ടുള്ള ഫീബിക്ക് കൊടുത്തിട്ടില്ല. ഫീബി ക്ലെയിം ദ റെമ്യൂണറേഷൻ. പക്ഷേ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മോണിക്കയും റേച്ചലും പറഞ്ഞു നിനക്ക് തരൂല, ബിക്കോസ് എക്സ്പ്രസ് എഗ്രിമെൻറ്റിനകത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഈ പറയുന്ന ക്ലെയിം ശരിയാണോ തെറ്റാണോ? സെക്ഷൻ 13 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ എക്സ്പ്രസ് എഗ്രിമെൻ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കണം. എക്സ്പ്രസ് എഗ്രിമെൻ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ മാത്രം നിങ്ങൾ റെമ്യൂണറേഷൻ കൊടുത്താൽ മതി. ഇനി എക്സ്പ്രസ് എഗ്രിമെൻറ്റിനകത്ത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊരു കസ്റ്റമറിയാണ്, അതൊരു ട്രഡിഷനാണ്. ഇങ്ങനെ ഈ പറയുന്ന പോലെ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഒരു കസ്റ്റമാണ്, ഒരു ട്രഡിഷനാണ്. ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് മെൻഷൻ ഇൻ ദി എക്സ്പ്രസ് എഗ്രിമെൻറ്റ്, യു നീഡ് ടു പേ. അത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കസ്റ്റം, ഇറ്റ് ഇസ് എ കസ്റ്റമറി ആക്ഷൻ. ഡെഫിനറ്റ്ലി പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്ത ഒരു പാർട്ട്ണറിനും എന്ത് ക്ലെയിം ചെയ്തെടുക്കാം? സെക്ഷൻ 13 പ്രകാരം റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്ത് എടുക്കാം. By the virtue of Section 13 Indian Partnership Act, പാർട്ട്നേഴ്സ് പൊതുവെ നോട്ട് എൻറ്റൈറ്റിൽഡ് ആണ്. പക്ഷേ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് വെച്ച് അവർക്ക് വേരി ചെയ്യാം. ഇനി എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇഫ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂഡ് യൂസേജ്, അതായത് ഒരു കസ്റ്റമാണ്, ഒരു ട്രഡിഷനാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് കസ്റ്റമറി ടു പേ ദ റെമ്യൂണറേഷൻ. ഈ കേസിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റെഗുലർലി മേടിക്കുന്നുണ്ടായിരുന്നു. ഫീബി അഡ്മിറ്റഡ് ആണ്. ദെയർഫോർ ഫീബിക്കും എന്ത് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും? ഫീബിക്കും ഡെഫിനറ്റ്ലി റെമ്യൂണറേഷൻ മേടിച്ചെടുക്കാൻ പറ്റും. സോ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്നാണ് സെക്ഷൻ 13 പറയുന്നത്. എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും കൊടുത്തോളൂ എന്ന് ഇതേ സെക്ഷൻ 13 പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഇസ് എ കസ്റ്റമറി ടു പേ ദ റെമ്യൂണറേഷൻ. എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് പാർട്ട്ണറിന് കിട്ടാനായിട്ടുള്ള റൈറ്റും ഉണ്ട് എന്ന് ഇതേ സെക്ഷൻ 13 തന്നെ പറയുന്നുണ്ട്. സബ്സെക്ഷൻ ക്ലോസ് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ബട്ട് യു ഹാവ് ടു റൈറ്റ് സെക്ഷൻ 13.
ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, വോയിഡ് ആണോ, വോയിഡബിൾ ആണോ, വാലിഡ് ആണോ, അങ്ങനെ. Now, X promises to sell his scooter to Y for 1 lakh. However, the consent of X has been procured by Y at a gun point. ഒരു ഗൺ പോയിന്റിൽ വെച്ചുകൊണ്ടാണ് ആ കോൺട്രാക്റ്റിൻ്റെ കൺസെൻറ്റ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഫ്രീ കൺസെൻറ്റ് അവിടെ ഇല്ല. അപ്പോൾ ഗൺ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ കൊയേഷൻ ഇൻവോൾവ് ആണ്. കോൺട്രാക്റ്റ് വോയിഡ് നമുക്ക് പറയാൻ പറ്റില്ല, കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. സോ ഇൻ ദ ഗിവൺ കേസ് എക്സ് ഒരു എഗ്രീവ് പാർട്ടിയാണ്, കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. അവന് വേണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. Second case, A bought goods from B in 2015 but no payment was made till 2019. അപ്പോൾ കോൺട്രാക്റ്റ് എന്തായി മാറി? ടൈം ബാർഡ് ഡെറ്റ് ആയിട്ട് മാറി. അതൊരു ടൈം ബാർഡ് ഡെറ്റ് ആയിട്ട് മാറി എന്നുള്ള സംഭവം എഴുതുന്നത്. B cannot sue A for the payment in 2019 as it has crossed the 3 years and barred by the Limitation Act. ഇനി അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റൂ? ഇല്ല. ഓൾറെഡി 3 വർഷം കഴിയുമ്പോൾ ആ പറയുന്ന കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് എന്തായി മാറും? ഡെറ്റ് എന്തായി മാറും? ടൈം ബാർഡ് ഡെറ്റ് ആയിട്ട് മാറും. അടുത്തത്, G agrees to give tuitions to H, a pre-engineering student, from the next month, and H in consideration promises to pay G 5,000 per month. കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് ഇസ് എൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഭാവിയിൽ, അതായത് ഒരു പ്രീ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് നെക്സ്റ്റ് മന്ത് തൊട്ട് ട്യൂഷൻ തരാം. ട്യൂഷൻ തരുമ്പോൾ ഞാൻ 5,000 രൂപ വെച്ച് മാസം പൈസ തരാം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നൊരു സംഭവമാണ്. ഇറ്റ്സ് എൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. വാലിഡാണ്, പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഇസ് എ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഓക്കെ. വാലിഡിറ്റി ചോദിക്കുമ്പോൾ ചുമ്മാ വലിച്ചു വരെ എഴുതി സമയം കളയരുത്. ഇത്രയും വളരെ ക്രിസ്പായിട്ട് മാത്രം കൊടുക്കുക. പ്രൊവിഷനും അനാലിസിസ് കൺക്ലൂഷൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഇഫ് ദ മാർക്ക് ഇസ് ഷോർട്ട്, അതിനകത്ത് മാർക്ക് ഇസ് വെരി ലെസ്, യു ക്യാൻ ആക്ച്വലി കമ്പൈൻ എവറിത്തിങ്. ഓക്കെ. അടുത്തത്, ഇൻ ദ വേർട്ടെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ദർ ആർ ഓൺലി 8 members. 8 മെമ്പേഴ്സേ ഉള്ളൂ. ഓൾ ഓഫ് ദം ഗോ ഇൻ എ ബോട്ട് ഓൺ എ പ്ലഷർ ട്രിപ്പ് ഇൻ ടു എൻ ഓപ്പൺ സീ. എല്ലാവരും ബോട്ടിൽ പോകുന്നു, ഒരു ഓപ്പൺ സീയിലാണ് പോകുന്നത്. ദ ബോട്ട് ക്യാപ്സൈസസ് ആൻഡ് ഓൾ ഓഫ് ദം ഡൈഡ്. അപ്പോൾ ആകെ 8 മെമ്പേഴ്സേ ഉള്ളൂ, 8 പേരും മരിച്ചുപോയി. Explain with reference to the provision of the Companies Act 2013. Is Vertex Private Limited no longer in existence? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പെർപ്പച്വൽ സക്സഷൻസ്. പെർപ്പച്വൽ സക്സഷൻ ആണ് ഫീച്ചർ. മെമ്പേഴ്സ് വരും, മെമ്പേഴ്സ് പോകും. ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ഓഫ് എ മെമ്പർ കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ഈവൻ ബൈ ദ ഡെത്ത് ഓഫ് ഓൾ ദ മെമ്പേഴ്സ്. എല്ലാ മെമ്പേഴ്സ് തട്ടിപ്പോയി എന്ന് പറഞ്ഞാലും അത് കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കാൻ പോകുന്നില്ല. ഫർദർ, ഇസ് ഇറ്റ് കറക്റ്റ് ടു സേ ദാറ്റ് എ കമ്പനി ബീങ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ കനോട്ട് ഓൺ പ്രോപ്പർട്ടി, കനോട്ട് സ്യൂ ഓർ ബി സ്യൂഡ്? തെറ്റല്ലേ? കമ്പനി ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും കമ്പനിക്ക് ചെയ്യാം. എക്സെപ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല? കനോട്ട് മാരി, കനോട്ട് ബി സെൻറ്റ് ടു ജയിൽ, കനോട്ട് പ്രാക്ടീസ് എ പ്രൊഫഷൻ. അപ്പോൾ നമുക്ക് കനോട്ട് ഡൈ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതായത് you can own a property, you can sell a property, you can dispose of a property, you can have a bank account, you can enter into a contract, you can sue and be sued. എല്ലാ സംഭവവും ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്നത് ഒരു കമ്പനിക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന്? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. സോ പെർപ്പച്വൽ സക്സഷൻ കണ്ടോ? ഈവൻ ഇഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ കമ്പനിയുടെ എക്സിസ്റ്റൻസ് മുന്നോട്ട് പോകും. മറ്റേ ഇത് നിങ്ങൾ എഴുതണേ, ലീഗൽ പേഴ്സൺ, പെർപ്പച്വൽ, മറ്റേ the death, insanity, insolvency of a member will not affect the existence. അതും കൂടെ എഴുതിക്കോണം. The company's existence is no way affected by the death of the members. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എല്ലാ കാര്യങ്ങളും, ബാങ്ക് അക്കൗണ്ട് ചെയ്യാം, ലോൺ റേസ് ചെയ്യാം, ലയബിലിറ്റി ഇൻകർ ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, പ്രോപ്പർട്ടി എക്വയർ ചെയ്യാം, കമ്പനിക്ക് സ്യൂ ചെയ്യാം, കമ്പനീനെ കമ്പനിക്ക് സ്യൂ ചെയ്യാം. പക്ഷേ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? കല്യാണം കഴിക്കാൻ പറ്റില്ല, ജയിലിൽ വിടാൻ പറ്റില്ല, ഓത്ത് എടുക്കാൻ പറ്റില്ല, ലേൺഡ് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്നത് കമ്പനി ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണും ചെയ്യാൻ പറ്റും. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ഇതൊക്കെ ഉണ്ടല്ലോടാ പാരായിട്ട് കൊടുക്കാത്ത ഒരു 3 points 4 points ഒക്കെ ആയിട്ട് എഴുതിയിട്ട് പരിപാടി നിർത്തണം. ടൈം നമുക്ക് എങ്ങനെയെങ്കിലും സേവ് ചെയ്യണ്ടേ മെയിൻ എക്സാമിന്. ഓക്കെ. Miss Susan and Miss Divya are working as teachers in a CA coaching center and also are very good friends. They jointly purchased a flat which was given on rent to Mr. Joseph. രണ്ടുപേരും ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നു, സൂസൻ ആൻഡ് ദിവ്യ. എന്നിട്ട് അത് റെൻറ്റിന് കൊടുക്കുന്നു മിസ്റ്റർ ജോസഫ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ബിറ്റ്വീൻ ദ ലാൻഡ് ലോഡ് ആൻഡ് ടെനന്റ് ദാറ്റ് ദ റെന്റ് വുഡ് ബി പെയ്ഡ് 20,000 per month. 20,000 per month ആയിട്ട് റെൻറ്റ് തരും എന്നാണ് പറയുന്നത്, ഇൻക്ലൂസീവ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ. ഇറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി വിൽ ബി പെയ്ഡ് ബൈ ദ ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡ് ആയിരിക്കും കൊടുക്കുക. ദ ലാൻഡ് ലോഡ് ബൈ മിസ്റ്റേക്ക് ഡിഡ് നോട്ട് പേ ദ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നില്ല. ഡ്യൂ ടു ദിസ് ദ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കട്ട് ദ കണക്ഷൻ. ജോസഫിന് ഇലക്ട്രിസിറ്റി ബില്ലായിട്ടുള്ള 3,700 രൂപ അടയ്ക്കേണ്ടി വന്നു ആൻഡ് 300 ആസ് പെനാൽറ്റി ടു റിസ്യൂം ദ ഇലക്ട്രിസിറ്റി കണക്ഷൻ. സോ ബില്ലും അടയ്ക്കേണ്ടി വന്നു, അതിന് വന്ന പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നു. മിസ്റ്റർ ജോസഫ് ക്ലെയിം 4,000
4,000 from Miss Susan, but Miss Susan replied that she is liable only for 2,000. ഞാൻ 2,000 രൂപ മാത്രമേ തരുള്ളൂ എന്ന് സൂസൻ പറയാണ്. Mr. Joseph said that Miss Susan and Miss Divya are partners, therefore he can claim the full amount from any of the partner. നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്, ആരടുത്തുനിന്ന് വേണേലും എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാം. Explain whether under the provisions of Indian Partnership Act, Miss Susan is liable to pay the whole amount. അപ്പോൾ നിങ്ങളത് പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്നാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നോക്കിക്കേ, പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സെക്ഷൻ 4 എഴുതണം. പാർട്ട്ണർഷിപ്പ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് ഒരാൾ ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾ ആക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെൻറ്റ് ക്യാരി ഓൺ എ ബിസിനസ് ആയിരിക്കണം. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടായിരിക്കണം. ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും അത് ക്യാരി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ മറ്റേ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ മോളിൽ പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം they are teachers in a school, they purchased it. Appo, can you say that they are partners? No, they are co-owners. They are just earning the income from the property. They are co-owners. There is no partnership between them. ആ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരാൾ തന്നില്ലെങ്കിൽ മറ്റേ പാർട്ട്ണറിനോട് ചോദിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവർ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഇല്ല, ഇവിടെ കോ ഓണർഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ സൂസൻ ഇസ് ലയബിൾ ടു പേ പുള്ളിക്കാരിയുടെ ഷെയർ ഓൺലി. ടോട്ടൽ 4,000 വന്നു, 3,700 + 300, ടോട്ടൽ 4,000 വന്നു. സൂസൻ അടുത്തുനിന്ന് മൊത്തം പൈസ ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ദിവ്യയുടെ പൈസയും കൂടെ എനിക്ക് വേണം, അങ്ങനെ ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ബിക്കോസ് അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ മ്യൂച്വൽ ഏജൻസി എന്ന് പറയാമായിരുന്നു. ഇവിടെ പാർട്ട്ണർഷിപ്പേ ഇല്ല, ഇറ്റ് ഇസ് ഓൺലി കോ ഓണർഷിപ്പ്. സോ സൂസൻ അടുത്തുനിന്ന് 2,000 മേടിച്ചെടുക്കുക, ദിവ്യയുടെ അടുത്തുനിന്ന് 2,000 മേടിച്ചെടുക്കുക. ദർ ഇസ് നോ പാർട്ട്ണർഷിപ്പ്, ദർ ഇസ് ഓൺലി കോ ഓണർഷിപ്പ്. ക്ലിയർ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. Going to the next one, A enters into a contract with B that A sells a house for 10 lakh to B. Further, they both signed an agreement that if B sues the house for gambling purposes, then B shall pay A 50,000 for it. So A B യോട് പറയാണ്, ഞാൻ എൻ്റെ വീട് നിനക്ക് വിൽക്കാം ഫോർ 10 lakh rupees എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും ഒരു എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നു. എന്നിട്ട് ഫർദർ പറയുവാണ്, ഞാൻ നിനക്ക് വിൽക്കുന്ന വീട് നീ ഗാംബ്ലിംഗ് പർപ്പസിന് യൂസ് ചെയ്യുവാണെങ്കിൽ 50,000 കൂടെ ഞാൻ നിനക്ക് എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യാം. ബി അത് എഗ്രി ചെയ്യുവാണ്. ഹൗഎവർ ആഫ്റ്റർ എ ഇയർ ഓഫ് സെയിൽ ബി സ്റ്റാർട്ടഡ് ഗാംബ്ലിംഗ് ബിസിനസ് ഇൻ ദാറ്റ് ഹൗസ്, ക്യാൻ എ ക്ലെയിം 50,000 ഫ്രം ബി. വിറ്റതിന് ശേഷം ഗാംബ്ലിംഗ് പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നു, 50,000 രൂപ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്ഷൻ 24 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു എഗ്രിമെൻറ്റിൽ ഒരു പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് ലീഗലാണ്, അതർ പാർട്ട് ഇല്ലീഗലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു വാലിഡിറ്റിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. ലീഗൽ പാർട്ടും ഇല്ലീഗൽ പാർട്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ലോഫുൾ പാർട്ട് അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റ് ലോഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അൺലോഫുൾ ആയിട്ടുള്ള പാർട്ട് ഒബ്ജക്റ്റ് ലോഫുൾ അല്ല, അപ്പോൾ ആ പറയുന്ന കോൺട്രാക്ട് എന്തായി മാറും? വോയിഡ് ആയി മാറും. സോ സെക്ഷൻ 24 പ്രകാരം ഒരു കോൺട്രാക്റ്റിനകത്ത് ലീഗൽ പാർട്ടും ഉണ്ട്, ഇല്ലീഗൽ പാർട്ടും ഉണ്ട്. നിങ്ങൾക്കത് സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ ലീഗൽ പാർട്ട് വെർ ദ ഒബ്ജക്റ്റ് ഇസ് ലോഫുൾ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ. ദ ഇല്ലീഗൽ പാർട്ട് അല്ലെങ്കിൽ ദ അൺലോഫുൾ പാർട്ട് വെർ ദ ഒബ്ജക്റ്റ് ഇസ് അൺലോഫുൾ such a unlawful part will be void. സോ ഈ കേസിൽ ആ 10 ലക്ഷത്തിന് വീട് വിൽക്കുക എന്നുള്ളത് നോർമലായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്, ഒബ്ജക്റ്റ് ലോഫുള്ളാണ്, കുഴപ്പമൊന്നുമില്ല. അത് ഗാംബ്ലിംഗ് പർപ്പസിനെ യൂസ് ചെയ്യുക എന്നുള്ളത് തെറ്റാണ്. സോ ആ ലീഗൽ പാർട്ട് എൻഫോഴ്സ് ചെയ്തെടുക്കാം, ഇല്ലീഗൽ പാർട്ട് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ സെയിൽ ഓഫ് എഗ്രിമെൻറ്റ് ഓഫ് ഹൗസ് എഗ്രിമെൻറ്റ് ഇസ് വാലിഡ്, ഗാംബ്ലിംഗ് എഗ്രിമെൻറ്റ് ഇസ് ഇല്ലീഗൽ, നോട്ട് എൻഫോഴ്സിബിൾ. അത് ഇല്ലീഗലാണ്, എൻഫോഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കൺസിഡറേഷനെ ബേസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. Again, this LLP question is not part of your workbook, but still we have sorted out this in class, so listen. There is an LLP by the name Ram Infrastructure Develop LLP, which has 4 partners. 4 partners ഉണ്ട്. രാഹുൽ, റഹീം, കർത്തർ ആൻഡ് ആൽബർട്ട്. 4 partners ഉണ്ട്, 4 individuals. Mr. Rahul and Mr. Albert are non-residents. Non-resident ആണ്, while other 2 are residents. So ആരൊക്കെയാണ് ഇവിടെ non-residents? That is Rahul and Albert. Okay, 2 പേര് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന 2 പേരും നോൺ റെസിഡൻസ് ആണ്. നൗ LLP are residents. LLP wants to take Mr. Rahul and Mr. Rahim. രാഹുലിനെയും റഹീമിനെയും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് എടുക്കാനാണ് താല്പര്യം. എക്സ്പ്ലെയിൻ ദ ലൈറ്റ് ഓഫ് LLP Act 2008 വെദർ LLP ക്യാൻ ഡു സോ. LLPക്ക് അകത്ത് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. ഇവിടെ ഇൻഡിവിജ്വൽ തന്നെയാണ്, അതിൽ ഒരാളെങ്കിലും റെസിഡൻറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LLP Act പ്രകാരം 120 days ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റേ ചെയ്ത ഒരാളായിരിക്കണം. സോ ഈ കേസിൽ ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ നോൺ റെസിഡൻസും ബാക്കിയുള്ള ആൾക്കാർ റെസിഡൻറ്റും. അയാൾ ചൂസ് ചെയ്തേക്കുന്ന ആരൊക്കെയാണ് നോക്കി, വിച്ച് ഐ
put a tick mark. He has selected Rahul and Mr. Rahim. അപ്പോൾ ഒരു റെസിഡൻറ്റും ഉണ്ട് ഒരു നോൺ റെസിഡൻറ്റ്. സോ ഒരു റെസിഡൻ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, വാലിഡ് ആണ്. LLPക്ക് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ കേസിൽ LLPക്ക് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ഒരാൾ അത് ഇൻഡിവിജ്വൽ തന്നെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്തായിരിക്കണം, ഒരാൾ റെസിഡൻ്റ് ആയിരിക്കണം, ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 120 ദിവസം ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ആളായിരിക്കണം. അപ്പോൾ ഈ കേസിൽ ഇവർ പേരെന്തോ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ജോയൽ അലീന എന്നൊന്നും അല്ല താഴെ കിടക്കുന്നത്, പേരും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതല്ല, അതായത് രാഹുലിനെയും അവരെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, ഒരു കുഴപ്പമില്ല. സോ റിമെമ്പർ, ഈ കേസിൽ ഇവർ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ആൻഡ് റഹീമിനാണ്, ഒരു കുഴപ്പമില്ല. ഇവർ ആൻസർ കൊടുത്തേക്കുന്ന തെറ്റാ കേട്ടോ. ഐ ലാസ്റ്റ് ടൈം ടു കറക്റ്റ് ഓൾ ദാറ്റ്. സോ ഇറ്റ് ഇസ് രാഹുൽ ആൻഡ് റഹീം. രാഹുൽ ആൻഡ് റഹീമിനെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വാലിഡാണ്, ഒരു പ്രശ്നമില്ല. കാരണം ഒരാൾ റെസിഡൻറ്റുമാണ്, ഒരാൾ നോൺ റെസിഡൻറ്റുമാണ്, ഇൻഡിവിജ്വലുമാണ്, പ്രശ്നമൊന്നുമില്ല. അടുത്തത്, അബാബ് ഹൗസ് എ ഫേം ഡീലിംഗ് വിത്ത് ദ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് customized as per the requirement of customers. They dealt with silk, organza, cotton, khadi, chiffon, many other different types of cloth. പല ക്ലോത്ത്സ് ഡീൽ ചെയ്യുന്നു. മിസ്റ്റർ മെരിമ, കസ്റ്റമർ കെയിം ടു ദ ഷോപ്പ് ആൻഡ് ആസ്ക് ഫോർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലോത്ത്. എടുത്തു പറഞ്ഞു ഫോർ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലോത്ത് തന്നെ വേണം എന്ന് പറഞ്ഞു ഫോർ മേക്കിംഗ് എ സാരി, ഒരു സാരി ഉണ്ടാക്കാൻ വേണ്ടി. സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തു ഷീ റിക്വയർഡ് കോട്ടൺ സിൽക്ക് ക്ലോത്ത്. എടുത്തു പറഞ്ഞു എനിക്ക് കോട്ടൺ സിൽക്ക് ക്ലോത്ത് തന്നെ വേണം, വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ പർപ്പസ്. എനിക്ക് സാരി ഉണ്ടാക്കാനായിട്ട് കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഷോപ്പ് ഓണർ എഗ്രി ചെയ്യുന്നു, ക്ലോത്ത് പീസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ആസ് പെർ ദ ബയേഴ്സ് റിക്വയർമെൻറ്റ്. വെൻ മെരിമ വെൻ ടു ദ ടൈലർ ഫോർ ഗെറ്റിംഗ് ദ സാരി സ്റ്റിച്ച്, ഷീ ഫൗണ്ട് സെല്ലർ ഹാസ് സപ്ലൈഡ് കോട്ടൺ ഓർഗൻ ഡൈ, അതായത് കോട്ടൺ ഓർഗൻസ പോലത്തെ ഒരു മെറ്റീരിയലാണ് സപ്ലൈ ചെയ്തത്, കോട്ടൺ സിൽക്ക് അല്ല. അത് ഈ പറയുന്ന സാരി ഉണ്ടാക്കാൻ വേണ്ടി സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇറ്റ് ഇസ് ഹെവിലി സ്റ്റാർച്ച്, ഭയങ്കര സ്റ്റാർച്ചാണ്, ഭയങ്കര കട്ടിയുണ്ട്, ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ദ സാരി. സാരി ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. പുള്ളിക്കാരി ചോദിച്ചത് കോട്ടൺ സിൽക്കും, ആ കോട്ടൺ സിൽക്കാന്ന് പറഞ്ഞ് കൊടുത്തത് കോട്ടൺ ഓർഗൻ ഡൈ ആയിരുന്നു, വേറൊരു മെറ്റീരിയലാണ് കൊടുത്തത്. ടൈലർ ആസ് മെരിമ ടു റിട്ടേൺ ദ കോട്ടൺ ഓർഗൻ ഡൈ ക്ലോത്ത് ആസ് ഇറ്റ് വുഡ് നോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്. നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. ഷോപ്പ് ഓണർ റെഫ്യൂസ് ടു റിട്ടേൺ ദ ക്ലോത്ത് ഓൺ ദ പ്ലീ ദാറ്റ് ഇറ്റ് വാസ് കട്ട് ടു സ്പെസിഫിക് റിക്വയർമെൻറ്റ്. സ്പെസിഫിക് റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് കട്ട് ചെയ്തു പോയി, അതൊന്നും നമ്മളത് അക്സെപ്റ്റ് ചെയ്യൂല. വിത്ത് റെഫറൻസ് ടു ഡോക്ട്രൈൻ ഓഫ് കവേറ്റംറ്റർ എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടി ഓഫ് ബയർ ആസ് വെൽ ആസ് എ സെല്ലർ. കവേറ്റംറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഈ പറയുന്ന കണ്ടെക്സ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. കവേറ്റംറ്റർ എന്ന് പറയുന്നത് ലെറ്റ് ദ ബയർ ബിവെയർ. ചില കാര്യങ്ങളിൽ ബയർ, അതായത് സാധാരണ ഡിഫക്റ്റുകൾ സെല്ലർ ബയറിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അതിന് എക്സെപ്ഷൻസും ഉണ്ട് കവേറ്റംറ്ററിന്. നമ്മൾ സ്പെസിഫിക് റിക്വയർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതും പറയുന്നുണ്ട്. സോ കവേറ്റംറ്റർ മീൻസ് ബയർ ബിവെയർ. ഒരു കാര്യം മേടിക്കാൻ നേരത്ത് ബയർ നോക്കി മനസ്സിലാക്കി ഡെലിജൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ സാധനം മേടിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഡ്യൂട്ടി ഓഫ് ദ ബയർ അക്കോർഡിംഗ് ടു ഡോക്ട്രൈൻ ഓഫ് കവേറ്റംറ്റർ ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, കവേറ്റംറ്റർ മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. ബയർ മനസ്സിലാക്കിയിട്ട് വേണം ഗുഡ്സ് മേടിക്കാൻ. വെൻ ദ സെല്ലർ ഡിസ്പ്ലേസ് ദ ഗുഡ്സ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, ഡിസ്പ്ലേ ചെയ്ത് വെക്കുമ്പോൾ ഇറ്റ് ഇസ് ഫോർ ദ ബയർ ടു മേക്ക് എ പ്രോപ്പർ സെലക്ഷൻ. പ്രോപ്പർ സെലക്ഷൻ എടുക്കേണ്ടത് ബയറാണ്. ഇഫ് ദ ഗുഡ്സ് ടേൺ ഔട്ട് ടു ബി ഡിഫക്റ്റീവ് ആകുമ്പോൾ സെല്ലറിനെ ലയബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. സോ ബയർ എപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നാണ് ഡോക്ട്രൈൻ പറയുന്നത്. ദ സെല്ലർ ഇസ് നോ വേ റെസ്പോൺസിബിൾ ഫോർ ദ ബാഡ് സെലക്ഷൻ ഓഫ് ദ ബയർ. ബാഡ് സെലക്ഷൻ ഓഫ് ദ ബയറിന് റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല. സെല്ലർ ഇസ് നോട്ട് ബൗണ്ട് ടു ഡിസ്ക്ലോസ് എ ഡിഫക്ട്സ് ഇൻ ദ ഗുഡ്സ്. സെല്ലർ ആ പറയുന്ന ഡിഫക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോ, അവർ എടുത്തു ചോദിക്കുന്ന ഒരു സംഭവം നിങ്ങൾ മെജോറിറ്റി ആൾക്കാർ തെറ്റിക്കാറുമുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ എക്സെപ്ഷൻസ് എഴുതാറില്ല, മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. However, there are following exceptions. Fitness as to quality, purchase under patent brand name, sold by description, merchantable quality, sale by sample as well as description, trade usage. ഈ പറയുന്ന കേസുകളിൽ let the buyer beware അല്ല എന്ന് പറഞ്ഞാൽ ബയർ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ബയറിന് വരുന്ന നഷ്ടം ആര് തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം, സെല്ലർ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. സോ മോളിൽ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം മിസ്സസ് മെരിമ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ദ മണി ബാക്ക് ഓർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത്. കാരണം വളരെ വ്യക്തമായിട്ട് പർപ്പസ് പറഞ്ഞിരുന്നു. ക്വാളിറ്റി ആസ് ടു ഫിറ്റ്നസ് തന്നെ ഓർത്താൽ പോരെ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ദിസ് ഇസ് വാട്ട് ഐ വോണ്ട്. സോ അതായിട്ട് അത് മാച്ചായി പോയിട്ടില്ല. അപ്പോൾ അവിടെ കവേറ്റംറ്റർ കോൺസെപ്റ്റ് അല്ല, എക്സെപ്ഷനകത്ത് കവേർഡാണ്. സോ ഡെഫിനറ്റ്ലി പുള്ളിക്കാരിയുടെ പൈസ തിരിച്ചു മേടിക്കാം. റൈറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത് പുള്ളിക്കാരിക്ക് ഡിമാൻഡ് ചെയ്യാം. നൗ ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു സപ്ലൈ സച്ച് ഗുഡ്സ് വിച്ച് ആർ റീസണബിളി ഫിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ബയർ. സെല്ലറിൻ്റെ ഡ്യൂട്ടിയാണ് ബയറിന് വേണ്ട ഗുഡ്സ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുവൈറ്റ്
tempter, let the buyer beware അല്ല, ഇവിടെ ക്വാളിറ്റി ആസ് ടു ഫിറ്റ്നസ് ആണ്. അതായത് ബയർ വാസ് റിലേയിങ് ഓൺ ദ സ്കിൽ ഓഫ് ദ സെല്ലർ. സെല്ലറിൻ്റെ സ്കില്ലിനെ റിലേ ചെയ്തിട്ട് എടുത്ത് പറഞ്ഞു എനിക്ക് കോട്ടൺ സിൽക്കാണ് വേണം. ക്വാളിറ്റി ആസ് ടു ഫിറ്റ്നസ് അപ്ലൈ ചെയ്യും. എക്സെപ്ഷൻ ഓഫ് കവേ ടെംപ്റ്റർ ആണ്. അവിടെ സെല്ലർ ഡെഫിനറ്റ്ലി ആ ബയർ റിട്ടേൺ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, അയാൾക്ക് വേണ്ട ഗുഡ്സ് എന്താണോ അത് സപ്ലൈ ചെയ്യുക. ഇറ്റ് ഇസ് മാൻഡേറ്ററി. സോ ഇറ്റ് ഇസ് ആൻ എക്സെപ്ഷൻ ടു ഡോക്ട്രൈൻ ഓഫ് കവേ ടെംപ്റ്റർ. Going to the next one, ഏകദേശം തീരാറായി വരുന്നു. XYZ jointly borrowed 90,000 from L. 3 പേരും കൂടെ 90,000 ആണ് കടം മേടിച്ചത്. Decide each of the following in the light of the Indian Contract Act. Whether L can compel only Y to pay the entire loan. മൊത്തം പൈസ എല്ലിന് വൈൻ്റെ അടുത്തുനിന്ന് കമ്പൽ ചെയ്ത് ചോദിച്ച് മേടിക്കാൻ വേണ്ടി പറ്റും. Of 90,000. Whether L can compel only the legal representative of Y to pay the loan of 90,000 if X, Y and Z die. So X ഉം Y, Z ഉം തട്ടിപ്പോയി. അപ്പോൾ Yയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ അടുത്തുനിന്ന് മാത്രം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പൈസ മേടിച്ചെടുക്കാൻ പറ്റും. Whether Y and Z are released from their liability to L and X is released from his liability to Y and Z for contribution. If L releases X from his liability and sues Y and Z for payment. അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം. സോ ഫസ്റ്റ് 2 കേസ് ആദ്യം സോൾവ് ചെയ്യാം ആൻഡ് ദെൻ വീൽ സ്പ്ലിറ്റ് ആൻഡ് ടെൽ. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഐ സ്പ്ലിറ്റ് ആൻഡ് explain it to you. So ഫസ്റ്റ് കേസിൽ എക്സ് വൈ ഇസഡ് 3 പേരും കൂടെ 90,000 റുപ്പീസ് എല്ലിന് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എൽ എന്ന് പറയുന്ന വ്യക്തി എടുത്ത് വൈ എന്ന് പറയുന്ന ഒരാളോട് മാത്രം 90,000 റുപ്പീസ് അങ്ങനെ കമ്പൽ ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെ വൈ ആണ് മൊത്തം പൈസ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സും ഇസഡും അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഷെയർസ് വൈക്ക് തിരിച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. സോ ആ പറയുന്ന ആൾ മൊത്തം പൈസ മൊത്തം പൈസ വൈൻ്റെ അടുത്തുനിന്ന് കമ്പൽ ചെയ്ത് മേടിച്ചു, ഒരു കുഴപ്പമില്ല. എക്സും ഇസഡും അവനവൻ്റെ അവർ കൊടുക്കേണ്ടിയിരുന്ന ഷെയർ വൈക്ക് കൊടുത്തു തീർത്താൽ മതി. സോ യെസ്, എൽ ക്യാൻ കമ്പൽ ഓൺലി ടു പേ 90,000 ആസ് പെർ സെക്ഷൻ 43. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ്, പ്രോമിസി മേ കമ്പൽ എനി വൺ ഓർ മോർ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസർ ടു പെർഫോം ദ ഹോൾ ഓഫ് ദ പ്രോമിസ്. പ്രോമിസിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളോട് മാത്രം മൊത്തം പൈസ തരാൻ വേണ്ടി പറയാം, ഒരു കുഴപ്പവും ഇല്ല. നോ സെക്കൻഡ് കേസിൽ 3 പേരും തട്ടിപ്പോകുമ്പോൾ വൈയുടെ മാത്രം ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോട് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും പൈസ തരാൻ വേണ്ടി കമ്പൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ദിസ് 43-ക്കകത്ത് അപ്ലൈ ചെയ്ത അതേ പ്രൊവിഷൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ആപ്ലിക്കബിൾ ആവുമല്ലോ. ഐ റിപ്പീറ്റ് ദിസ് അഗൈൻ. അതായത് പ്രോമിസി എടുത്ത് ഒരാളോട് മാത്രം കമ്പൽ ചെയ്തു, ഏതെങ്കിലും ഒരു പ്രോമിസറിനോടോ ജോയിൻറ്റ് പ്രോമിസറിനോടോ എടുത്ത്, അതായത് വൈനെ മാത്രം കമ്പൽ ചെയ്തു, അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈനെ മാത്രം കമ്പൽ ചെയ്തു, ഇസഡിനോട് ചോദിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഇസഡിൻ്റെ ഷെയർ എക്സ് ആൻഡ് വൈക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. സോ പ്രോമിസി ക്യാൻ കമ്പൽ എനി വൺ ഓർ മോർ of the joint promisors to make the whole debt. ഒരു കുഴപ്പമില്ല. പക്ഷേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോട് അങ്ങനെ ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല. ആസ് പെർ സെക്ഷൻ 42, 2 or more persons have made a joint promise unless a contrary intention appears. All such person during their joint lives and after the death of any of them, legal representative shall be liable to pay. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഓൾ മസ്റ്റ് ഫുൾഫിൽ ദ പ്രോമിസ്. അതായത് എക്സിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, വൈൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഇസഡിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, വൈൻ്റെ മാത്രം ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ചിട്ട് മൊത്തം 90,000 ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ജീവനോടിരിക്കുമ്പോൾ ഒരാളോട് മാത്രം ചോദിച്ചെടുത്തു, ബാക്കിയുള്ള ആൾക്കാരോട് അവർ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്താൽ മതി. മരിച്ചു പോകുമ്പോൾ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോട് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ ബെയർ ചെയ്ത് തരണം, എന്നിട്ട് നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. സോ 43-ൽ നമ്മൾ അപ്ലൈ ചെയ്ത അതേ കോൺസെപ്റ്റ് താഴെ വന്നിട്ട് അപ്ലൈ ചെയ്യരുത്. ഇനി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാമേ. വെദർ വൈ ആൻഡ് ഇസഡ് ആർ റിലീസ്ഡ്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. വൈ ആൻഡ് എസഡ് റിലീസ്ഡ് ആണോ ഫ്രം ദെയർ ലയബിലിറ്റി ടു എൽ, അതായത് എൽ ആണ് മൊത്തം പൈസ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈയും ഇസഡും ലയബിലിറ്റി കൊടുക്കണ്ടേ? അതായത് എല്ല് മൊത്തം 90,000 കൊടുത്തു, വെദർ വൈ ആൻഡ് ഇസഡ് ആർ റിലീസ്ഡ് ഫ്രം ദെയർ ലയബിലിറ്റി ടു എൽ, എല്ലിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നല്ലോ 90,000. സോ വൈനെയും ഇസഡിനെയും റിലീസ് ചെയ്തു, ലയബിലിറ്റി ഇന്ന് റിലീസ് ചെയ്തു. ആൻഡ് എക്സ് ഇസ് റിലീസ് ഫ്രം ഹിസ് ലയബിലിറ്റി ടു വൈ ആൻഡ് ഇസഡ് ഫോർ കോൺട്രിബ്യൂഷൻ. വൈയും ഇസഡിൻ്റെ കോൺട്രിബ്യൂഷനിൽ നിന്ന് എക്സിനെയും റിലീസ് ചെയ്തു. ഇഫ് എൽ റിലീസസ് എക്സ് ഫ്രം ഹിസ് ലയബിലിറ്റി ആൻഡ് സ്യൂസ് വൈ ആൻഡ് ഇസഡ് ഫോർ ദ പേയ്മെൻറ്റ്. സോ എക്സിനെ റിലീസ് ചെയ്തു, വൈ ആൻഡ് ഇസഡ് മാത്രം തന്നാൽ മതി എന്ന് പറയുന്നു. സോ വി ആർ സ്പ്ലിറ്റിംഗ് ഇറ്റ് അഗെയിൻ. സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. സോ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ വെദർ വൈ ആൻഡ് ഇസഡ് ആർ റിലീസ് ഫ്രം ദർ ലയബിലിറ്റി ടു എൽ, വൈയും ഇസഡും ലയബിലിറ്റിയിൽ നിന്ന് റിലീസായോ? അടുത്ത പാർട്ട് പറയാണ്, ആൻഡ് എക്സ് ഇസ് റിലീസ് ഫ്രം ദ ലയബിലിറ്റി ടു വൈ ആൻഡ് ഇസഡ് ഫോർ കോൺട്രിബ്യൂഷൻ. എക്സ് റിലീസ്ഡ് ആണോ ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ടു വൈ ആൻഡ് ഇസഡ്? അടുത്ത ഭാഗം ഇസ് ഇഫ് എൽ റിലീസസ് എക്സ്, എക്സിനെ മാത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വൈയും ഇസഡും പേയ്മെൻറ്റ് തരാം, അതായത് ഒരാളെ മാത്രം റിലീസ് ചെയ്യുമ്പം ബാക്കിയുള്ള ആൾക്കാരും തരണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? സോ 3 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം.
നമുക്ക് നോക്കാം. ആ ഒരു ഭാഗം കുട്ടികൾ തെറ്റിക്കും. സെക്ഷൻ 44 പ്രകാരം 2 or more persons ജോയിൻറ്റ് പ്രോമിസ് കൊടുത്തു. റിലീസ് ഓഫ് വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് സംഭവിക്കുന്നു. ബൈ ദ പ്രോമിസി ഡസ് നോട്ട് ഡിസ്ചാർജ് അതർ ജോയിൻറ്റ് പ്രോമിസ്. അതായത് XYZ ഉണ്ട്, എക്സിനെ മാത്രം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞ് വൈയും ഇസഡും പേയ്മെൻറ്റ് കൊടുക്കേണ്ടെന്നാണോ? അല്ല. അല്ല, എക്സിനെയും ഇസഡിനെയും റിമൂവ് ചെയ്തു, റിലീസ് ചെയ്തു, വൈ പേയ്മെൻറ്റ് കൊടുക്കേണ്ടെന്നാണോ? അല്ല. സോ ഒരു പ്രോമിസി ഒരു പ്രോമിസറിൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തു എന്നും പറഞ്ഞ് ബാക്കിയുള്ള പ്രോമിസേഴ്സിൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയി പോയി എന്നാണോ? അല്ല. അങ്ങനെയാണ് സെക്ഷൻ 44 പറയുന്നത്. Neither does it free the joint promisors or release from responsibility to other joint promisor or promisors. ഇപ്പം let us take the example. എക്സിനെ റിലീസ് ചെയ്തു എന്നും പറഞ്ഞ് വൈയും ഇസഡും കൊടുത്തു തീർത്തു. അപ്പോൾ എക്സ് വൈക്കും ഇസഡിനും കൊടുക്കണ്ട എന്നാണോ അർത്ഥം? അതാണ് ക്വസ്റ്റ്യൻ. അല്ല. ഒരാളെ റിലീസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വൈയും ഇസഡും റിലീസ്ഡ് ആവുന്നില്ല. ആ റിലീസായി പോയ ആൾ മറ്റുള്ള പ്രോമിസേഴ്സിന് പൈസ കൊടുക്കണ്ട എന്നുമല്ല. ഐ എം റിപ്പീറ്റിംഗ് അഗെയിൻ. എക്സ് വൈ ഇസഡ് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അല്ല, 3 പാർട്ട്നേഴ്സ് വേണ്ട, 3 പ്രോമിസേഴ്സ് ഉണ്ട്. എൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. എക്സിനെ റിലീസ് ചെയ്തു. എക്സിനെ റിലീസ് ചെയ്യുമ്പം വൈയും ഇസഡും റിലീസ് ചെയ്തതുപോലെ ആണോ? വൈയും ഇസഡും പേയ്മെൻറ്റ് കൊടുക്കണ്ട എന്നാണോ? അല്ല. വൈയും ഇസഡും എക്സും കൂടെ കൊടുക്കേണ്ട പേയ്മെൻറ്റ് കൊടുത്തു തീർത്തു. അത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതായത് എക്സ് റിലീസായി എന്നും പറഞ്ഞുകൊണ്ട് വൈയും ഇസഡും റിലീസ്ഡ് ആകുന്നില്ല. സെക്കൻഡ് തിങ്, എക്സ് റിലീസ്ഡ് ആയി പോയി, എക്സ് തരണ്ട എന്ന് പ്രോമിസി പറയുന്നു. അതിൻ്റെ അർത്ഥം എക്സ് ആ പറയുന്ന പേയ്മെൻറ്റ് വൈക്കും ഇസഡിനും കൊടുക്കണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. സോ എക്സ് റിലീസ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വൈയും ഇസഡും അതർ പ്രോമിസേഴ്സ് റിലീസ്ഡ് ആവുന്നില്ല. അതുപോലെ റിലീസ്ഡ് ആയി പോയ പ്രോമിസേഴ്സ് ബാക്കിയുള്ള കൊടുത്തു തീർത്ത പ്രോമിസേഴ്സിന് അടുത്തുള്ള ലയബിലിറ്റിയും ഡിസ്ചാർജ് ആവുന്നില്ല. ജസ്റ്റ് അവരിപ്പോൾ കൊടുത്തു തീർത്തുന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള എന്താണോ ആ ഡീല് നിങ്ങൾ തീർക്കണം. സോ ഇൻ ദ ഗിവൺ കേസ് റിലീസ് ഓഫ് എക്സ് ഡസ് നോട്ട് ഡിസ്ചാർജ് വൈ ആൻഡ് ഇസഡ്. എന്താ, എക്സിനെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വൈയും ഇസഡും ഡിസ്ചാർജ് ആവുന്നില്ല. ഫസ്റ്റ് പാർട്ട്. വൈ ഇസഡും റിമെയിൻ ലയബിൾ ടു ദ എൻറ്റയർ എമൗണ്ട്. സെക്കൻഡ് പാർട്ട്. ഓൾദോ എക്സ് ഇസ് നോട്ട് ലയബിൾ ടു പേ ടു എൽ ബട്ട് ഹി റിമെയിൻസ് ലയബിൾ ടു വൈ ആൻഡ് ഇസഡ്. 3 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. 3 നമ്മൾ പറഞ്ഞു. എക്സിനെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു വൈയും ഇസഡും റിലീസ്ഡ് ആവുന്നുണ്ടോ? ഇല്ല. വൈയും ഇസഡും സ്റ്റിൽ റിമെയിൻസ് ലയബിൾ ടു എൽ ആണ്. അടുത്തത്, എക്സ് എല്ലിന് ലയബിലിറ്റി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ വൈക്കും ഇസഡിനും അയാളുടെ കോൺട്രിബ്യൂഷൻ തിരിച്ച് റീപേ ചെയ്യേണ്ടെന്നാണോ അർത്ഥം? അല്ല. അവന് കൊടുക്കേണ്ടിയിരുന്ന കോൺട്രിബ്യൂഷൻ വൈ ഇസഡിനും അവൻ കൊടുത്ത് തീർക്കണം. 44 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സജസ്റ്റഡ് ആൻസർ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, ട്രെൻഡ് അനാലിസിസിനകത്തും പറഞ്ഞിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അടുത്തത്, സൃഷ്ടി അക്വയർഡ് എ വാല്യുബിൾ ഡയമണ്ട് അറ്റ് എ വെരി ലോ പ്രൈസ്. വെരി ലോ പ്രൈസിൽ അക്വയർ ചെയ്യുന്നു അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റിലാണ് അക്വയർ ചെയ്യുന്നത്. ദ വോയിഡബിൾ കോൺട്രാക്ട് വാസ് നോട്ട് റിസൈൻഡ്. വോയിഡബിൾ കോൺട്രാക്ട് റിസൈൻഡ് ആയിട്ടില്ല. സൃഷ്ടി പ്ലെഡ്ജ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലെഡ്ജ് വാലിഡ് ആവും. നമ്മൾ സോഗയ്ക്കകത്ത് നോൺ ഓണർ കൊടുക്കുന്ന അതേ കോൺസെപ്റ്റാണ് ഇവിടെ. പ്ലെഡ്ജ് ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. പോണർ ഒരു ഗുഡ് ഒബ്റ്റെയിൻ ചെയ്തു, അത് വോയിഡബിൾ കോൺട്രാക്റ്റിലാണ്. അതായത് ഫ്രോഡ് ഉപയോഗിച്ചിട്ടോ മിസ്റെപ്രസെൻറ്റേഷനോ കൊയേഷനോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഗുഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നു, പ്ലെഡ്ജ് ചെയ്ത് കിട്ടുന്നു, അത് വോയിഡബിൾ ആണ്. സെക്ഷൻ 1919A പ്രകാരം കോൺട്രാക്ട് റിസൈൻഡ് ആയി പോയിട്ടില്ല എങ്കിൽ പോണിക്ക് എന്ത് ടൈറ്റിലേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. പോണി അത് ഗുഡ് ഫെയ്ത്തിലാണ് അക്സെപ്റ്റ് ചെയ്തത്. പോണറിൻ്റെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ പറ്റി പോണിക്ക് അറിയില്ലായിരുന്നു. ദെർഫോർ സൃഷ്ടിക്ക് എന്ത് ടൈറ്റിൽ കിട്ടും? വാലിഡ് ടൈറ്റിൽ കിട്ടും. സോഗയ്ക്കകത്ത് നമ്മൾ നോൺ ഓണറിനകത്ത് പഠിച്ച ഒരു പ്രൊവിഷനുണ്ട്. സെയിം പ്രൊവിഷനാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്തും. വോയിഡബിൾ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നു, കോൺട്രാക്ട് റിസൈൻ ചെയ്തിട്ടില്ല, അവോയ്ഡ് ചെയ്തിട്ടില്ല. പോണിക്ക് ഒരു രീതിയിലും അറിയില്ലായിരുന്നു. ആ കോൺട്രാക്ട് ഒബ്റ്റെയിൻ ചെയ്തപ്പം പോണറിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ്, ഗുഡ് ഫെയ്ത്തിലാണ് അക്സെപ്റ്റ് ചെയ്തത്. എന്ത് ടൈറ്റിലേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. വെരി സിമിലർ പ്രൊവിഷൻ വി സ്റ്റഡീഡ്. സോഗയ്ക്കകത്തും പഠിച്ചു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്തും പഠിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പൊതുവെ ചോദിക്കാൻ ചാൻസ്. ഓൾമോസ്റ്റ് തീരാറായി. വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ ഇംപ്ലൈഡ് അതോറിറ്റി. ഒത്തിരി ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ ഇംപ്ലൈഡ് അതോറിറ്റി. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി യൂസേജ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ് ടു ദ കോൺട്രാരി, ദ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ ഡസ് നോട്ട് എംപവർ in the absence of any usage or custom of trade to the contrary, the implied authority of a partner does not empower him to do certain acts. State the acts which are beyond the implied authority of a partner under the provisions of Indian Partnership Act. So implied authority എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ കേസിൽ ഒരു പാർട്ട്ണറിന് implied authority കാണൂല? സെക്ഷൻ 19 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം റെഡ് വിത്ത് സെക്ഷൻ 22 പ്രകാരം implied authority എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറിന് യൂഷ്വൽ വേ ഓഫ് ബിസിനസ്സിൽ ഓർഡിനറി കോഴ്സിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരന് ചെയ്യാം. ഒരു പാർട്ട്ണറിന് പൊതുവേ ചെയ്യാൻ പറ്റുന്ന എല്ലാ അതായത് യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പാർട്ട്ണറിന് ചെയ്യാം. അതായത് എക്സ്പ്രസ്സിൽ എഴുതി
വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുന്നതും. സോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. സോ പൊതുവേ ഒരു യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ് ആ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെ ഒരു കാര്യം ഒരാൾ ചെയ്യണം അതൊക്കെ ഒരു പാർട്ട്ണർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് സെക്ഷൻ 19 ആൻഡ് സെക്ഷൻ 22 പറയുന്നത്. പക്ഷെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഒരു ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇൻ റിലേഷൻ ടു ദ ബിസിനസ് ഓഫ് എ ഫേം. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റില്ല ഇൻ ദ ഫേംസ് നെയിം. ഒരു ക്ലെയിം കിട്ടാൻ വേണ്ടി കിടപ്പുണ്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു സ്യൂട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ലയബിലിറ്റി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല. പുതിയൊരു പാർട്ട്ണർഷിപ്പിലോട്ട് ഏർപ്പെടാൻ പറ്റില്ല. ദീസ് ആർ ഫ്യൂ റെസ്ട്രിക്ഷൻ വിച്ച് ഹസ് ബീൻ implied by the act. സോ എടുത്തു പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇംപ്ലൈഡ് അതോറിറ്റി ഇല്ല. സോ യൂഷ്വൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ പൊതുവേ ഒരു എല്ലാ കാര്യവും ഒരു പാർട്ട്ണറിന് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവകാശത്തിനാണ് ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയുക. പക്ഷേ ചില കാര്യങ്ങളിൽ ഇംപ്ലൈഡ് അതോറിറ്റി കിട്ടില്ല. ഈ പറഞ്ഞ A to H നമ്മൾ എഴുതിയ പോയിന്റ്സിൽ ഇംപ്ലൈഡ് അതോറിറ്റി ഇല്ല. അതായത് അവർക്ക് അവകാശം ഇല്ല, ഒരു പാർട്ട്ണറിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോ റൈറ്റ്. The last question. Sonal went to a jewelry shop and asked the sales girls to show her diamond bangles with ruby stones. Ruby stones ഉള്ള ബാംഗിൾസ് കാണിക്കാൻ പറയുന്നു. The jeweler told her that we have a lot of designs of diamond bangles. ഒത്തിരി ഡിസൈൻസ് ഉണ്ട്, but with red stones ആണ്. If she chooses for herself any special design of diamond bangle with red stone, they will replace the stones with ruby stones. അപ്പോൾ റെഡ് സ്റ്റോൺസേ നമ്മുടെ കയ്യിലുള്ളൂ. നീ ഒരു ബാംഗിൾ സെലക്ട് ചെയ്യുക, നമ്മൾ ആ റെഡ് സ്റ്റോൺസ് മാറ്റിയിട്ട് നമുക്ക് നിങ്ങളുടെ റൂബി സ്റ്റോൺസ് നമ്മൾ വെച്ച് തരാം. ബട്ട് ഫോർ ദ റൂബി സ്റ്റോൺസ് അവർ കുറച്ച് എക്സ്ട്രാ കോസ്റ്റ് ചാർജ് ചെയ്യും. സോനാൽ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ഡിസൈനർ ബാംഗിൾസ് എടുക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, എക്സ്ട്രാ കോസ്റ്റ് റൂബി സ്റ്റോൺസിനുള്ള പൈസയും അടയ്ക്കുന്നു. ജൂവലർ റിക്വസ്റ്റഡ് പുള്ളിക്കാരിയുടെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറയുന്നു. പുള്ളിക്കാരി ഒരാഴ്ച കഴിഞ്ഞ് വരുന്നു, ബാംഗിൾസ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവുകയാണ് ഈ റൂബി സ്റ്റോൺസ് വെച്ചപ്പോൾ ആ പറയുന്ന ബാംഗിളുടെ ഡിസൈനേ അങ്ങ് മാറി. ഇപ്പോൾ പുള്ളിക്കാരിക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണം. സോ അവിടെ ഉണ്ടായിരുന്ന ബാംഗിൾ റെഡ് സ്റ്റോൺസ് ആണ്. അവർ തന്നെ പറഞ്ഞു എക്സ്ട്രാ പൈസ അടയ്ക്കുവാണെങ്കിൽ ഇതേ ബാംഗിളിൽ ഞങ്ങൾ റൂബി സ്റ്റോൺസ് വെച്ച് തരാം. ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ഒരാഴ്ച കഴിഞ്ഞ് വന്നു, ആ റൂബി സ്റ്റോൺസ് വെച്ചപ്പോൾ ബാംഗിളുടെ ഡിസൈനേ അങ്ങ് മാറി. ഇപ്പോൾ പുള്ളിക്കാരിക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യണം, എന്നിട്ട് ആ പൈസ തിരിച്ചു വേണം. മാനേജർ പറയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ്. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ സൊനാൽ ക്യാൻ റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ ജൂവലർ. ജൂവലറിൻ്റെ അടുത്തുനിന്ന് പൈസ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? വാട്ട് വുഡ് ബി യർ ആൻസർ ഇഫ് ജൂവലർ സേസ് ദാറ്റ് ഹി ക്യാൻ ചേഞ്ച് ദ ഡിസൈൻ ബട്ട് വിൽ ചാർജ് എക്സ്ട്രാ കോസ്റ്റ്. ഞാൻ ഡിസൈൻ ചേഞ്ച് ചെയ്ത് തരാം, പക്ഷേ എനിക്ക് അതിന് എക്സ്ട്രാ കോസ്റ്റ് വേണം എന്ന് മാനേജർ അല്ല ജൂവലർ പറയുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറും. സെക്ഷൻ 4 പ്രകാരം ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസ് ഓൺ ആകുന്നത് ഫ്രം ദ സെല്ലർ ടു ദ ബയർ, അപ്പോഴാണ് സെയിൽ ഉണ്ടാകുക. ബട്ട് വെൻ ദ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഇസ് ടു ടേക്ക് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, അതായത് ഭാവിയിലാണ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർ കോൺട്രാക്ട് ഓഫ് സെയിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നല്ല, എഗ്രിമെൻറ്റ് ടു സെൽ ആണ്. സോ ഒരു പ്രോപ്പർട്ടി പാസ് ഓൺ ആകുന്നത് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സമയത്താണ്. അതായത് ഗുഡ്സ് റെഡി ആയിരിക്കണം. ഇവിടെ ഫ്യൂച്ചറിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ആ കോൺട്രാക്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് അല്ല, അത് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. സോ ആസ് പെർ സെക്ഷൻ 4 എഗ്രിമെൻറ്റ് ടു സെല്ലിനകത്ത് ഒരു സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ ടൈം എലാപ്സ്ഡ് ആവണം, അല്ലെ കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആവണം. മോളി പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത് എപ്പോഴാണ്? ആ റൂബി സ്റ്റോൺസ് ഫിക്സ് ചെയ്ത് ഉദ്ദേശിച്ച ഡിസൈൻ പോലെ ആ ബാംഗിൾ വരണം. ഇവിടെ ആ ഒറിജിനൽ ഡിസൈൻ ഡിസ്റ്റർബ്ഡ് ആയി, ബാംഗിൾസ് ഒറിജിനൽ കണ്ടീഷനിലല്ല ഇരുന്നത്, സൊനാലിന് വേണം എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം. കാരണം പുള്ളിക്കാരിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ആ ഡിസൈനിൽ ചെയ്യാൻ പറഞ്ഞു. അവിടെ നമ്മൾ എഗ്രിമെൻറ്റ് സെല്ല് സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. വാട്ട് വാസ് എ കണ്ടീഷൻ? ആ ഡിസൈൻ അതുപോലെ നിന്നിട്ട് റൂബി സ്റ്റോൺസ് അവിടെ വരണം. സോ ദാറ്റ് കണ്ടീഷൻ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അവിടെ ടൈം അല്ല ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് മണി തിരിച്ചു മേടിക്കാം. ജൂവലർ മറ്റേ വേറെ രീതിയിൽ ചെയ്യാൻ എക്സ്ട്രാ കോസ്റ്റ് പുള്ളിക്കാരന് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ജൂവലർ ഓഫേഴ്സ് ടു ബ്രിങ് ദ ബാംഗിൾസ് ഇൻ ഒറിജിനൽ പൊസിഷൻ, ഹി കനോട്ട് ചാർജ് എൻ എക്സ്ട്രാ കോസ്റ്റ് ഫ്രം സോനൽ. അയാൾക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാം, പക്ഷേ ഡെഫിനറ്റ്ലി ഹി കനോട്ട് ചാർജ് എക്സ്ട്രാ കോസ്റ്റ് ഫ്രം സോനൽ. കാരണം അയാൾ പ്രോമിസ് ചെയ്ത കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഓക്കെ. So that is with the mock exam that was conducted today. Yes, the question paper was little lengthy. I do understand അത് ലെങ്തി ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്താണ്. കാരണം ഇഫ് വി മേക്ക് യുവർ മോക്ക് എക്സാംസ് വെരി ഈസി, വാട്ട് ഇസ് എ ഹോൾ പോയിന്റ്? ICA നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് തന്നു, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നു. ആൻഡ് ഫോർ ദ മെയിൻ എക്സാം ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, മാർക്സ് കുറവ്, ആൻഡ് യു സി വെരി ഡിഫിക്കൾട്ട് ഓർ ഭയങ്കര ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അൺഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ കാണി. യു വിൽ സീ നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെരി എല്ലാ 7 മാർക്ക് 8 മാർക്ക്, ഇവിടെ വന്നപ്പോൾ ആകെ 3 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വി ഡിഡ് ദാറ്റ്. സി ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ദേ ക്യാൻ ഗിവ് us for 7 മാർക്സ് 5 മാർക്സ് 6 മാർക്സ്. നമ്മൾ മാർക്ക് കുറച്ചത് എക്സാക്ട്ലി വി വർ ഫോളോയിങ് വാട്ട് ഹാപ്പൻഡ് ഇൻ സെപ്റ്റംബർ 2024. അതായത് ഏറ്റവും വേഴ്സ് എന്ത് സംഭവിച്ചേക്കാം ആ ഒരു ബേസിസിലാണ് QP നമ്മൾ സെറ്റപ്പ് ചെയ്തത്.
സോ ദാറ്റ് ഈസ് വിത്ത് ദ മോക്ക് എക്സാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. യു കെൻ ആസ്ക്. ഒരു MTP സീരീസ് വിൽ ബി ദെയർ ടുമോറോ, but anything regarding the marks or portions or anything that you want to know, you can ask me now. See, if you have not watched our trend analysis video, please go watch it. കാരണം September 24 June 24 കോമൺ ആയിട്ട് വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് മൈറ്റ് റിയലി ഹെൽപ്പ് യു. സമയം പോകുമെന്ന് വിചാരിക്കരുത്. വെറുതെ കളയുന്ന കുറേ സമയമില്ല. അപ്പോൾ ഇരുന്ന് വെറുതെ കേട്ടാൽ ജസ്റ്റ് ടേക്ക് ഒരു 10-15 മിനിറ്റ്സ് ഒരു 1.5x ഇട്ടിട്ടാണെങ്കിലും കേൾക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെങ്കിലും നിങ്ങളൊന്ന് കേട്ട് പോകും. ജസ്റ്റ് ഗെറ്റ് ദോസ് ട്രെൻഡ് അനാലിസിസ്. വേറെ നമ്മൾ ക്വസ്റ്റൻ നമ്പർ 1 തൊട്ട് ലാസ്റ്റ് ക്വസ്റ്റൻ വരെ അവർ ഏതൊക്കെ യൂണിറ്റ്സ് എടുത്തിട്ടാണ് പ്രയോറിറ്റൈസ് ചെയ്തതെന്ന് വരെ പറയുന്നുണ്ട്. മാർക്സ് എങ്ങനെ വേരി ചെയ്തു, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, കുറേ കാര്യങ്ങൾ. So you can take a combination of whatever was discussed in that trend analysis. Another കുറച്ച് ഇമ്പോർട്ടൻറ്റ്, ദിസ് മോക്ക് എക്സാം ആൻഡ് ഓൾ. പ്ലീസ് റീഡ് ത്രൂ ദ മോക്ക് എക്സാം അഗെയിൻ. ഇനി എക്സാമിന് കയറുന്നതിന് മുന്നേ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആകുവാണ്, അക്കൗണ്ട്സ് എക്സാം നന്നായിട്ട് പോയില്ല, അല്ലെ അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ ലെവലിൽ നിൽക്കുന്നു, ലോ ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വായിക്കാൻ ഭയങ്കര മടിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ, ഞാൻ എപ്പോഴും പറയും, ജസ്റ്റ് ഓപ്പൺ എനി മാരത്തോൺ വീഡിയോ, എനി ഡിഫിക്കൾട്ട് യൂണിറ്റ്, ജസ്റ്റ് കീപ് ഹിയറിങ് ഇറ്റ്. ഓർ take any of your mock exam video, your RTP, your MTP, difficult ആയിട്ട് തോന്നിയതാണ്, keep listening to it. Just എക്സാമിന് മുന്നേ കേൾക്കുന്നതുകൊണ്ട് you will recollect all those. Anything you want to get clarified? Just wait for a minute. ഇല്ലെങ്കിൽ we'll wind up. Anything എന്തെങ്കിലും അറിയാനുണ്ടോ? എനിത്തിങ് ദാറ്റ് യു വോണ്ട് ടു നോ? എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനായിട്ടുണ്ടോ? Give your best for your JAN'25 exams. ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. എനിക്ക് വരുന്ന മെസ്സേജസ് മൊത്തം അതായിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. ഡിഫിക്കൽട്ടാണോ, ലോ പേപ്പർ പൊട്ടുമോ, പാസ്സാകുമോ, ഇങ്ങനെയൊക്കെ തന്നെ വരുമോ, മോക്ക് കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ ആണോ മെയിൻ എക്സാം വരുന്നത് എന്നൊക്കെ ഉള്ളൊരു സ്ഥിരം ഡൗട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് സ്ഥിരം കേൾക്കുന്ന കുറച്ച് കൺസേൺസ്. സോ ടേക്ക് ദറ്റ് നെഗറ്റിവിറ്റി ഔട്ട് ഓഫ് യു. ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഓൾവേസ് എക്സാം പാടായിരിക്കും അങ്ങനെ അങ്ങ് വിചാരിക്കണ്ട. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ, കാരണം യൂഷ്വലി ദേഴ്സ് എ 30 seconds ഒരു ചെറിയൊരു ഇതുണ്ടാവും നമ്മൾ ലൈവ് എടുക്കുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് വൈ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ്. സോ ഇൻ കേസ് ഇഫ് യു ഹവ് മിസ്ഡ് ഔട്ട്, നിങ്ങളിത് കഴിഞ്ഞ് റെക്കോർഡഡ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾക്കുള്ള ഡൗട്ട് എന്താണോ, വാട്ട് എവർ ഇസ് യുവർ കൺസേൺ, ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. Okay, study well. We will definitely see for your MTP2 session also. Okay.